സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ നമ്മളിപ്പോൾ എടുക്കാൻ പോകുന്ന യൂണിറ്റ് പേപ്പർ എന്ന് പറയുന്നത് BPCC 106 ആണ്, ഡെവലപ്മെൻറ്റ് ഓഫ് സൈക്കോളജിക്കൽ തോട്ട്. ഓക്കെ, അപ്പോൾ ഞാൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഓഡിയോ കേൾക്കാൻ പറ്റായി അല്ലെങ്കിൽ എന്താണ് വിസിബിൾ ആവാത്ത പ്രശ്നം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ ജസ്റ്റ് തന്നെ എന്ത് ചെയ്യാം, ഒന്ന് മെസ്സേജ് ചെയ്യുക അല്ലെങ്കിൽ ഒന്ന് ഇൻഫോം ചെയ്യുക. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അവരോട് ജോയിൻ ചെയ്യാൻ വേണ്ടി പറയാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പേപ്പറാണ് BPCC 106 എന്ന് പറയുന്നത്. സോ അതിനു മുമ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. എന്താണ് നിങ്ങൾ ഈ ഒരു പേപ്പറിനെ പറ്റി നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ എന്താണ്? ടഫ് ആയിട്ടുള്ളൊരു പേപ്പറാണോ അല്ലെങ്കിൽ വളരെ ഈസി ആയിട്ടുള്ളൊരു പേപ്പറാണോ? ആരെങ്കിലും ജസ്റ്റ് ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ടൊന്ന് പറയോ. ഓക്കെ, എല്ലാവർക്കും ആ ഒരു അഭിപ്രായമാണോ? നാളെയാണല്ലോ എക്സാം. എന്താണ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞോ? കംപ്ലീറ്റ് ആക്കിയോ? കംപ്ലീറ്റ് ജസ്റ്റ് ഒരു വട്ടെങ്കിലും നോക്കിയോ? അല്ലെങ്കിൽ 2-3 വട്ടമൊക്കെ നോക്കിയവരുണ്ടോ? ഓക്കെ, ആരെങ്കിലൊക്കെ ഒന്ന് റെസ്പോൺസ് ചെയ്യും, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പേര് വിളിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പേപ്പർ എടുക്കുന്ന സമയത്ത് ഒരുപാട് ഡാറ്റ ഉള്ള വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പേപ്പറാണിത്. ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു പേപ്പർ കംപ്ലീറ്റ് വായിച്ച് തീർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സൈക്കോളജിയുടെ ഒരു A to Z കോൺട്രിബ്യൂഷൻസ്, കോൺസെപ്റ്റ്, തിയറി, അങ്ങനത്തെ ആ ഒരു സാധനങ്ങൾ മൊത്തം നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പറാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു 1 അവറിൽ ഒരു 1 അവർ ആയിരിക്കും നമ്മുടെ ക്ലാസ് ഉണ്ടാവുക, 1 or 1.5. അപ്പോൾ ഈ ഒരു ടൈമിൽ, ഈ ഒരു ഡ്യൂറേഷനിൽ നമുക്ക് കംപ്ലീറ്റ് തീർക്കാൻ വേണ്ടി പറ്റൂല. സോ ഈ ഒരു ക്ലാസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ PYQ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് പ്രീവിയസ് സെമ്മിൽ അല്ലെങ്കിൽ പ്രീവിയസ് ഇയറിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. അപ്പം നമ്മളൊരു 3 or 4 ഇയറിലെ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് അനലൈസ് ചെയ്തിട്ടാണ് ഈ ഒരു PYQ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതായിരിക്കും നമ്മളിവിടെ പ്രസൻറ്റ് ചെയ്യാം. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ഓരോന്നും എടുത്ത് അതിലുള്ള കംപ്ലീറ്റ് കണ്ടന്റ് പറയുക എന്ന് പറയുന്നത് ഒരിക്കലും പോസിബിൾ അല്ല, പ്രത്യേകിച്ച് ഈ ഒരു ചെറിയൊരു ഡ്യൂറേഷൻ എടുക്കാൻ അത്രയും ഡാറ്റ വരുന്നുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് മാത്രം ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോകും. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന സാധനങ്ങൾ നിങ്ങൾക്ക് പരീക്ഷയുടെ തലേ ദിവസം നിങ്ങൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് ആ ഒരു രീതിയിൽ ജസ്റ്റ് ഒരു പോയിന്റ് ആയിട്ട് അല്ലെങ്കിൽ ഹിൻസ് ആയിട്ട് ജസ്റ്റ് പറയും, അത്രേ ഉള്ളൂ. യഥാർത്ഥത്തിൽ നിങ്ങൾ ഒരു 2 or 3 ഡേയ്സ് മിനിമം എടുത്തിട്ട് നന്നായിട്ട് ഇരുന്ന് പഠിക്കേണ്ട ഒരു പേപ്പറാണ്. എക്സാമിന് വേണ്ടി മാത്രം എടുത്ത് പഠിക്കേണ്ട ഒരു പേപ്പറായിരുന്നു ഡെവലപ്മെന്റ് ഓഫ് സൈക്കോളജിക്കൽ തോട്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, നിങ്ങളെല്ലാവരും ഒരേ ലെവലിലുള്ള ആളുകൾ, നിങ്ങളെല്ലാവരും പഠിച്ചവരാണെന്നുണ്ടെങ്കിൽ എനിക്ക് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ക്വസ്റ്റ്യൻ മാത്രം ഫോക്കസ് ചെയ്താൽ മതി. ഇനി അല്ല ഈച്ച് ആൻഡ് എവരി സാധനങ്ങൾ നോക്കണോ ഇല്ല എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളെല്ലാവരും ജസ്റ്റ് ഒന്ന് പറയോ എത്രമാത്രം നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ആരെങ്കിലൊക്കെ ജസ്റ്റ് ഒന്ന് റെസ്പോണ്ട് ചെയ്യൂ. ഞാനിങ്ങനെ പേര് വിളിക്കേണ്ടി വരുമോ? എനിക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് കുറച്ചും കൂടെ ഫോക്കസ് ചെയ്തിട്ട് എടുക്കണോ എന്നറിയാൻ വേണ്ടിയാണ്. അതിൽ ഞാൻ ടൈം എന്ത് ചെയ്യുന്നില്ല. ഓക്കെ, പഠിക്കാൻ തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഒരു ദിവസം കൊണ്ടൊന്നും കവർ ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പറല്ല യഥാർത്ഥത്തിൽ ഡെവലപ്മെന്റ് ഓഫ് സൈക്കോളജിക്കൽ തോട്ട് എന്ന് പറയുന്നത്. സോ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് കംപ്ലീറ്റ് ഈച്ച് ആൻഡ് എവരി പോയിന്റ്സ് നമുക്ക് പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പറ്റൂല, ഒരിക്കലും ഈ ഒരു പേപ്പർ നമുക്ക് കംപ്ലീറ്റ് ഇപ്പം ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പറ്റൂല. അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്യുന്നത്, നമ്മളെന്താണ് ഒരു ജനറൽ ആയിട്ട് പ്രിപ്പയർഡ് ആവാൻ ടൈം കിട്ടുന്നില്ല, പാസ്സായി കിട്ടാനുള്ള 100% ഞാൻ എന്ത് ചെയ്യാം, നിങ്ങൾ 100% ഞാൻ ഷുവറാണ് നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സോട് കൂടി നിങ്ങൾക്ക് ഈ ഒരു പേപ്പർ പാസ്സാവാം എന്നതിലപ്പുറം ഒരു 60 to 70% ഒക്കെ മാർക്ക് നിങ്ങൾക്ക് വാങ്ങാൻ വേണ്ടി പറ്റുന്ന കോലത്തിലാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. കാരണം ഞാൻ പറയാൻ കാരണം, നമ്മളിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു പേപ്പർ 2-3 മാസമൊക്കെ എടുത്തിട്ടായിരിക്കും ഒരു ക്ലാസ്സിൽ നമ്മൾ കവർ ചെയ്യാം. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. പിന്നെ എക്സാമിലേക്ക് വരുന്ന സമയത്ത്, എക്സാമിന് വേണ്ടി സ്പെഷ്യലൈസ്ഡ് ആയിട്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാം, ഒരുപാട് ട്രിക്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് പഠിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഒരുപാട് എലിമിനേറ്റ് ചെയ്യാനുണ്ടാവും, കുറേ സാധനങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് നമ്മളിപ്പോൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഓരോ യൂണിറ്റ്
അപ്പോൾ എനിക്ക് തോന്നുന്നു 12 അല്ലെങ്കിൽ 13 14 യൂണിറ്റ് ആണ്. അപ്പോൾ ഈ ഓരോ യൂണിറ്റിലും ഞാൻ പറയുന്ന അല്ലെങ്കിൽ ഞാൻ അയക്കുന്ന നോട്ട്സ് അല്ലെങ്കിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ആ ഒരു ക്വസ്റ്റ്യൻസ് മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നോക്കിയാൽ മതി. പിന്നെ നിങ്ങൾ ഒരുപാട് തവണ എക്സാം എഴുതിയവരാണ്, എന്നാലും ഞാൻ ഒന്നുകൂടെ പറയാണ്, നമ്മൾ എക്സാം എഴുതുന്ന സമയത്ത് ഒരു എക്സാമ്പിൾ പറയുകയാണ്, സ്ട്രക്ചറലിസം എന്താണെന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇഗ്നോന്റെ ക്വസ്റ്റ്യൻസ് ഒരു ബ്രോഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. ഒരിക്കലും ഡീറ്റെയിൽ ആയിട്ട് പോയിട്ട് എന്താണ് സെൻസേഷൻ അല്ലെങ്കിൽ ഫീലിങ്സ് എന്തൊക്കെയാണ്, ഇമേജസിനെ എങ്ങനെയാണ് വില്യം വൂണ്ട് അങ്ങനെയൊന്നും ചോദിക്കില്ല. അപ്പൊ സ്ട്രക്ചറലിസം എന്നുള്ളൊരു ജനറൽ ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പൊ അതിൽ വരുന്ന ഒരു ഒരു 5 സബ് ഹെഡിങ് അല്ലെങ്കിൽ ഒരു 5 തിയറീസ് അല്ലെങ്കിൽ ഒരു 3 തിയറീസ്, അതിന്റെ പേര് അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് അറിയാം. പിന്നെ അതെന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് മാത്രം നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും, സൈഡ് ഹെഡിങ് ആയിട്ട് എഴുതിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് എഴുതാൻ വേണ്ടി പറ്റും. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിലിംഗ് അറിയില്ല എന്നുണ്ടെങ്കിൽ പോലും നോക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇപ്പൊ ഇൻട്രോസ്പെക്ഷൻ, സ്ട്രക്ചറലിസത്തിൽ നിങ്ങൾ ഇൻട്രോസ്പെക്ഷൻ ഒരു ഹെഡിങ് എഴുതിയിട്ടുണ്ടെങ്കിൽ ഇൻട്രോസ്പെക്ഷൻ നിങ്ങൾ കവർ ചെയ്തു എന്നുള്ളതായിരിക്കും അയാൾ പെർസീവ് ചെയ്യുക. ഓക്കെ, നിങ്ങളത് എഴുതോ ഇല്ലെന്നുള്ളത് വേറെ. അപ്പൊ അങ്ങനെ നിങ്ങളൊരു എക്സാം, ഞാൻ എക്സാം ഓറിയന്റഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നതിനെ പറ്റിയാണ് പറയുന്നത്, പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു പേപ്പർ. അപ്പൊ ആ ഒരു ലെവലിലാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, പ്രിപ്പയർ ചെയ്യേണ്ടത്. അതായത് ഓരോ ടോപ്പിക്, ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് മാത്രം നിങ്ങൾ ചൂസ് ചെയ്യാം. എന്നിട്ട് യെസ്, അതായത് 300 വേർഡ്സ് എന്ന് പറയുമ്പോൾ 3 പേജാണ് എഴുതേണ്ടത്. ഓക്കെ, 10 മാർക്കിനായിരിക്കും. അപ്പൊ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, മാറ്റി വെക്കാം. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന സൈഡ് ഹെഡിങ്, തിയറീസ്, കോൺസെപ്റ്റ് മാത്രം പഠിച്ചു വെക്കാം. ഓക്കെ, ഈ ഒരു ഡേയിൽ നിങ്ങൾക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത്, നിങ്ങൾ ഒരു പേപ്പറിന് ഒരു അരമണിക്കൂർ, ഒരു 30 മിനിറ്റ് വെച്ച് നിങ്ങൾ സ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലും അതുപോലെ തന്നെ മറ്റൊരുപാട് യൂട്യൂബ് ചാനലുകളിലൊക്കെ സിമിലർ ആയിട്ട് വരുന്നതാണ് ഇപ്പോൾ സ്ട്രക്ചറലിസം എന്താണ്, ഫംഗ്ഷണലിസം എന്താണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഒരു 4-5 വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റും. പിന്നെ ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ സ്ട്രക്ചറലിസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് സ്കൂളാണ് എഴുതുന്നതിലപ്പുറം നിങ്ങൾക്കൊരു ഹെഡിങ് ഇടാം, ആരൊക്കെയാണ് കോൺട്രിബ്യൂട്ടേഴ്സ്. ഒരു ഹെഡിങ് ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ പേനീസ് ഓഫ് സ്ട്രക്ചറലിസം ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടിച്ച്നറിന്റെ പേര് എഴുതാം, അതുപോലെ തന്നെ വില്യം വൂണ്ടിന്റെ പേര് എഴുതാം. അപ്പൊ അതെന്ത് ചെയ്യാം, നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യുക. അപ്പൊ ആ ഒരു സമയത്ത് നോക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ട്. ഞാനൊരു തിയറിയും കൂടെ പറഞ്ഞിട്ട് നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാം, ക്ലാസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതായത് ഓരോ എക്സാമിനെ നമ്മൾ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യനെ നമ്മൾ ഫേസ് ചെയ്യുന്ന സമയത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ഒരു സാധനമാണ്. അതായത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതായത് ഹൗ, അതുപോലെ തന്നെ വെൻ, ഹൂ എന്നൊക്കെ പറയുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. അതായത് ഇപ്പോൾ സ്ട്രക്ചറലിസം എന്ന് നോക്കുന്ന സമയത്ത് ആരാണ്, ഹൂ എന്നുള്ള ക്വസ്റ്റ്യൻ, അപ്പോൾ നിങ്ങൾ അതിന്റെ കോൺട്രിബ്യൂട്ട് ചെയ്ത ആളുടെ പേര്, പിന്നെ എന്താണ്, അപ്പോൾ അതിന്റെ ഡെഫിനിഷൻ എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഡെഫിനിഷൻ ഒരു സൈഡ് ഹെഡിങ് എഴുതിയിട്ട്, അതൊരിക്കലും വളരെ അക്യുറേറ്റ് ആയിട്ടുള്ള ഡെഫിനിഷൻ ആവണമെന്നില്ല. അപ്പോൾ ആ ഡെഫിനിഷൻ പറഞ്ഞ ഒരാളുണ്ടാവും, അപ്പോൾ നിങ്ങൾ അക്കോർഡിംഗ് ടു അയാളിലേക്ക് ചേർത്തിയിട്ട് നിങ്ങൾ ആ ഒരു ഡെഫിനിഷന്റെ ഒരു എന്താ പറയുക, അതിന്റെ അക്യുറേറ്റ് ആയില്ലെങ്കിലും ജസ്റ്റ് ആ ഒരു മീനിങ് വരുന്ന രീതിയിൽ നിങ്ങളുടേതായിട്ടുള്ള ഒരു സെന്റൻസിൽ എഴുതാം. അങ്ങനെ നമ്മളിങ്ങനെ പോയിന്റ് ഔട്ട് ചെയ്ത് എഴുതുന്ന സമയത്ത് നോക്കുന്ന ആൾക്ക് ഭയങ്കര വൃത്തിയും തോന്നും, അതുപോലെ തന്നെ നിങ്ങളെല്ലാം കവർ ചെയ്തിട്ടുള്ളത് തോന്നും. പിന്നെ അതുപോലെ തന്നെ മേജർ കോൺസെപ്റ്റ് ഇൻ സ്ട്രക്ചറലിസം, മെത്തേഡ്സ് യൂസ്ഡ് ഇൻ സ്ട്രക്ചറലിസം, ക്രിറ്റിസം ഓഫ് സ്ട്രക്ചറലിസം. അത് ഏത് സ്കൂൾ ചോദിച്ചു കഴിഞ്ഞാലും അവസാനം നിങ്ങൾ എഴുതേണ്ടത്, നിങ്ങൾ കൺക്ലൂഡ് ചെയ്യേണ്ടത് ക്രിറ്റിസം എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ ക്രിറ്റിസം എന്താണെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ആ ഒരു സൈഡ് ഹെഡിങ് ഇടുന്നു, ശേഷം കുറച്ച് ക്രിറ്റിസിംസ് ഉണ്ട് എന്നെങ്കിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് എഴുതി വെക്കാം. ഓക്കെ, ഒരുപാട് മേജർ ക്രിറ്റിസിംസ് ഉണ്ട്, മോഡേൺ ആയിട്ടുള്ള ഒരുപാട് സൈക്കോളജിസ്റ്റുമാർ ക്രിറ്റിസം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് എഴുതി വെക്കുന്ന സമയത്ത് നോക്കുന്ന ആളെ സംബന്ധിച്ച് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, പ്രത്യേകിച്ച് ഇഗ്നോന്റെ പേപ്പേഴ്സ് കംപ്ലീറ്റ് നോക്കൂല, കംപ്ലീറ്റ് റീഡ് ചെയ്യൂല, ജസ്റ്റ് ഒരു ഓവറോൾ ഒരു നോട്ടാണ് നോക്കുക. ഓക്കെ, അപ്പൊ ഞാനിത് ബേസിക് ആയിട്ട് എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യനെ നമ്മൾ ഫേസ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റിയാണ് പറയുന്നത്. ഞാൻ വീണ്ടും ഒന്നുകൂടെ ആവർത്തിച്ച് പറയുന്നു, കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ മെയിൻ ആയിട്ട് നോക്കേണ്ടത്. അതായത് ഹൗ, എങ്ങനെയാണ് ഇത്, അല്ലെങ്കിൽ ഹൂ, ആരാണ് ഇത് കോൺട്രിബ്യൂട്ട് ചെയ്തത്, എന്താണ് ഇതിന്റെ ഡെഫിനിഷൻ, വെൻ, എപ്പോൾ. അപ്പൊ ഇങ്ങനെയുള്ള ആ ഒരു സാധനങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കവർ ചെയ്തോ ഇല്ലേ എന്നുള്ളത് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചും കൂടെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ഞാൻ ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രോഡക്ടറി മാത്രമായിട്ടാണ് പറഞ്ഞത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഓക്കെ ആണോ എല്ലാവർക്കും? ഓക്കെ, അപ്പം എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യനെ നമ്മൾ ഫേസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു എക്സാം എഴുതേണ്ടത് എന്നുള്ളതിനെ ജസ്റ്റ് ഞാനൊന്ന് എന്താണ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ അങ്ങനെ തന്നെ എഴുതാൻ നോക്കുക. നിങ്ങൾ എത്ര എഴുതി എന്നത് അല്ലെങ്കിൽ നിങ്ങൾ എത്ര പഠിച്ചു എന്നതിലല്ല കാര്യം. ഓക്കെ,
ഓക്കെ, നിങ്ങൾ എത്ര പഠിച്ചു അല്ലെങ്കിൽ നിങ്ങൾ എത്ര എഴുതി എന്നതിലല്ല മാറ്റർ. നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ആ ഒരു നോളജിനെ നിങ്ങൾ പേപ്പർ കിട്ടുന്ന സമയത്ത് ഷോക്കേസ് ചെയ്യുന്നു എന്നുള്ളതിലാണ്. അപ്പോൾ നിങ്ങൾ വളരെ വൃത്തിയായിട്ട് പോയിന്റ് ഔട്ട് ചെയ്ത് ഹൈലൈറ്റ് ചെയ്തിട്ടൊക്കെ എഴുതാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ബുള്ളറ്റ് പോയിന്റ്സ്, കാരണം നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് എക്സാം ആയതുകൊണ്ട് ബുള്ളറ്റ് പോയിന്റ്സ് ഇട്ടതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യം ഉണ്ടായിക്കൊള്ളുന്നില്ല. നമ്മൾ മാക്സിമം ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് പാരഗ്രാഫ് സ്റ്റൈലിലാണ് എഴുതുക. ആ ബുള്ളറ്റ് പോയിന്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അതൊരു സൈഡ് ഹെഡിങ് ആക്കി മാറ്റുക എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യുക, അതൊരു സൈഡ് ഹെഡിങ് ആക്കിയിട്ട് അതിൻ്റെ അടിയിൽ അതിന് ഡീറ്റെയിൽ ആയിട്ട് ജസ്റ്റ് ഒന്ന് ഡിഫൈൻ ചെയ്യുന്ന കോലത്തിൽ. അത് നിങ്ങൾ അത്ര വൃത്തിക്ക് ചെയ്യണമെന്നില്ല. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ മറ്റൊരു സുഖം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു ഹെഡിങ് ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു ഹെഡിങ്, ഒരു സൈഡ് ഹെഡിങ് ഇട്ടു, അതിന് നമ്മൾ അണ്ടർലൈൻ ചെയ്തു. അപ്പോൾ അവിടെ തന്നെ ഒരു 3 വരി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കിപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങൾ ഒരുപാട് എഴുതി കുത്തി നടക്കുന്നതിലപ്പുറം കുറച്ച് എന്താണ് ഒരു സ്ട്രാറ്റജിക്കലായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ച് വരിയൊക്കെ സ്കിപ്പ് ചെയ്യാൻ വേണ്ടി നോക്കുക. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുന്നത്, ഇപ്പോൾ മാസ്ലോയുടെ ഹൈറാർക്കി ഓഫ് ക്വസ്റ്റ്യൻസ് സാധാരണ ചോദിക്കുന്നതാണ്. മേ ബി നിങ്ങൾക്ക് നാളെ ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ അത് 5 എണ്ണം എന്താണെന്ന് നിങ്ങൾക്കറിയാം. അത് ഡീറ്റെയിൽ ആയിട്ട് എഴുതുന്നതിലപ്പുറം നിങ്ങളൊരു പിരമിഡൊക്കെ വരച്ചിട്ട് എഴുതുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്പേസ് എന്ത് ചെയ്യാൻ പറ്റും, എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് ക്ലാസ്സിലേക്ക് കടക്കാം. അതായത് നിങ്ങൾ ഒരു സ്ട്രാറ്റജിയാണ് എപ്പോഴും നോക്കേണ്ടത്. അതായത് നമുക്ക് 8 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. അപ്പോൾ എല്ലാ ചാപ്റ്ററും കുറച്ചെങ്കിലും നോക്കി പോവുക എന്നതിലപ്പുറം നോക്കുന്ന ചാപ്റ്റർ വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അങ്ങനെ ആകുമ്പോൾ ഒരു സുഖം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ച് ക്വസ്റ്റ്യൻസിന് നിങ്ങൾക്ക് ഒഴിവാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങൾ തീരെ നോക്കാത്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഒഴിവാക്കിയിട്ട് നിങ്ങൾ നന്നായിട്ട് നോക്കിയ ക്വസ്റ്റ്യൻ മാത്രം എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്യുക. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് യൂണിറ്റിന് എന്തായാലും 1-2 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ ആ ലാസ്റ്റ് യൂണിറ്റ് കുറച്ച് നോക്കി പോയി കഴിഞ്ഞാൽ ചിലപ്പം നിങ്ങൾ നോക്കിയത് ആയിക്കൊള്ളണം എന്നില്ല വന്നത്. നേരെ മറിച്ച് നിങ്ങളത് കംപ്ലീറ്റ് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നോക്കിയതിൽ എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചും കൂടെ ഫോക്കസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ വേണ്ടി പറ്റും. അപ്പം 8 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാകുക. അതിൽ എന്ത് ചെയ്താൽ മതി, വെറും 5 ക്വസ്റ്റ്യൻസ് മാത്രമാണ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യില്ല. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, അപ്പോൾ ഈ ക്ലാസ് ഞാൻ ആദ്യമായിട്ട് ഞാൻ പറയുകയാണ്. ഞാൻ മാത്രം ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ മേ ബി ബോറടിക്കും. അപ്പോൾ നിങ്ങളും കൂടെ കുറച്ചും കൂടെ എന്ത് ചെയ്യുന്നത്, ഇന്ററാക്ട് ചെയ്തിട്ട് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി, കുറച്ചും കൂടെ റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇതിൽ വരുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കൽ ആൻഡ് ഫിലോസഫിക്കൽ കോണ്ടെക്സ്റ്റ് ഓഫ് സൈക്കോളജിക്കൽ തോട്ട് എന്നുള്ളതാണ്. ഈ ഒരു ക്വസ്റ്റ്യനെ നിങ്ങൾ ഈ ഒരു യൂണിറ്റിന് വരുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ അഡ്രസ്സ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കേണ്ടത്, നിങ്ങൾക്ക് ഈ ഒരു രണ്ട് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും. ഡിസ്കസ് ദ ഫിലോസഫിക്കൽ കോണ്ടെക്സ്റ്റ് ആൻഡ് ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ്, പിന്നെ അതുപോലെ തന്നെ ഹിസ്റ്റോറിക്കൽ ട്രെൻഡ്, ഡെവലപ്മെന്റ് ഓഫ് വാട്സനിയൻ ബിഹേവിയർ. ഇതാണ് ഇതിലെ കീ വേർഡ്സ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് സൈക്കോളജി ഉണ്ടായി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം ഫിലോസഫിയിൽ നിന്നും അതുപോലെ തന്നെ ഫിസിയോളജിയും കൂടിയിട്ടാണ് സൈക്കോളജി ഉണ്ടായിട്ടുള്ളത്. അതൊരു മെയിൻ പോയിന്റ് ആണ്, അതിനെ നിങ്ങൾ അഡ്രസ് ചെയ്യണം. അതുപോലെ തന്നെ നെക്സ്റ്റ് അഡ്രസ് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറയുന്നത്, നമുക്കറിയാം ഒരുപാട് ഫിലോസഫിസ്റ്റുകൾ ആരൊക്കെയാണ്. അതിൽ തന്നെ ഗ്രീക്ക് ഫിലോസഫി ഉണ്ട്, അറബിക് ഫിലോസഫി ഉണ്ട്, ഇന്ത്യൻ ഫിലോസഫി ഉണ്ട്. ഇതിൽ ഓരോന്നിലും വരുന്ന 1-2 പോയിന്റ്സ് മാത്രം നിങ്ങൾ പഠിച്ചു വെക്കുക. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പ്ലാറ്റോ, അരിസ്റ്റോട്ടിൽ, ആൽക്കെമിയോണ്. അപ്പം ഇവരൊക്കെ എന്താണ് കോൺട്രിബ്യൂട്ട് ചെയ്തത്, ജസ്റ്റ് അങ്ങനെ പോയിന്റ് ഔട്ട് ചെയ്തിട്ട് അത് മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇനി കുറച്ചും കൂടി ഒരു ഈസി ആയിട്ട് മെത്തേഡ് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഈ ഒരു യൂണിറ്റ് നേരെ എന്ത് ചെയ്യുക, ChatGPT-യിലോ അല്ലെങ്കിൽ അവിടെ എവിടെയൊക്കെ ഇട്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അത് പോയിന്റ് ഔട്ട് ചെയ്ത് തരാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ കറക്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ക്രോണോളജിക്കൽ ബേസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ ഒരു ഹിസ്റ്ററി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ ഹിസ്റ്ററി മാത്രം നിങ്ങൾ നോക്കുക, ഹിസ്റ്ററി മാത്രം ഫോക്കസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ എഴുതാം. അപ്പം ഈ ഒരു പേപ്പറിന്റെ മറ്റൊരു പ്രത്യേകത, ഈ ഒരു പേപ്പറിലുള്ളത് ക്രോണോളജിക്കൽ ബേസിൽ ഈ ഒരു പേപ്പർ പറയുന്നത് ആളുകളെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഓരോ ആളുകളെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അവരെന്താണ് തിയറി, അവർ പ്രൊപ്പോസ് ചെയ്തിട്ടുള്ള തിയറി. അപ്പോൾ ഒരിക്കലും തിയറി മാത്രം പഠിക്കുക എന്നതിലപ്പുറം, ഇപ്പോൾ ലോ ഓഫ് എഫക്റ്റ് എന്താണെന്ന് പഠിക്കുന്നതിലപ്പുറം ലോ ഓഫ് എഫക്റ്റ് ആരാണ് പ്രൊപ്പോസ് ചെയ്തത്, ഓക്കെ, അങ്ങനെയാണ് നിങ്ങൾ പഠിക്കേണ്ടത്. അതായത് ആളുകളെ ഫോക്കസ് ചെയ്തിട്ടാണ് പഠിക്കേണ്ടത്. ഞാൻ ജസ്റ്റ് അതിൻ്റെ ഈ ഒരു പുസ്തകത്തിന്റെ, ഈ ഒരു ബുക്കിന്റെ ഒരു കോണ്ടെക്സ്റ്റ് പറഞ്ഞെന്നുള്ളൂ. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ഫിലോസഫിക്കൽ ആൻഡ് ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ്. അപ്പൊ അതിൽ ഒരുപാട് ആളുകളുണ്ട്. ഒരു മിനിറ്റ് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ്സിന്റെ റെക്കോർഡഡ് ക്ലാസ്, ലൈവ് ക്ലാസ്സിന്റെ നമ്മുടെ ലെക്ചർ സ്ലൈഡ് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ അഡ്മിനോട് ഗ്രൂപ്പിൽ ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി പറയാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് എക്സാമിന് എന്ത് ചെയ്യാൻ പറ്റും, പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ അതിൽ ഇത് കൃത്യമായിട്ട് വളരെ സിമ്പിളായിട്ട് പോയിന്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് 2 ക്വസ്റ്റ്യൻസ്. ഇതിൽ നിങ്ങൾ കുറച്ചും കൂടെ ഈസി ആയിട്ട് നോക്കേണ്ട കുറച്ച് പോയിന്റ്സ് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞുതരാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം, അത് മാത്രം ഫോക്കസ് ചെയ്താൽ മതി. ഇതിൽ വരുന്ന ഒന്നാണ് ഗ്രീക്ക് ഫിലോസഫി. അപ്പോൾ ഗ്രീക്ക് ഫിലോസഫി എന്താണെന്ന് നോക്കണം. അപ്പോൾ ഗ്രീക്ക് ഫിലോസഫിയിൽ ഒന്നാണ് ഹിപ്പോക്രാറ്റ്. അപ്പോൾ അവരുടെ ഹ്യൂമർ തിയറി ഓഫ് പേഴ്സണാലിറ്റി ഉണ്ട്. അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട, ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഹ്യൂമർ തിയറി എന്ന് മാത്രം എഴുതിയാൽ മതി. പിന്നെ അതുപോലെ തന്നെ സോക്രട്ടീസ് വരുന്നുണ്ട്, പ്ലാറ്റോ.
അരിസ്റ്റോട്ടിൽ. ഈ ഒരു 4 പേരിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു 2ഓ 3ഓ പേരോ മസ്റ്റായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ മുസ്ലിം ഫിലോസഫേഴ്സ്, അത് ആരാന്ന് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ വെറുതെ എന്ത് ചെയ്യാം, എഴുതി വെക്കാം. അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇമാം ഗസാലി, അതുപോലെ തന്നെ അവിസന്ന, അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. മേ ബി നമുക്കൊക്കെ അറിയുന്ന കേട്ട് പരിചയമുള്ള പേരാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് മൈൻഡിൽ കൊണ്ടുവന്നിട്ട് പോയി എഴുതുക എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ 17th സെഞ്ചുറിയിലേക്ക് വരുന്ന സമയത്താണ് റെനെ ഡെക്കാർത്തെ. അതുപോലെ തന്നെ റെനെ ഡെക്കാർത്തയുടെ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് നോക്കാൻ വേണ്ടി പറ്റും. പിന്നെ ജോൺ ലോക്ക്, ഇവരാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളുകൾ. ഓക്കെ, അപ്പൊ ഇത് മാത്രം നിങ്ങൾ എഴുതി വെക്കാം. പിന്നെ ഈ ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങൾ അഡ്രസ് ചെയ്യേണ്ട ഒരു സാധനമാണ്, എന്താണ് യഥാർത്ഥത്തിൽ സൈക്കോളജി ഉണ്ടായി എന്നുള്ളൊരു ചോദ്യം ചോദിക്കുന്ന സമയത്ത് നമുക്ക് പറയാം, പണ്ട് കാലത്ത് എന്താണ് ഫിലോസഫിയിൽ നമ്മൾ ആളുകളുടെ എക്സിസ്റ്റൻസിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്, യൂണിവേഴ്സ് എങ്ങനെയാണ് ഉണ്ടായി എന്നതിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഫിലോസഫിയിൽ എന്ത് ചെയ്യും വന്നു. അതായത് ആളുകൾ ഇങ്ങനെ ചോദിച്ചു, എങ്ങനെയാണ് നമ്മൾ ഉണ്ടായത്, നമ്മുടെ ബോഡി എന്താണ്, നമ്മുടെ മൈൻഡ് എന്താണ്, നമ്മുടെ ചിന്ത എന്താണ്. ഇപ്പൊ മൈൻഡ് എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയുന്ന ആ ഒരു ഫാക്ട് മനസ്സ് എന്നുള്ളത് മാത്രമാണ്. പക്ഷെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ലൈക്ക് എന്താണ് നമ്മുടെ ഇന്റലിജൻസ്, നമ്മുടെ മെമ്മറി, നമ്മുടെ സെൻസേഷന്, നമ്മുടെ പേഴ്സീവ്, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് മൈൻഡ് എന്ന് പറയുന്ന സമയത്ത്. നമ്മുടെ ഫീലിങ്സ്, നമ്മുടെ ഇമോഷന്, നമ്മുടെ ഇന്റലിജൻസ്. അപ്പോൾ ഇതൊക്കെ എന്താണ്, ഇത് യഥാർത്ഥത്തിൽ കാണാൻ പറ്റുന്ന സാധനമാണ്. അങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസിൽ നിന്നാണ് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ഒരു സാധനമാണ്. പണ്ട് കാലത്തുള്ള ആളുകളുടെ നല്ല നോളജബിൾ ആയിട്ടുള്ള ആളുകളുടെ ഫിലോസഫേഴ്സിന്റെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതിൽ നിന്നാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നത്, സൈക്കോളജി ഉണ്ടാകുന്നത്. ഞാനൊരു ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കാരണം ഒരു ബേസിക് സാധനം ആയതുകൊണ്ടാണ്. അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ്, കുറെ ആളുകൾ പറഞ്ഞു മൈൻഡ് അതാണ്, മൈൻഡ് ഇതാണ്, മൈൻഡ് ഇല്ല, എക്സിസ്റ്റ് ചെയ്യുന്നില്ല, ബോഡി തന്നെയാണ് മൈൻഡ്. അങ്ങനെ ഒരുപാട് പറഞ്ഞു അവസാനമാണ് നമ്മളൊരു മോഡേൺ സൈക്കോളജിയിലേക്ക് വരുന്ന സമയത്താണ് സ്ട്രക്ചറലിസം വരുന്നത്. അപ്പോൾ ബാക്കി എന്താണ്, അവിടെ നിന്നാണ് നിങ്ങൾ അങ്ങോട്ട് എഴുതേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു ഹിസ്റ്ററി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഫിലോസഫിയെ നിങ്ങൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുക, അതുപോലെ തന്നെ ഫിസിയോളജിയെ. മറ്റൊരു ഫാക്ടർ എന്ന് പറയുന്നത് ഫിസിക്സിനെ നിങ്ങൾ അതിൽ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം, നമ്മളൊരു സാധനം കേൾക്കുന്നു, അപ്പൊ അതിലൊരു ഫിസിക്കൽ സ്റ്റിമുലി ഉണ്ട്, അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, പെർസീവ് ചെയ്യുന്നു എന്നുള്ള ആ ഒരു കണക്ഷനാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഞാനൊരു ഓവറോൾ ആയിട്ടാട്ടോ പറയുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ജസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പൊ ഞാൻ ഏതായാലും വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ എന്ത് ചെയ്യാം, ഞാൻ ആ ഒരു സ്ലൈഡ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാൻ വേണ്ടി പറയാം. അപ്പോൾ നിങ്ങൾക്ക് അതിലും കൂടെ നോക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഈ ഒരു ഫസ്റ്റ് യൂണിറ്റിലുള്ളത്. ഇത് മനസ്സിലായിട്ടില്ലേ? ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് യൂണിറ്റിലേക്ക് പോകാം. അപ്പോൾ ഓക്കെ ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് യൂണിറ്റിലേക്ക് പോകാം. ഓക്കെ, ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, അതിൽ ഷെയർ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് യൂണിറ്റ് സെക്കൻഡ് യൂണിറ്റ് ആണ്. ഇതിൽ വരുന്നത് കോൺട്രിബ്യൂഷൻ ടു ഏർലി മോഡേൺ സൈക്കോളജി ആണ്. അതിൽ ഹെൽമോൾസ്, ഫെച്നർ, വൂണ്ട്, ജെയിംസ്. നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ആ ഒരു സ്ലൈഡ് ജസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, നോൺ വെസ്റ്റേൺ സൈക്കോളജി ഇമ്പോർട്ടന്റ് ആണോ എന്നുള്ള ക്വസ്റ്റ്യൻ ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് അങ്ങനെ സ്പെസിഫൈ ചെയ്ത് ചോദിക്കാറുണ്ട്. നമുക്ക് ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടാവുക എന്നുള്ളതാണ്. അതിലാണ് ഒരു ഇന്ത്യൻ സൈക്കോളജിയും അങ്ങനത്തെ കുറച്ച് സാധനങ്ങളാണ് വരുന്നത്. അങ്ങനെ ഒരു യൂണിറ്റ് തന്നെ നിങ്ങൾക്കുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു പേപ്പറും നിങ്ങൾക്കുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതാണ്. ഓക്കെ, ഇനി ഇതിൽ നിങ്ങൾക്കറിയാം വില്യം വൂണ്ട്, വില്യം ജെയിംസ്, എന്താണെന്നറിയാം, നിങ്ങൾക്കറിയാം സ്ട്രക്ചറലിസം, ഫങ്ഷണലിസം. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് സ്ട്രക്ചറലിസം എന്താണെന്ന് എഴുതാം, അതിന്റെ ഡെഫിനിഷൻ എഴുതാം, മൈൻഡിന്റെ എന്താണ് സ്ട്രക്ചറിനെ കുറിച്ച് പഠിക്കാം. അപ്പൊ നമുക്കറിയാം മനസ്സെന്ന് നമ്മൾ പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ സൈക്കോളജി എന്ന് പറയുന്ന സമയത്ത് നമുക്ക് അറിയുന്ന ഒരു സാധനം മനസ്സ് മാത്രമാണ്. പക്ഷെ യഥാർത്ഥത്തിൽ ഒരു 10ലേറെ ഫാക്ടേഴ്സ് അതിൽ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അതായത് നമ്മുടെ മെമ്മറിയെ കുറിച്ച് നമ്മൾ പഠിക്കണം, അതുപോലെ തന്നെ നമ്മുടെ പെർസീവ് ചെയ്യുന്നതിനെ കുറിച്ച് പഠിക്കണം, നമ്മുടെ സെൻസേഷനെ കുറിച്ച് പഠിക്കണം, അതുപോലെ തന്നെ നമ്മുടെ ഇന്റലിജൻസിനെ കുറിച്ച്. അങ്ങനെ ഒരുപാട് സാധനങ്ങൾ കൂടി ചെയ്ത് നമ്മുടെ തിങ്കിങ്, നമ്മുടെ കോഗ്നിറ്റീവ്, ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഉള്ളതിനാണ് നമ്മൾ സൈക്കോളജി അല്ലെങ്കിൽ മൈൻഡ് ഒക്കെ പറയുന്നത്. അപ്പൊ അതിന്റെ ഓരോ സ്ട്രക്ചറിനെ കുറിച്ച് പഠിക്കണം എന്നുള്ളതാണ് സ്ട്രക്ചറലിസത്തിന്റെ സ്കൂളിൽ വരുന്നത്. അപ്പൊ ഇതിൽ വരുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 സാധനങ്ങൾ, മൈൻഡിന്റെ സ്ട്രക്ചറിനെ കുറിച്ച് പഠിക്കണം. അപ്പൊ ഇവർ പറയുന്ന ഒരു സാധനം, നമ്മളൊരു ആപ്പിൾ കാണുന്ന സമയത്ത് നമ്മളത് പെർസീവ് ചെയ്യുന്നത് ഒരു ആപ്പിൾ ആയിട്ടാണ്. പക്ഷെ യഥാർത്ഥത്തിൽ സ്ട്രക്ചറലിസം പറയുന്നത് നമ്മളൊരു റെഡിനെ റെഡ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ
അതിന്റെ ഷേപ്പിന് ഷേപ്പായിട്ടാണ് കാണുന്നത് എന്നുള്ള ഒരു സാധനമാണ് സ്ട്രക്ചറലിസത്തിൽ. അതായത് സെൻസേഷന്, ഫീലിംഗ്, ഇമേജസ് എന്ന് പറയുന്ന 3 സാധനങ്ങളാണ് സ്ട്രക്ചറലിസം പറയുന്നത്. ഇങ്ങനെയാണ് നമ്മൾ മൈൻഡിനെ പഠിക്കേണ്ടത്. ഈ ഒരു സ്കൂൾസ് ഒക്കെ വരുന്നത് നമ്മൾ എങ്ങനെ സൈക്കോളജിയെ ഡീൽ ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ മൈൻഡിനെ കുറിച്ച് പഠിക്കണം എന്നുള്ള ഒരു ക്വസ്റ്റ്യനിലാണ് ഈ ഒരു സാധനങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, അപ്പൊ സെൻസേഷനിൽ നിങ്ങൾക്ക് 5 സെൻസേഷൻ അറിയാം. ഓൾഫാക്ടറി, ഓഡിറ്ററി എന്നൊക്കെ പറയുന്ന ആ ഒരു സാധനമാണ്. ഞാൻ ആ ഒരു നോട്ടിൽ ഡീറ്റെയിൽ ആയിട്ട് ഉണ്ട്, അപ്പൊ നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മതി. ഓക്കെ, അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് ഏർലി എക്സ്പെരിമെന്റൽ സൈക്കോളജിയിലുള്ള എൽമോൾസിന്റെ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാന്നുള്ളതാണ്. അതും എന്ത് ചെയ്യുന്നുണ്ട് ആ ഒരു നോട്ടിലുണ്ട്. അതായത് നിങ്ങളുടെ ടെക്സ്റ്റില് ഒരാൾ എടുക്കുന്ന സമയത്ത് അയാൾ മേ ബി എല്ലാ ആളുകളും എന്ത് ചെയ്യുന്നില്ല, സൈക്കോളജി ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരല്ല, ഫിസിക്സ് ഉള്ളവർ, അങ്ങനെ ഒരുപാട് ഫിസിഷ്യന്മാർ, അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ അവരുടെ മൊത്തം കോൺട്രിബ്യൂഷൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സൈക്കോളജിക്കലി റിലേറ്റ് ചെയ്തിട്ടുള്ളത് മാത്രമാണ് നമ്മുടെ ഈ ഒരു സ്ലൈഡിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ജസ്റ്റ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ഇത്രയാണ് ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഈ ഒരു ചാപ്റ്ററിൽ. എന്താണ് സ്ട്രക്ചറലിസം നോക്കാം, പിന്നെ അതുപോലെ തന്നെ എന്താണ് ഫംഗ്ഷണലിസം നോക്കാം. ഇതിൽ നോക്കേണ്ടത് സ്ട്രക്ചറലിസത്തിന്റെ ഫാദർ എഡ്വാർഡ് ടീച്ചർ ആണ്. മറ്റൊരു കോൺട്രിബ്യൂട്ടർ ആണ് ആര്, വില്യം വൂണ്ട് എന്ന് പറയുന്നത്. വില്യം വൂണ്ട് ഫൗണ്ട് ചെയ്തിട്ടുള്ളത് വോളണ്ടറീസ് ആണ്. അങ്ങനെ കുറച്ച് സാധനങ്ങൾ. പിന്നെ എന്താണ് ഇൻട്രോസ്പെക്ഷൻ മെത്തേഡാണ് അവർ യൂസ് ചെയ്തത്. അങ്ങനെ കുറച്ച് ഫാക്ടേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു പോകാം. നെക്സ്റ്റ് സാധനമാണ് വില്യം ജെയിംസ്. സ്ട്രക്ചറിനെ കുറിച്ചല്ല പഠിക്കേണ്ടത്, മൈൻഡിന്റെ ഫംഗ്ഷനെ കുറിച്ചാണ് പഠിക്കേണ്ടത് എന്നുള്ളതായിരുന്നു ഫംഗ്ഷണലിസ്റ്റുകൾ പറഞ്ഞിട്ടുള്ളത്. അതിലെന്ത് ചെയ്യുന്നുണ്ട്, ജോൺ ഡെബി, ഏഞ്ചൽ റോളൻഡ്, അങ്ങനെ കുറച്ച് ആളുകൾ അതിൽ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ആളുകൾ ആരൊക്കെയാണ്, അവരെന്തൊക്കെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളതെന്ന് പഠിക്കാം. ലാസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ക്രിറ്റിസിസം കൂടെ എഴുതിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അതിനെ കൺക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഹെൽമോൾസ് വരുന്ന ഒരു സാധനം എന്ന് പറയുന്നത് കുറച്ച് ഫിസിക്സ് റിലേറ്റ് ചെയ്തിട്ടാണ്. നമ്മുടെ നെർവ് ഇതിന്റെ സ്പീഡിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ എങ്ങനെയാണ് നമ്മളൊരു ഫിസിക്കൽ സ്റ്റിമുലി എങ്ങനെയാണ് നമ്മൾ പെർസീവ് ചെയ്യേണ്ടതെന്നുള്ള റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ്. നിങ്ങൾ മേ ബി നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു സ്ലൈഡും കൂടെ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്ലൈഡിലേക്ക് നമുക്ക് പോവാം. നെക്സ്റ്റ് വരുന്നത് അസോസിയേഷനിസം ആണ്. നെക്സ്റ്റ് യൂണിറ്റ് വരുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ അല്ലേ? ഞാൻ പറയുന്നത് മനസ്സിലാവാത്ത പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ? ഹലോ, ആരെങ്കിലും ജസ്റ്റ് ഒന്ന് റെസ്പോണ്ട് ചെയ്യും. ഞാനിങ്ങനെ സ്പീഡിൽ പറഞ്ഞു പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഡാറ്റാസ് കവർ ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണിത്. അപ്പോൾ നമ്മൾ കുറച്ച് സംസാരിച്ച് ഇങ്ങനെ ചില്ലായിട്ട് പോകുക എന്നതിലപ്പുറം പെട്ടെന്ന് തീർക്കുക എന്നതാണ്. അപ്പം എല്ലാം മനസ്സിലാവുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ ഫംഗ്ഷണലിസം ഒന്നും കൂടെ പറയുമെന്ന് വെച്ചാൽ ഞാൻ എന്ത് ചെയ്യുക, ലാസ്റ്റ് നമ്മൾ കംപ്ലീറ്റ് ഒന്ന് പറഞ്ഞതിന് ശേഷം വേണമെങ്കിൽ നമുക്കൊന്നും കൂടെ വേണമെങ്കിൽ എന്താണ് ചിലപ്പോൾ ടൈം കുറച്ചും കൂടെ ഓവർ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ താല്പര്യമുള്ളവർക്ക് മാത്രം കണ്ടിന്യൂ ചെയ്തിട്ട് നമുക്ക് കുറച്ചും കൂടെ പറയാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ആ ഒരു ഷെയർ ചെയ്തിട്ടുള്ള ഒരു സ്ലൈഡ് നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ നോക്കുക. നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ഒരു 1 സെന്റൻസിൽ നിങ്ങൾക്ക് പോയിന്റ്സ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഞാൻ വീണ്ടും പറയുന്നു, ഒരു യൂണിറ്റ് ഇന്ന് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചത് മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്താൽ മതി. കംപ്ലീറ്റ് ഡാറ്റ പഠിച്ചു പോകേണ്ട യാതൊരു ആവശ്യമില്ല, കാരണം നിങ്ങൾക്ക് ആകെ ചെറിയൊരു ടൈമാണ് ഉള്ളത്. ഓക്കെ, പിന്നെ ഇതിൽ വരുന്നത് എബിംഗസ്, അതുപോലെ തന്നെ തൊണ്ടൈക്കിന്റെ അസോസിയേഷൻ. ആദ്യം ഞാൻ അസോസിയേഷൻ എന്താന്ന് പറയാം. വളരെ സിമ്പിൾ ആണ്. അതായത് അസോസിയേഷൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു ഫുള്ളി ഫ്ലെഡ്ജ്ഡ് ആയിട്ടുള്ള ഒരു സ്കൂൾ അല്ല. അതായത് സ്ട്രക്ചറലിസം, ഫംഗ്ഷണലിസം എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഒരു ഫെച്നർ ഇമ്പോർട്ടന്റ് ആണ്. ഫെച്നർ ആകെ 2-3 കോൺട്രിബ്യൂഷൻസ് ആണ് ഉള്ളത്. അത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ, അപ്പോ അസോസിയേഷൻ എന്ന് പറയുന്നത് അതുപോലത്തെ ഒരു ഫുള്ളി ഫ്ലെഡ്ജ്ഡ് സ്കൂൾ. അസോസിയേഷൻ എന്ന് പറയുന്നത് ഏതൊരു കാര്യം എന്താണ്, 2 കാര്യങ്ങൾ തമ്മിൽ കൂടി ചേർന്നിട്ട് ഉണ്ടാകുക എന്നുള്ളതിന്റെ ആ ഒരു ഫിലോസഫിക്കൽ ടൈമാണ് അസോസിയേഷൻ. അത് നമ്മൾ എന്താണ് സൈക്കോളജിയിൽ വരുന്ന സമയത്ത് ഇപ്പൊ ലേണിംഗ്, അപ്പൊ ഞാൻ നിങ്ങളോട് പറയാണ്, നിങ്ങൾ ഈ ഒരു കാര്യം പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു 100 രൂപ തരും എന്ന് പറയാണ്. അപ്പൊ അവിടെ നടക്കുന്ന എന്താണ്, 100 രൂപ കിട്ടുക എന്നുള്ളതും അതെന്താണ് പഠിക്കുക എന്നുള്ളതുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക. അപ്പൊ നമ്മൾ അതാണ് അസോസിയേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ലേണിംഗിൽ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്കറിയാം, പാവ്ലോവിന്റെ ക്ലാസിക്കൽ കണ്ടീഷനിങ്, ഒപ്പാരന്റ് കണ്ടീഷനിങ്, ഇതൊക്കെ എന്താണ് 2 കാര്യങ്ങൾ തമ്മിൽ അസോസിയേറ്റ് ചെയ്തിട്ടാണ് വർക്ക് ആവുന്നത്. അത്രേ ഇതുകൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കേണ്ടതുള്ളൂ. പിന്നെ നമ്മൾ തൊണ്ടേക്കിനെ പറയുന്ന സമയത്ത് ഒരുപാട് ലോ ഓഫ് എഫക്റ്റ്, ട്രയൽ ആൻഡ് എറർ, അങ്ങനെ 4-5 ലോസ് ഉണ്ട്. ലോ ഓഫ് എക്സസൈസ്, ആ വക സാധനങ്ങൾ മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് നോക്കി പോയാൽ മതി. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്കസ് ദ അപ്രോച്ചസ് ഓഫ് എനി 2 ലേണിംഗ് തിയറിസ്റ്റ് ഹു ഹാവ് കോൺട്രിബ്യൂട്ടഡ് ടു അസോസിയേഷൻ. ഇവിടെ നിങ്ങൾക്ക് ഇവാൻ പാവ്ലോവ് ക്ലാസിക്കൽ കണ്ടീഷൻ എടുക്കാം, അതുപോലെ തന്നെ BF സ്കിന്നറിന്റെ ഒപ്പാരന്റ് കണ്ടീഷനിങ് എടുക്കാം. ഓക്കെ, അതായത് വളരെ സിമ്പിൾ ആയിട്ടുള്ള 2 സാധനങ്ങൾ തന്നെ നിങ്ങൾക്ക് എടുക്കാം. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾ സെക്കൻഡ് ഇയർ സ്റ്റുഡൻസ് ആണ്, നിങ്ങൾക്ക് അറിയാം ഒപ്പാരന്റ് കണ്ടീഷനിങ് എന്താണ്, അതുപോലെ തന്നെ ക്ലാസിക്കൽ കണ്ടീഷനിങ് നിങ്ങൾക്ക് എന്താണെന്ന് അറിയാം എന്നുള്ള ശുദ്ധാപ്തി വിശ്വാസത്തിലാണ് ഞാനുള്ളത്.
അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് എന്ത് ചെയ്യാം, നിങ്ങൾ ചോദിക്കാം. അപ്പോൾ നെക്സ്റ്റ് യൂണിറ്റിലേക്ക് പോവല്ലേ? എംബരിസത്തിന്റെ കോൺട്രിബ്യൂഷൻസ് അത് ചോദിക്കൂല? എങ്ങനെയായിരുന്നു? കോൺട്രിബ്യൂഷൻസ് ഓഫ് ബ്രിട്ടീഷ് എംബരിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാരെ കുറിച്ചിട്ട് അതായത് എംപിരിസം എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടന്റ് ആണ്. എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് യൂണിറ്റുകളിൽ ആ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് എന്നാണ്. അതായത് ജസ്റ്റ് എംപിരിസ്റ്റുകൾ ആരൊക്കെയാണെന്നുള്ളത് മാത്രം നോക്കിക്കഴിഞ്ഞാൽ മതി. അതിലൊരു ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു സാധനം വരുന്നത് നമ്മളിപ്പോൾ പഠിക്കുന്ന സൈക്കോളജി, അതായത് മോഡേൺ സൈക്കോളജി, അതായത് സ്ട്രക്ചറലിസത്തിന് ശേഷം അല്ലെങ്കിൽ 1879 ലബോറട്ടറിക്ക് ശേഷം വരുന്ന എല്ലാ സൈക്കോളജിസ്റ്റും എംപിരിക്കലായിരിക്കും. അതായത് എംപിരിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബേസിക് സാധനമാണ്. എംപിരിസം, റേഷണലിസം, നേച്ചർ വേഴ്സസ് നർച്ചർ എന്നൊക്കെ പറയുന്ന ഡിബേറ്റുകൾ ബേസിക് സാധനമാണ്. എംപിരിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒബ്സർവബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ കാണാൻ പറ്റുന്നതിൽ നിന്ന് മാത്രമാണ് നോളജ്. നമ്മൾ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ നമ്മളിങ്ങനെ എന്തെങ്കിലും പറയുക റാഷണൽ ആയിട്ടുള്ളതല്ല എന്നുള്ള ആ ഒരു സാധനമാണ്. അപ്പോൾ ബ്രിട്ടീഷ് എംപിരിസ്റ്റുകൾ എന്നുള്ള രീതിയിൽ, അതായത് നമ്മുടെ ടെക്സ്റ്റിൽ പല രീതിയിലായിരിക്കും എന്ത് ചെയ്യാം, കാറ്റഗറി ചെയ്യാം. അപ്പോൾ അതൊരു കാറ്റഗറൈസേഷൻ മാത്രമാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക ആരൊക്കെയാണ് ബ്രിട്ടീഷ് എംപിരിസ്റ്റുകൾ. സ്വാഭാവികമായിട്ടും ഇതിലുള്ള ഒട്ടുമിക്ക പേരും പിന്നെ അതുപോലെ തന്നെ അവരുടെ കോൺട്രിബ്യൂഷൻ നമ്മൾ പഠിക്കുന്നത് കൊണ്ട് തന്നെ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഈ സെയിം ആളുകളെ തന്നെ ബ്രിട്ടീഷ് എംപിരിസ്റ്റുകൾ മാത്രം നിങ്ങൾ ഫിൽട്ടർ ചെയ്തിട്ട് എഴുതുക എന്നുള്ളതാണ്. ഓക്കെ, അത് അതിനായിട്ട് നിങ്ങൾ പഠിക്കണമെന്നില്ല, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്താൽ മതി ആരൊക്കെയാണ് എന്നുള്ളത് നോട്ട് ചെയ്താൽ മതി. ആൻഡ് ഞാൻ പറഞ്ഞു 2 ലേണിംഗ് തിയറിസ്റ്റുകൾ ആരൊക്കെ, ഏതെങ്കിലും 2 ലേണിംഗ്, ഒരുപാട് ലേണിംഗ് ഉണ്ട്. ഇപ്പം എഡ്വാർഡ് ടോൾമാൻ ഉണ്ട്, അതുപോലെ തന്നെ കൊഹ്ലർ ഉണ്ട്, ഇൻസൈറ്റ് ലേണിംഗ്, ലാറ്റൻ ലേണിംഗ്, അങ്ങനെ ഒരുപാട് ലേണിങ്ങുകൾ ഉണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇഷ്ടമുള്ള 2 ആളുകൾ. അതിൽ കുറച്ചും കൂടെ നല്ലത് നമ്മുടെ എന്താണ് ക്ലാസിക്കൽ കണ്ടീഷനിങ്ങും അതുപോലെ തന്നെ ഒപ്പാരന്റ് കണ്ടീഷനിങ് ഒക്കെ എടുക്കുന്നതാണ്. ഇനി യൂണിറ്റ് 4 വരുന്നത് കംപ്ലീറ്റ് സ്ട്രക്ചറലിസത്തെ പറ്റിയാണ്. അപ്പം ഞാൻ പറയുന്നത് നിങ്ങൾ ആ ഒരു യൂണിറ്റ് 4 കംപ്ലീറ്റ് വായിക്കുന്നതിനപ്പുറം നിങ്ങളൊരു 10 മിനിറ്റ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ എന്താണ് സ്ട്രക്ചറലിസം, എന്തൊക്കെയാണെന്നുള്ള അവരുടെ ബേസിക് സാധനങ്ങൾ ജസ്റ്റ് ഒന്ന് ChatGPTയിലോ അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെയെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു ഡാറ്റ മതി നിങ്ങൾക്ക് ഈ ഒരു എക്സാമിലാട്ടോ. നിങ്ങൾ ആസ് എ സൈക്കോളജി സ്റ്റുഡന്റ് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട സാധനങ്ങളാണ്. ഞാൻ നാളെയാണ് എക്സാം എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, അങ്ങനെ കിട്ടുന്ന ആ ഒരു ഡാറ്റ ജസ്റ്റ് നോക്കുക. അതിൽ ഞാൻ പറഞ്ഞല്ലോ ആരൊക്കെയാണ്, എന്തൊക്കെയാണ്, എന്താണ് കോൺട്രിബ്യൂഷൻ, അവരെ ക്രിറ്റിസൈസ് ചെയ്തത് എന്തൊക്കെയാണ്, എന്ത് മെത്തേഡാണ് അവർ യൂസ് ചെയ്തെന്നുള്ള കുറച്ച് സാധനങ്ങൾ. അപ്പൊ ഇൻട്രോസ്പെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ സെൽഫ് ഒബ്സർവ് ചെയ്യുന്നതിനെയാണ് ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയാം. ആ മെത്തേഡായിരുന്നു സ്ട്രക്ചറലിസത്തിൽ യൂസ് ചെയ്തത്. അതിന്റെ ഒരു മേജർ ക്രിറ്റിസം വരുന്നത് അതെന്താണ്, കുറച്ച് സയന്റിഫിക് അല്ല എന്നുള്ളതായിരുന്നു. അതുകൊണ്ടാണ് പിന്നീട് എന്ത് ചെയ്യുന്നത്, ഫങ്ഷണലിസം എന്ന് പറയുന്ന വില്യം ജെയിംസിന്റെ നെക്സ്റ്റ് സ്കൂൾ ഉണ്ടാകുന്നത്. അപ്പം അത് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. പിന്നെ ഞാൻ ഭയങ്കര ഫാസ്റ്റ് ആണ് അല്ലെങ്കിൽ പെട്ടെന്ന് കവർ ചെയ്യുന്നുണ്ടെന്ന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ പറയട്ടോ, അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് അത് മനസ്സിലാവില്ല. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു 4ാമത്തെ യൂണിറ്റിൽ ഈ ഒരു 3 കീവേഡ്, എന്താണ് സ്ട്രക്ചറലിസം, ആരാന്ന് നിങ്ങൾക്കറിയാം. എഡ്വാർഡ് ടിച്ച്നർ ആണ് ഫാദർ ഓഫ് സ്ട്രക്ചറലിസം. അതുപോലെ തന്നെ നമ്മുടെ വില്യം വോണ്ട്. പിന്നെ ഇൻട്രോസ്പെക്ഷൻ, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു സെൻസേഷന്, ഫീലിംഗ്, ഇമേജ്, ഈ സാധനങ്ങളാണ് അതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതിന് മൈൻഡിന് എന്ത് ചെയ്യുക, നമ്മൾ കെമിസ്ട്രിയിൽ നമ്മൾ ബേസിക് എലമെന്റ് ആക്കി പഠിക്കുന്നത് പോലെ മൈൻഡിനെ പഠിക്കാം എന്നുള്ളതാണ് സ്ട്രക്ചറലിസ്റ്റ് സ്കൂളിൽ പറയുന്നത്. അപ്പോൾ ഓക്കെ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ്. ഇനി നിങ്ങൾക്ക് ക്ലാസ് ഭയങ്കര ബോറാണ്, അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ പറയട്ടോ. ഞാൻ നിങ്ങളൊക്കെ എന്താണ്, നാളെ എക്സാം ആണ്, ഇനി സീരിയസ്നെസ് മാത്രം മതി എന്ന് വിചാരിച്ചിട്ട് ഒരു ക്ലാസ്സിന് കയറിയിരിക്കുന്നവരെ പോലെയാണ് ഞാൻ നിങ്ങളെ പെർസീവ് ചെയ്യുന്നത്. ഞാൻ ഷെയർ ചെയ്തിട്ടുള്ള സ്ലൈഡ് ആരെങ്കിലും ഓപ്പൺ ചെയ്തോ? ജസ്റ്റ് ഒന്ന് മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് പറയൂ ആരെങ്കിലും. ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് മനസ്സിലാവുന്നില്ല? എല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് യൂണിറ്റ് പോവാം. നെക്സ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ഫങ്ഷണലിസം ആണ്. സെക്കൻഡ് സ്കൂൾ ഓഫ് സൈക്കോളജി ആണ് ഫങ്ഷണലിസം എന്ന് പറയുന്നത്. ഫങ്ഷണലിസത്തിന്റെ മെയിൻ ആയിട്ട് വരുന്ന കോൺട്രിബ്യൂഷൻസ് എന്ന് പറയുന്നത് മൈൻഡിന്റെ ഫംഗ്ഷനെ കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ്. ഇതിൽ വരുന്ന കോൺട്രിബ്യൂട്ടേഴ്സ് ആരൊക്കെയാണ്? ഒന്ന് വില്യം ജെയിംസ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ വരുന്ന കുറച്ചും കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് ഈ ഫങ്ഷണലിസം ഉണ്ടാവാനുണ്ടായ ഒരു കാരണം കൂടെ എന്ന് പറയുന്നത്. വില്യം ജെയിംസ് ആരാണ്? ചാൾസ് ഡാർവിന്റെ കസിന് കൂടെയാണ്, അതായത് ഫാമിലി റിലേഷൻ കൂടെയാണ്. അപ്പോൾ അതിൽ നിന്നും കൂടെയാണ് ഈ ഒരു ഫങ്ഷണലിസം ഉണ്ടായിട്ടുള്ളത്. അതായത് നമുക്കറിയാം ഡാർവിന്റെ തിയറിയാണ് സർവൈവൽ ഓഫ് ഫിറ്റസ്റ്റ്. അതുപോലെ തന്നെ എൻവിറോൺമെന്റ് എങ്ങനെയാണോ നമ്മളെ ബാധിക്കുന്നത് അതനുസരിച്ചാണ് നമ്മൾ ബിഹേവ് ചെയ്യുക. അപ്പൊ ആ ഒരു സാധനമാണ് യഥാർത്ഥത്തിൽ ഈ ഒരു ഫങ്ഷണലിസത്തെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ഈ ഒരു ഫങ്ഷണലിസം ചെയ്യുന്ന സമയത്ത്
നിങ്ങൾക്ക് ഇൻഫ്ലുവൻസ് ഓഫ് ഡാർവിൻ, നിങ്ങൾക്ക് ആകെ ഒരു പോയിന്റ് അറിയുള്ളൂ. സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ അറിയുള്ളൂ, എക്സ്ട്രാ ഒരു പോയിന്റ് ആയിട്ട് ഡാർവിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെന്ന് അറിയുള്ളൂ. അപ്പൊ നിങ്ങൾ ഒരു വലിയൊരു സെന്റൻസിന്റെ ഇടയിൽ ഒരു മൂലക്കിൽ ഡാർവിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന എഴുതതിലപ്പുറം നിങ്ങളൊരു ഹെഡിങ് ഇടുന്നു, ഇൻഫ്ലുവൻസ് ഓഫ് ഡാർവിൻ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഒരു പേജിന്റെ ഒരു ഹാഫ് സൈസിലൊക്കെ നിങ്ങൾ എഴുതുന്ന സമയത്ത് നോക്കുന്ന ആൾ വിചാരിക്കും അത് ഭയങ്കര എന്താണ്, ഒരുപാട് റെഫർ ഒക്കെ ചെയ്തിട്ട് വന്ന ഒരാളാണ്. അപ്പൊ ആ ഒരു സാധനം കൊണ്ടുവരിക എന്നുള്ളതാണ് നോക്കുന്ന ആളെ ആ ഒരു പെർസീവ് നിങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളൊരു എക്സാമിൽ. അങ്ങനെയാണ് നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഇത്രയാണ് കോൺട്രിബ്യൂഷൻ. പിന്നെ അതിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ആ ഒരു നോട്ടിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്താണ് ഫംഗ്ഷന്, അതിലെ കോൺട്രിബ്യൂഷൻസ്. അതിൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാക്കും, ഷിക്കാഗോ സ്കൂള്, കൊളംബിയ സ്കൂൾ, അങ്ങനെ കുറെ ഡാറ്റ ഉണ്ട്. അതൊന്നും നാളത്തെ എക്സാമിന് നിങ്ങൾ പഠിക്കേണ്ട, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട സാധനങ്ങളാണ്. ജസ്റ്റ് ആരാണ് ഫംഗ്ഷണലിസ്റ്റുകൾ, പിന്നെ അതുപോലെ തന്നെ എന്തായിരുന്നു അവർ തുടങ്ങാനുള്ള കാരണം, എങ്ങനെയാണ് സ്ട്രക്ചറലിസത്തെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുള്ളത്, ആ വക വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ. ഓക്കെ, പിന്നെ ഇത് നിങ്ങളുടെ കഴിവാണ്, നിങ്ങൾ 3 പേജാക്കി വിവരിച്ച് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യന് മേജർ കോൺട്രിബ്യൂഷൻ ഓഫ് സ്കൂൾ ഓഫ് ഫംഗ്ഷണലിസം എന്തൊക്കെയാണ് മേജർ കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ആ ഒരു ക്വസ്റ്റ്യൻ ബേസിൽ മാത്രം, ആ ഒരു കീവേഡ് ബേസിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഫോക്കസ് ചെയ്ത് നോക്കിയാൽ മതി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, സൈക്കോ അനാലിസിസ്. അപ്പോ ഇതിലേക്ക് കടക്കല്ലേ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം. നിങ്ങൾ മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് തന്നെ മാക്സിമം ചോദിക്കാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, പിന്നെ ഇതിന്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നമ്മുടെ റെക്കോർഡഡ് ക്ലാസ്സിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി ആർക്കെങ്കിലും അങ്ങനെ ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അഡ്മിനുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. അതുകൊണ്ടാണ് ഞാൻ അത്ര ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. പിന്നെ ഫ്രോയിഡിനെ നോക്കുന്ന സമയത്ത് അടുത്ത നെക്സ്റ്റ് സ്കൂളാണ് സൈക്കോ അനാലിസിസ് എന്ന് പറയുന്നത്. ഇതിൽ ഒരുപാട് സാധനങ്ങൾ വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് നല്ല സുഖമാണ്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയുന്ന സാധനങ്ങളുടെ പേര്, അതായത് ആ കോൺസെപ്റ്റിന്റെ പേര് തന്നെ നിങ്ങൾ എഴുതി വെക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ജസ്റ്റ് അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് എഴുതുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. 3 പേജ് നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കവർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം, നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം എന്തൊക്കെയായിരുന്നു എന്നുള്ളത്. നമുക്കറിയാം സ്ട്രക്ചർ ഓഫ് പേഴ്സണാലിറ്റിയെ പറ്റി പറഞ്ഞിട്ടുണ്ട്, ഇഡ്, ഈഗോ, സൂപ്പർ ഈഗോ, അതൊരു മെയിൻ സാധനമാണ്. പിന്നെ അതുപോലെ തന്നെ ലെവൽ ഓഫ് കോൺഷ്യസ്നെസ്, അൺകോൺഷ്യസ്നെസ്, സബ് കോൺഷ്യസ്നെസ്, പ്രീ കോൺഷ്യസ്നെസ്, ഈ വക സാധനങ്ങൾ. ഇതൊക്കെ എന്താണെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ പോലും സ്ട്രക്ചർ ഓഫ് പേഴ്സണാലിറ്റി എന്നൊരു ഹെഡിങ് എഴുതാം. പിന്നെ അതെന്താന്ന് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ട് അതിന്റെ അടിയിൽ നെക്സ്റ്റ് സബ് ഹെഡിങ് ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി പറ്റും, ഇത്. ഇത് എന്താണെന്ന് നിങ്ങൾക്ക് എഴുതാം, അതിലൊരു എക്സാമ്പിൾ കൊടുക്കാം. നെക്സ്റ്റ് ഈഗോ. അപ്പൊ ഇതിനൊരു പേജ് നിങ്ങൾക്ക് കവർ ചെയ്യാൻ വേണ്ടി പറ്റും. 3-ാമത്തെ സാധനമാണ് സൈക്കോ സെക്ഷൽ ഡെവലപ്മെന്റ് ഓഫ് ഫ്രോയിഡ്. ഇത് എന്താണ്, ഓറല്, ആനല്, ഫാലിക്, ലെനിറ്റൽ, ജെനിറ്റൽ, ലാറ്റൻസി എന്നൊക്കെ പറയുന്ന ആ വക സാധനങ്ങൾ. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യാം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം. അതിൽ വരുന്ന അതിലൊക്കെ എന്തൊക്കെ ചേഞ്ചസ് ആണ് വരുന്നത്, പിന്നെ അതുപോലെ തന്നെ ഫിക്സേഷൻസ് എന്തൊക്കെയാണ്, ഇത്ര ജസ്റ്റ് നോക്കി വെക്കുക. കാരണം നാളെയാണ് എക്സാം, തീരെ നോക്കാത്തവർക്കാട്ടോ പറയുന്നത്. അപ്പൊ 3 സാധനങ്ങളായി. പിന്നെ അടുത്തതാണ് ഡിഫൻസ് മെക്കാനിസം. ഡിഫൻസ് മെക്കാനിസം എന്താണെന്ന് നോക്കാം. ഒരു 8-9 ഡിഫൻസ് മെക്കാനിസംസ് ഉണ്ട്. ചിലപ്പോൾ ക്വസ്റ്റ്യൻ അങ്ങനെ ചോദിക്കാം. അപ്പൊ ഇതിലൊക്കെ നിങ്ങൾ നോക്കേണ്ട ഒരു സാധനം, ക്വസ്റ്റ്യൻസ് വരുന്നത് എന്താണ്, ഒരു ജനറൽ ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. സൈക്കോ അനാലിസിസ് എന്ന് പറയുന്ന ഒരു ജനറൽ സാധനത്തിന് നിങ്ങൾക്ക് അറിയുന്ന എല്ലാം എഴുതി വെക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പൊ നിങ്ങളൊരു 4 തിയറി പഠിച്ചിട്ടുള്ളൂ എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അത് എഴുതാൻ വേണ്ടി പറ്റും. ഓക്കെ, പിന്നെ ഇതിൽ ഇമ്പോർട്ടന്റ് സാധനമാണ് ഞാനിപ്പോ പറഞ്ഞ 4 മേ ബി ഡിഫൻസ് മെക്കാനിസം സ്പെസിഫൈ ചെയ്ത് ചോദിക്കാം, അല്ലെങ്കിൽ സൈക്കോ ഡെവലപ്മെന്റൽ സ്റ്റേജസ് ചോദിക്കാം. ഓക്കെ, അപ്പൊ അത് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം. ഇത്രയാണ് ഈ ഒരു യൂണിറ്റിലുള്ളത്. പിന്നെ ഒരുപാട് തിയറീസ് ഉണ്ട്. ഇപ്പോൾ നമുക്കറിയാം ലിബിഡോ, സെക്ഷൽ എനർജി, ഡ്രൈവ്, ഇൻസ്റ്റിങ്റ്റീവ്, ഡ്രീം ഇന്റർപ്രിട്ടേഷൻ, ഡ്രീം അനാലിസിസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഫ്രോയിഡിനെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് തിയറീസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. പിന്നെ ഇതിൽ പറയുന്നുണ്ടല്ലേ, ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. ക്രിറ്റിക്കൽ ഇവാലുവേറ്റ്, ഇതൊരു ഇമ്പോർട്ടൻറ്റ് സാധനമാണ്. ഫ്രോയിഡിനെ പഠിക്കുന്ന സമയത്ത് ബാക്കിയുള്ള സ്കൂളുകളെ പഠിക്കുന്നതിലപ്പുറം പഠിക്കേണ്ട ഒരു സാധനമാണ്. എങ്ങനെയാണ് ഫ്രോയിഡിനെ ക്രിട്ടിസൈസ് ചെയ്തത്. നിങ്ങളിപ്പോൾ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം, ആരാണ് സൈക്കോളജിയുടെ ഫാദർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് ആൻസർ പറയാം? ആലേരും ഒരാൾ പറയൂ, ഹു ഈസ് ദ ഫാദർ ഓഫ് സൈക്കോളജി? വില്യം. ഓക്കെ, അപ്പൊ എന്ത് ചെയ്തു, സിഗ്മണ്ട് ഫ്രോയിഡ് എന്നുള്ളൊരു ആൻസർ നിങ്ങൾക്ക് എന്തെങ്കിലും കേൾക്കാൻ വേണ്ടി പറ്റി. അപ്പോ അത് യഥാർത്ഥത്തിൽ നോൺ സൈക്കോളജി ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളുകൾ, അല്ലെങ്കിൽ സൈക്കോളജി ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളുകൾ പോലും പറയുന്ന ഒരു ആൻസർ ആണ് സിഗ്മണ്ട് ഫ്രോയിഡ്. അല്ലെങ്കിൽ ഇന്ന് നമ്മൾ ഒരുപാട് ആർട്ടിക്കിളൊക്കെ വായിക്കുന്ന സമയത്ത് സിഗ്മണ്ട് ഫ്രോയിഡിനെ ഫാദർ ആയിട്ട് പറയുന്ന അങ്ങനെ ഒരു വാദവും അങ്ങനെ ഒരു ഡിബേറ്റും സ്റ്റിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ സൊസൈറ്റിയിലുണ്ട്.
അപ്പൊ അതിന് കാരണം അത്രമേൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഫ്രോയിഡ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷെ എന്തുകൊണ്ട് ഫ്രോയിഡിനെ എപ്പോഴും നമ്മളൊരു മാറ്റി നിർത്താറുണ്ട് അല്ലെ? ഫ്രോയിഡ് ഭയങ്കര സെക്സിസ്റ്റ് ആണെന്നൊക്കെ കാരൻ ഹോണി, ഫെമിനൻ സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള കാരൻ ഹോണി പറയുന്നുണ്ട്. അപ്പൊ അതിനുള്ള കാരണമാണ്, അതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. ക്രിറ്റിക്കലി ഇവാലുവേറ്റ് ഫ്രോയിഡ് സൈക്കോ അനാലിസിസ്. ഫ്രോയിഡിന്റെ സൈക്കോ അനാലിസിനെ ക്രിറ്റിക്കലി ഇവാലുവേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ അങ്ങനെ തന്നെ പഠിക്കണം. അപ്പൊ ഇത് ഞാൻ കുറച്ച് പോയിന്റ്സ് ഞാൻ വളരെ പെട്ടെന്ന് പറയാം, നിങ്ങൾ അത് നോട്ട് ചെയ്ത് വെക്കാം. ഒന്നെന്താണ്, സയന്റിഫിക് നോൺ സയന്റിഫിക് ആയിരുന്നു ഫ്രോയിഡിന്റെ പഠനങ്ങൾ എന്നുള്ളതാണ്. ഫ്രോയിഡ് പറഞ്ഞതൊന്നും സയന്റിഫിക്കലി പ്രൂവ് ചെയ്യാൻ പറ്റുന്നതല്ല. നമ്മൾ നേരത്തെ പറഞ്ഞു നോളജ് എപ്പോഴും എംപിരിക്കൽ ആയിരിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് സൈക്കോളജിയെ സയൻസ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, സയൻസ് സൈക്കോളജി ആവുന്ന എന്താണ് 1979 ലബ്സിക് ജർമ്മനിയിൽ വില്യം വൂണ്ടിന്റെ ലബോറട്ടറി മുതൽക്കാണ് സൈക്കോളജി എന്ത് ചെയ്യുന്നത്, സയൻസ് ആവുന്നത്. അപ്പൊ അതുവരെ സയൻസ് അല്ലായിരുന്നു. അപ്പൊ സയൻസ് ആവണമെന്നുണ്ടെങ്കിൽ എംപിരിക്കൽ ആയിരിക്കണം. അപ്പൊ ഫ്രോയിഡിന്റെ തിയറീസ് ഒന്നും അധികം എംപിരിക്കൽ അല്ല. അതുപോലെ തന്നെ നല്ല മെത്തഡോളജീസ് അല്ല യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം റിസർച്ച് ഒക്കെ പഠിക്കുന്ന സമയത്ത് എങ്ങനെയാണ് നല്ല മെത്തേഡ്സ് എംപിരിക്കൽ ആയിരിക്കണം, അപ്പൊ അതൊന്നും യൂസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ ഫ്രോയിഡിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത് വിയന്നയിലെ ഒരു എന്താണ്, വിയന്ന എന്ന് പറയുന്നത് തന്നെ അന്ന് ഭയങ്കര ക്രൈംസ് ഒക്കെ ഉള്ള ഒരു നാടാണ്. അതുപോലെ തന്നെ അവിടുത്തെ ആ ഒരു കൾച്ചറൊക്കെ ബയാസ് ചെയ്തിട്ടുണ്ട്, അവിടുത്തെ ഒരു മെയിൽ പാട്രിയാർക്കി. അപ്പൊ അങ്ങനെ കുറച്ച് കൾച്ചറൽ കോണ്ടെക്സ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരിക്കലും അങ്ങനെ കിട്ടിയ ഒരു ഡാറ്റ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ജനറലൈസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിലെ കുട്ടികളൊക്കെ ഇങ്ങനെയാണെന്ന് നമ്മൾ പഠനം നടത്തിയിട്ട് നമുക്ക് കിട്ടി. ആ ഒരു ഡാറ്റ വെച്ചിട്ട് നമുക്ക് ഒരിക്കലും ഇന്ത്യയിലെ കുട്ടികളെല്ലാം ഇങ്ങനെയാണെന്ന് ഒരിക്കലും ഇന്റർപ്രറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. കാരണം ഈ ഒരു കേരളം എന്ന് പറയുന്ന ആ ഒരു പോപ്പുലേഷന് ഇന്ത്യനെ മൊത്തം എന്ത് ചെയ്യുന്നില്ല, റെപ്രസെന്റ് ചെയ്യുന്നില്ല. അപ്പൊ നിങ്ങൾ ഇത്ര നോക്കിയാൽ മതി. നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഗൂഗിളിൽ സെർച്ച് ചെയ്യുക, ക്രിറ്റിക്കലി ഇവാലുവേറ്റ് ഫ്രോയിഡ് സൈക്കോ അനാലിസിസ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന കുറച്ച് പോയിന്റ്സ് ഉണ്ട്. നോൺ സയന്റിഫിക് ഡാറ്റയാണ്, ക്ലിയർ മെത്തഡോളജീസ് അല്ലെങ്കിൽ മെത്തേഡ്സ് അല്ല യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഡാറ്റ കളക്ഷൻ അത്ര, കാരണം ഫ്രോയിഡ് എന്തായിരുന്നു, ഒരു ഡോക്ടർ ആയിരുന്നു, ഒരു ഫിസിഷ്യൻ ആയിരുന്നു. അപ്പൊ ഫ്രോയിഡിന്റെ അടുത്തേക്ക് വരുന്ന ആളുകളെ, അതായത് ഫ്രോയിഡിന്റെ അടുത്തേക്ക് ആരാണോ വരുന്നത് അവരെ ട്രീറ്റ് ചെയ്തിട്ട് കിട്ടിയ ഡാറ്റയാണ് ഫ്രോയിഡ് എന്ത് ചെയ്തിട്ടുള്ളത്, ജനറലൈസ് ചെയ്തിട്ടുള്ളത്. യഥാർത്ഥത്തിൽ നിങ്ങളൊരു റിസർച്ചർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പുതിയ തിയറി പ്രൊപ്പോസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അങ്ങോട്ട് പോയിട്ട് ആരാണോ നിങ്ങളുടെ ഡാറ്റയെ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ സാമ്പിളും പോപ്പുലേഷനും എടുത്തിട്ടാണ് നിങ്ങൾ ഡാറ്റ കളക്ട് ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലായിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ ഒരു 4-5 പോയിന്റ്സ് ആണ് മെയിൻ ആയിട്ട് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഫാൽസഫിബിലിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പോയിന്റ്സ് ഉണ്ട്. അത് നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. അതാണ് ഈ ഒരു ക്രിറ്റിക്കലി ഇവാലുവേറ്റ് എന്നുള്ളിടത്ത് വരുന്നത്. പിന്നെ സെക്സിസ്റ്റ് ആയിരുന്നു. നിങ്ങൾക്കറിയാം ഫ്രോയിഡിന്റെ ഒരു തിയറിയാണ് ഈഡിപ്പസ് കോംപ്ലക്സ് ആൻഡ് ഇലക്ട്ര കോംപ്ലക്സ്. എല്ലാവർക്കും അറിയുന്ന ഒരു സാധനമാണ്. ജെനിറ്റൽ പീരിയഡിലാണ് ഇത് വരുന്നത്. ഫ്രോയിഡ് പറയുന്നത് എന്താണ്, ഒരു ബോയ്ക്ക് മദറിനോട് സെക്ഷലി അട്രാക്ട് ഉണ്ടാകും, അതുപോലെ തന്നെ ഒരു ഗേളിന്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ. അതൊന്നും ഒരിക്കലും എന്തല്ല യൂണിവേഴ്സലി പ്രൂവ്ഡ് ഒന്നല്ല, ഫ്രോയിഡ് അങ്ങ് പറഞ്ഞു എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ആ വക കുറച്ച് സാധനങ്ങളുണ്ട്, അതൊന്നും സയന്റിഫിക്കലി നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇതൊക്കെയാണ് ക്രിറ്റിക്കലി നമ്മൾ ഫ്രോയിഡിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അപ്പം അത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഡാറ്റ ഓവർലോഡ് ആയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് കൺഫ്യൂഷൻ ആയോ? ഓക്കെ അല്ലേ? നെക്സ്റ്റ് യൂണിറ്റിലേക്ക് പോട്ടെ. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാം. എല്ലാവർക്കും ക്ലിയർ ആണോ? ഡാറ്റ കംപ്ലീറ്റ്? ഇതിലെ തേർഡ് ക്വസ്റ്റ്യനും നമ്മള് സൈക്കോ അനാലിസിസിനെ കുറിച്ച് തന്നെയൊക്കെയല്ലേ എഴുതേണ്ട? യെസ്. അതായത് എങ്ങനെയാണ് സൈക്കോ അനാലിസിസ്, അതായത് ഒരു സ്കൂൾ ഓഫ് തോട്ട് എന്ന് പറയാൻ പറ്റുന്ന കോലത്തിലേക്ക് എങ്ങനെയാണ് സൈക്കോ അനാലിസിസ് ഉണ്ടായി എന്നുള്ളതിനെ കുറിച്ചാണ് ഇതിൽ വരുന്ന. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈസ്റ്റർ എഴുതാൻ വേണ്ടി പറ്റും. നിങ്ങളുടെ ബുക്കിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതായത് ഫ്രോയിഡും യൂങ്ങും ഒക്കെ കൂടിയിട്ട്, അതായത് എനിക്ക് തോന്നുന്നു യൂങ്ങിന്റെ ആണെന്ന് തോന്നുന്നു, ഒരു പേഷ്യന്റ് ഫ്രോയിഡിന്റെ അടുത്തേക്ക് വരുന്നു. എങ്ങനെ ചികിത്സിച്ചിട്ടും അവർക്ക് മാറുന്നില്ല. അങ്ങനെ അവസാനമാണ് അവരുടെ രോഗം ഫിസിയോളജിക്കൽ രോഗമല്ല, മെന്റൽ പ്രശ്നമാണ്. അങ്ങനെയൊക്കെ അതിൽ നിന്ന് വരുന്നത്. അതായത് ഫ്രോയിഡിന്റെ മെയിൻ സാധനങ്ങൾ വരുന്നത് നമ്മുടെ ചൈൽഡ്ഹുഡില. ഇത് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കണം. നമ്മുടെ ചൈൽഡ്ഹുഡില ഒരുപാട് പ്രശ്നങ്ങൾ, അതായത് കോൺഫ്ലിക്റ്റുകളാണ് പിന്നീട് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ലൈഫിൽ ബാധിക്കുന്നത് എന്നുള്ളതാണ് ഫ്രോയിഡ് പറയുന്ന മെയിൻ സാധനം. അതായത് അൺകോൺഷ്യസ് മൈൻഡിൽ ഉണ്ടാകുന്ന സാധനം. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരാൾക്ക് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അയാളുടെ ചെറുപ്പത്തിൽ ഒരു സെക്ഷൽ അസൾട്ടോ അല്ലെങ്കിൽ ഒരു സെക്ഷൽ ഹറാസ്മെന്റ് ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നീട് അയാളുടെ ഓവറോൾ ലൈഫിൽ അത് എന്ത് ചെയ്യും, അയാളുടെ അൺകോൺഷ്യസ് അത് കിടന്നിട്ട് ആ ഒരു കോൺഫ്ലിക്റ്റ് അയാളെ കംപ്ലീറ്റ് ബാധിക്കും എന്നുള്ള ഒരു സാധനമാണ്. ജീൻ ചാർക്കോട്ടനുമായിട്ടുള്ള റിലേഷനൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. അതുപോലെ തന്നെ ഫ്രോയിഡ് അന്ന് ട്രീറ്റ് ചെയ്ത ഒരു വുമൺ ആയിരുന്നു അന്ന ഓ എന്ന് പറയുന്നത്. ഹിസ്റ്റീരിയ ആയിരുന്നു ഫ്രോയിഡ് അന്ന് എന്ത് ചെയ്തിട്ടുള്ളത്, കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ കുറച്ച് സാധനങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഹിസ്റ്റോറിക്കലി നമ്മൾ നോക്കേണ്ട ഒരു സാധനമാണ്, കംപ്ലീറ്റ് സൈക്കോ അനാലിസിസ്. അപ്പോൾ അത് കംപ്ലീറ്റ് പറയാൻ ടൈമില്ലാത്തത് കൊണ്ടാണ് ഞാനിങ്ങനെ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ ജസ്റ്റ് ഇങ്ങനെ പറയുന്നത്.
അപ്പോൾ ഒന്നൊക്കെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചെങ്കിലും അറിയുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ക്ലാരിറ്റി കിട്ടും. അപ്പം ഏതായാലും നിങ്ങൾ എന്ത് ചെയ്യുക, ലാസ്റ്റ് ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ചോദിക്കാം. ഈ ഡാറ്റാസ് സർ തന്നെ ഷോർട്ട് നോട്ടിലില്ലേ? കംപ്ലീറ്റ് ഡാറ്റാസ് ഷോർട്ട് നോട്ടിലുണ്ട്, അതായത് ലെക്ചർ സ്ലൈഡിലുണ്ട്. നമ്മൾ ക്ലാസ് എടുത്തിട്ടുള്ള ലെക്ചർ സ്ലൈഡിലുണ്ട്. നിങ്ങൾ ജസ്റ്റ് അതൊന്ന് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നിയോ ഫ്ലൂയിഡിയൻ സ്റ്റാർട്ട് ചെയ്യട്ടെ? ഓക്കെ, ഇനി എന്താണ് നിയോ ഫ്ലൂയിഡിയൻസ്? നിയോ ഫ്ലൂയിഡിയൻസ് എന്ന് പറഞ്ഞാൽ ഫ്ലൂയിഡിന് ശേഷം സൈക്കോ അനാലിസിസിൽ ഉണ്ടായിട്ടുള്ള ആളുകളാണ് നമ്മൾ നിയോ ഫ്ലൂയിഡിയൻസ് എന്ന് പറയുന്നത്. അതിലുള്ള ഒരു രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഫ്രോയിഡിന്റെ മകളടക്കമുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ആളുകളുണ്ട്. അതിൽ ഒട്ടുമിക്ക ആളുകളും ഫ്രോയിഡിനെ എന്ത് ചെയ്തിട്ടുണ്ട്, ക്രിറ്റിസൈസ് ചെയ്യാനുള്ളത്. അപ്പൊ ആ വക കുറച്ച് സാധനങ്ങളാണ്. അതിൽ ഒരുപാട് സുള്ളിവന്, അഡ്ലർ, യൂങ്, കാരൻ ഹോണി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന 2-3 ആളുകൾ, ഒന്ന് അഡ്ലർ ആണ്, അതുപോലെ തന്നെ രണ്ടാമത്തത് യൂങ് ആണ്, കാൾ യൂങ്. ഓക്കെ, അപ്പൊ ഇവരുടെ ഒരു 2-3 തിയറീസ്, മെയിൻ ആയിട്ടുള്ള തിയറീസ് മാത്രം നിങ്ങൾ നോക്കി പോയാൽ തന്നെ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് എക്സാമിൽ എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ വേണ്ടി പറ്റും. അതിൽ വരുന്നത് ഒന്നാമത്തെ വരുന്നത് അഡ്ലർ ആണ്. അഡ്ലർ പ്രൊപ്പോസ് ചെയ്തിട്ടുള്ള സാധനമാണ് ഇൻഫീരിയോറിറ്റി, അതുപോലെ തന്നെ സുപ്പീരിയോറിറ്റി എന്ന് പറയുന്നത്. ഈ ഇൻഫീരിയോറിറ്റി, സുപ്പീരിയോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തെ, നമ്മുടെ ഡ്രൈവ്. ഇപ്പോൾ ഒരു സാധനം കൂടെ ഞാൻ പറയാം. ഫ്രോയിഡ് പറഞ്ഞിട്ടുള്ളത് നമ്മളെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഡ്രൈവ് എന്ന് പറയുന്നത് സെക്ഷൽ എനർജിയാണ്. അതായത് സെക്സ് ചെയ്യണം എന്നുള്ളതാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ സാധാരണ ആ മൈക്ക് ഒന്ന് അൺമ്യൂട്ട് ചെയ്യോ? നമ്മൾ സാധാരണ കവിതകളിലൊക്കെ കാണാറുണ്ട്, ഒരു മനുഷ്യൻ എന്താണ്, വിശപ്പാണ് മുന്നോട്ട് നയിക്കുന്നത്. ആ വക ഒരു സാധനമാണ് ഫ്രോയിഡ് പറഞ്ഞത് സെക്ഷൽ. അതിന് ഫ്രോയിഡ് ഉപയോഗിച്ചിട്ട് ലിബിഡോ എന്നുള്ളതാണ് സെക്ഷൽ എനർജി. അതാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് എന്നായിരുന്നു ഫ്രോയിഡ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അഡ്ലർ പറയുന്നത് ഇൻഫീരിയോറിറ്റി ആൻഡ് സുപ്പീരിയോറിറ്റി, അതായത് സ്ട്രൈവിങ് ഫോർ സുപ്പീരിയോറിറ്റി. ഇപ്പൊ ഞാൻ പറയാണ്, നിങ്ങൾ ഇപ്പൊ എന്താണ്, നിങ്ങളുടെ ഒരു കൂട്ടുകാരൻ എന്താണ്, അയാളൊരു ഡോക്ടറായി. അപ്പൊ നിങ്ങളൊരു ഡോക്ടറല്ല, അപ്പൊ നിങ്ങൾക്ക് ഉണ്ടാകും എനിക്ക് അതുപോലെ ആവാൻ പറ്റില്ല എന്നുള്ള ഒരു ഇൻഫീരിയോറിറ്റി ഉണ്ടാകും, അല്ലെ? ഇൻഫീരിയോറിറ്റിയാണ് നമ്മളെല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, സ്ട്രൈവിങ് ഫോർ സുപ്പീരിയോറിറ്റി. എനിക്കും സൂപ്പർ ആവണം, അല്ലെങ്കിൽ എനിക്കും അടിപൊളിയാകണം, എനിക്ക് അവനേക്കാൾ ഉഷാറാവണം. ആ ഒരു സാധനമാണ് നമ്മളെ ജീവിപ്പിക്കുന്നത്. നിങ്ങൾ ആലോചിച്ചൊക്കെ, എനിക്ക് എങ്ങനെ ആയാലും മതി, കുഴപ്പമില്ല എന്നുള്ള ഒരാളാണെങ്കിലോ അയാൾക്ക് ഒരു ഗ്രോത്ത് ഉണ്ടാവില്ല, ഒരു ഡെവലപ്മെന്റ് ഉണ്ടാവില്ല. അപ്പൊ ഈ ഒരു സാധനമാണ് അഡ്ലർ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇൻഫീരിയോറിറ്റി ആൻഡ് സുപ്പീരിയോറിറ്റി, അതായത് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടാവുക, അതുപോലെ തന്നെ സ്ട്രൈവിംഗ് ഫോർ സുപ്പീരിയോറിറ്റി, സുപ്പീരിയർ ആവണം എന്നുള്ള ആ ഒരു സാധനമാണ് നമ്മുടെ ലൈഫിലുള്ള സെൻട്രൽ ഫോഴ്സ്. ഓക്കെ, അതാണ് ഒരു എക്സാക്ട് വേർഡ്. നമ്മളെ ജീവിതത്തെ നയിക്കുന്ന ഒരു സെൻട്രൽ ഫോഴ്സ്. യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലൊക്കെ. എന്താണ്, ഇപ്പൊ നമ്മള് ഇൻഫീരിയോറിറ്റി, നമുക്ക് എല്ലാവർക്കും ഇൻഫീരിയോറിറ്റി ഉണ്ടാവും. ചില ആളുകൾ അത് ഡിപ്രഷനിലേക്കും ആങ്സൈറ്റിയിലേക്കും സ്ട്രെസ്സിലേക്കൊക്കെ നയിക്കും. ചില ആളുകൾ അതിനൊരു കൺവേർട്ട് ചെയ്യും, ഒരു എനർജി ആയിട്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു മെലിഞ്ഞ ഒരാളെ കാണുന്ന സമയത്ത് ഒരു കല്യാണപ്പേരയിൽ അയാൾ പോയി. അപ്പോൾ അവിടുന്ന് അയാളോട് പറയാണ്, നിങ്ങൾ ഭയങ്കര മെലിഞ്ഞിട്ടുള്ള ആളാണ്. അപ്പോൾ അയാൾക്ക് സ്വാഭാവികമായിട്ടും ഒരു ഇൻഫീരിയോറിറ്റി വരും. അയാൾ ആ ഒരു ഇൻഫീരിയോറിറ്റിയെ സ്ട്രെസ്സാക്കി മാറ്റി അയാളത് സ്ട്രെസ് അടിച്ചിരിക്കുന്ന ആളുകളുണ്ടാകും. ഞാൻ നാളെ തന്നെ ഇതിന് മറുപടി പറയണം എന്ന് പറഞ്ഞിട്ട് സുപ്പീരിയോറിറ്റി ആക്കിയിട്ട് എനിക്ക് സുപ്പീരിയർ ആവണം എന്ന് പറഞ്ഞിട്ട് ജിമ്മിലൊക്കെ പോയി റെഡിയാക്കുന്ന ആ ഒരു 2 ടൈപ്പ് ഓഫ് സാധനമാണ് ആ ഒരു ഇത്. ഇതിൽ വരുന്ന നെക്സ്റ്റ് സാധനമാണ് ബർത്ത് ഓർഡർ തിയറി എന്ന് പറയുന്നത്. അഡ്ലർ പറഞ്ഞിട്ടുള്ള ഒരു സാധനമാണ് ബർത്ത് ഓർഡർ തിയറി. ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് നോക്കണം, മസ്റ്റായിട്ട് നോട്ട് ചെയ്ത് നോക്കണം. ഞാനിപ്പോൾ പറയുന്ന സാധനങ്ങൾ അങ്ങനെ അത് ജസ്റ്റ് നിങ്ങൾ നോട്ട് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ വേണ്ടി പറ്റും, ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. ഈ ബർത്ത് ഓർഡറിൽ വരുന്നത് 4 ബർത്ത് ആണ്. ഫസ്റ്റ് ചൈൽഡ്, അതുപോലെ തന്നെ ലാസ്റ്റ് ചൈൽഡ്, മിഡിൽ ചൈൽഡ്, ഒൺലി ചൈൽഡ്. അതായത് ഈ 4 ടൈപ്പിലാണല്ലോ കുട്ടികൾ ജനിക്കും. ഒന്നുകിൽ ഒരു കുട്ടി എന്ത് ചെയ്യും, ഫസ്റ്റ് ചൈൽഡ് ആയിരിക്കും, ആദ്യത്തെ കുട്ടി. അല്ലാന്നുണ്ടെങ്കിൽ നടുവിലുണ്ടായ ഒരു കുട്ടിയായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ചൈൽഡ്. പിന്നെ അതുപോലെ തന്നെ ഒരു വീട്ടിൽ എന്താണ്, ഒരു കുട്ടി മാത്രമേ ജനിച്ചിട്ടുള്ളൂ. അപ്പൊ പറഞ്ഞു വരുന്നത്, ഇങ്ങനത്തെ ആളുകൾക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ട്രൈറ്റ്സ് ഉണ്ട്, ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ അത് ഓരോന്നും ഡിഫറെന്റ് ആണ്. ഇപ്പം ഫസ്റ്റ് കുട്ടി എന്ന് പറയുന്നത് എന്താണ്, ഭയങ്കര റൂളിംഗ് ടൈപ്പ് ആയിരിക്കും, അല്ലെങ്കിൽ ഭയങ്കര ഡോമിനന്റ് ആയിരിക്കും, നല്ല ലീഡർഷിപ്പ് സ്കിൽ ഉണ്ടാകും, അങ്ങനെ ഒരുപാട് സാധനം, ഭയങ്കര സോഷ്യൽ ആയിരിക്കും. അങ്ങനെ ഓരോന്നിനും കുറെ സാധനങ്ങളുണ്ട്. അത് എന്താണെന്ന് നിങ്ങൾ ജസ്റ്റ് സ്പെസിഫൈ ചെയ്തിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് ഗൂഗിൾ ഒന്ന് നോക്കുക, അല്ലെങ്കിൽ ടെക്സ്റ്റിൽ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ കിട്ടും. അപ്പോൾ അത് 4 എന്താണ് ഡിഫറൻസ് ആണ്. ഇപ്പോൾ ഒൺലി ചൈൽഡ്, ഒരു കുട്ടി ഒറ്റയ്ക്കുള്ള ഒരു വീട് എന്നുള്ള കുട്ടി സ്വാഭാവികമായിട്ട് നമുക്കറിയാം ഭയങ്കര എന്തെയും വീട്ടിൽ എപ്പോഴും ഒരു ഹോം സിക്ക് അടിക്കുന്ന കുട്ടിയായിരിക്കും, അധികം പുറത്തു പോകില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനത്തെ കുട്ടിക്ക് ലീഡർഷിപ്പ് സ്കില്ല് കുറവായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കുട്ടി എന്താണ്, പ്രോബ്ലംസ് സോൾവിങ് സ്കില്ല് കുറവായിരിക്കും. ആ വക നമുക്ക് തന്നെ അറിയാലോ. അപ്പൊ നിങ്ങളെ കൂട്ടത്തിൽ തന്നെ ഇതിൽ ഈ 4 ഏതെങ്കിലും ഒന്നായിരിക്കും. അപ്പൊ ഞാൻ എന്താണ്, ഫസ്റ്റ് ബോൺ ആണ്. അപ്പോൾ എനിക്ക് അതിന്റെ ഒരു ക്വാളിറ്റി ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അങ്ങനെ ഓരോ ടൈപ്പ് ഓഫ് ആളുകൾ ഉണ്ടാകും. ഇപ്പൊ ഇതിൽ പറയുന്നത് ഫസ്റ്റ് ബോൺ ആണ്
അടിപൊളി എന്നല്ല, ബട്ട് ലീഡർഷിപ്പ് സ്കില്ല് അങ്ങനെ ഒരുപാട് സ്കില്ല് ഉണ്ട് എന്ന് പറയുന്നത്. ഇതൊക്കെ തിയറി ആയിട്ടോ. ചിലപ്പം നമ്മുടെ എൻവിറോൺമെന്റ്, നമ്മുടെ വീട്ടിലെ സാഹചര്യങ്ങൾ, നമ്മുടെ ഫാമിലി, ഇതൊക്കെ നമ്മൾ അതിനെന്ത് ചെയ്യും, ബാധിക്കും. ഓക്കെ, അപ്പം ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇതിൽ ആരെങ്കിലും ഒള്ളി ചൈൽഡ് ആരെങ്കിലും ഉണ്ടോ? ഏട്ടനും അനിയനൊന്നും ഇല്ലാത്ത ആരെങ്കിലും? ഓക്കെ, അപ്പൊ ഇല്ലാന്ന് വിചാരിക്കുന്നു. ആൻഡ് നെക്സ്റ്റ് വരുന്നത് കമ്മ്യൂണിറ്റി ഫീലിംഗ് എന്ന് പറയുന്ന ഒരു സാധനമാണ് ആഡ്ലർ പ്രൊപ്പോസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് എന്താണ്, എപ്പോഴും ഒരു സോഷ്യൽ ഫീലിംഗ് ഉണ്ടാകും എന്നുള്ളതാണ്. എപ്പോഴും നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്. നമുക്ക് ഒറ്റപ്പെടണം എന്നതിലല്ല നമുക്ക് ആഗ്രഹം. നമുക്ക് എന്താണ്, എപ്പോഴും കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടാവണം, നല്ല ബന്ധുക്കൾ ഉണ്ടാവണം, അതാണല്ലോ നമ്മുടെ ഒരു ആഗ്രഹം. അപ്പൊ അങ്ങനെ ഒരു സാധനം നമുക്ക് ഉണ്ട് എന്നുള്ളതാണ് കമ്മ്യൂണിറ്റി ഫീലിംഗ്. നെക്സ്റ്റ് ഒരു സാധനം ആഡ്ലർ ഫോക്കസ് ചെയ്തിട്ടുള്ളത് ലൈഫ് സ്റ്റൈൽസ് ആണ്. അപ്പോൾ നിങ്ങൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത്, ഞാൻ വീണ്ടും പറയുന്നു, ഇൻഫീരിയോറിറ്റി ആൻഡ് സുപ്പീരിയോറിറ്റി, ബർത്ത് ഓർഡർ തിയറി ആൻഡ് ലൈഫ് സ്റ്റൈൽ. ലൈഫ് സ്റ്റൈലിൽ 4 സ്റ്റൈലാണുള്ളത്. ഈ 4 സ്റ്റൈൽ നിങ്ങൾ പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും ജസ്റ്റ് അതിന്റെ പേരെങ്കിലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കാം. ഇത് സൈഡ് ഹെഡിങ് ആയിട്ട് എഴുതിയിട്ട് നിങ്ങൾ കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കറക്കി എഴുതിയാൽ മതി. ഓക്കെ, ഇതിൽ വരുന്നത് റൂളിംഗ് ടൈപ്പ്, ഗെറ്റിംഗ് ടൈപ്പ്, അവോയ്ഡിങ് ടൈപ്പ്, സോഷ്യൽ ടൈപ്പ്, 4 ടൈപ്സ് ആണുള്ളത്. റൂളിംഗ് ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇപ്പൊ നമ്മളെ കൂട്ടത്തിലൊക്കെ എല്ലാവരും ഈ 4 ഏതെങ്കിലും ഒന്നിൽ പെടും. റോളിംഗ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാവരെയും റൂൾ ചെയ്യണം, ലൈക്ക് ഒരു ഡോമിനന്റ് ആയിട്ടുള്ള ഒരു ഫിഗർ ആയിരിക്കും. അതുപോലെ തന്നെ ഗെറ്റിംഗ് ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ആളുകൾ ഇങ്ങനെ ഗെറ്റ് ചെയ്യണം, അതായത് ആളുകളെ കിട്ടിക്കൊണ്ടിരിക്കണം, അതായത് ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ആളുകളായിരിക്കും. എവിടെ പോവുകയാണെങ്കിലും എന്തെടുക്കുകയാണെങ്കിലും, ഇപ്പോൾ സ്വന്തമായിട്ട് അഭിപ്രായം ഉണ്ടല്ലോ, നമ്മൾ ഒരു ഡ്രസ്സ് പർച്ചേസ് ചെയ്യാനൊക്കെ ഷോപ്പിങ്ങിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളോട് ഇത് അടിപൊളിയാണോ എനിക്ക്, അപ്പൊ സ്വന്തമായിട്ട് അവർക്ക് എന്തില്ല, ഒരു തീരുമാനമില്ലാത്ത ടൈപ്പ് ഓഫ് ടീം. നെക്സ്റ്റ് അവോയ്ഡിങ് ടൈപ്പ് ആണ്. എല്ലായിടത്തും എന്ത് ചെയ്യുക, എല്ലാവരും അവോയ്ഡ് ചെയ്യുക, എല്ലാ പരിപാടിക്കും ഒറ്റയ്ക്ക് പോവുക, എല്ലാം ഒറ്റയ്ക്ക് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ആളുകളുണ്ട്. ലാസ്റ്റ് എന്ന് പറയുന്നത് സോഷ്യലി ആണ്. ഭയങ്കര കമ്മ്യൂണിറ്റി, എപ്പോഴും ഫോക്കസ് ചെയ്യുന്ന, കമ്മ്യൂണിറ്റി ഒക്കെ കീപ്പ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് സാധനമാണ്. അപ്പൊ നമ്മൾ ആഡ്ലറിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 4 തിയറീസ് നമ്മൾ പറഞ്ഞു. ഇനി നെക്സ്റ്റ് വരുന്നത് യൂങ് ആണ്. യൂങ്ങിന്റെ തിയറീസ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് വരുന്നത് കളക്റ്റീവ് അൺകോൺഷ്യസ് എന്ന് പറയുന്നതാണ്. അതായത് ഫ്രോയിഡ് പറഞ്ഞിട്ടുണ്ട് എന്ത്, ഇൻഡിവിജ്വൽ അൺകോൺഷ്യസ്. അപ്പോൾ അതിന് യൂങ് പറയുന്നത് ഇൻഡിവിജ്വൽ അൺകോൺഷ്യസ് മാത്രമല്ല, കളക്റ്റീവ് അൺകോൺഷ്യസ് ഉണ്ട്. ചോദിച്ചു കഴിഞ്ഞാൽ അത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാവർക്കും യൂണിവേഴ്സലി എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാവരുടെ ഉള്ളിലും കളക്റ്റീവ് ആയിട്ടുള്ള ഒരു അൺകോൺഷ്യസ് സാധനം ഉണ്ടെന്നാണ് യൂങ് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇതൊന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ള ടൈമില്ല, ബട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. അതായത് ഇപ്പോൾ ഒരാളുടെ ലൈഫിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ചെറുപ്പത്തിൽ അയാളുടെ ഫാമിലി ഫുൾ പ്രശ്നമാണ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം, അല്ലെങ്കിൽ എന്തെങ്കിലും സെക്ഷൽ പ്രശ്നങ്ങളൊക്കെ നേരിട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു എക്സ്പ്ലോയിറ്റേഷൻ ഒക്കെ നേരിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അത് അയാളുടെ ഇൻഡിവിജ്വലി അയാളുടെ ഉള്ളിലുള്ള അൺകോൺഷ്യസ് ആയിട്ടുള്ള ഒരു സാധനമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കതില്ല. ഓക്കെ, അത് അയാൾക്കുള്ളതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അയാളുടെ ലൈഫ് ലോങ് ആയിട്ട് ആ ഒരു പ്രശ്നം അയാൾ അലട്ടിക്കൊണ്ടിരിക്കുമെന്നാണ് ഫ്രോയിഡ് പറഞ്ഞത്. ഇനി യൂങ് പറയുന്നത് കളക്റ്റീവായിട്ട് നമുക്ക് എല്ലാവർക്കും അങ്ങനെ ചില സാധനങ്ങളുണ്ട്. അതായത് യൂണിവേഴ്സലി ലോകത്തുള്ള എല്ലാ ആളുകൾക്കും കളക്റ്റീവായിട്ട് അൺകോൺഷ്യസിൽ ചില സാധനങ്ങളുണ്ട് എന്നുള്ളതാണ് യൂങ് പറയുന്നത്. അപ്പൊ അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര രസകരമായിട്ട് ചിലപ്പോൾ അങ്ങനെ ഉണ്ടോ എന്നൊക്കെ തോന്നിപ്പോകും. അപ്പൊ അതിന് യൂങ് തന്നെ ഒരു കഥ പറയുന്നുണ്ട്. അതായത് യൂങ് ഒരു യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു പെയിന്റിങ് കാണാണ്, പെയിന്റിങ് ഓർ ഒരു സ്റ്റാറ്റ്യൂറ്റ് ഉണ്ടാക്കിയത് കാണാണ്. അപ്പൊ അതിലൊരു മിസ്റ്റേക്ക് ഉണ്ട്. പിന്നെ മറ്റൊരു സ്ഥലത്ത് യാത്ര പോകുന്ന സമയത്ത് ഈ സെയിം മിസ്റ്റേക്ക് അയാളും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ കളക്റ്റീവ്ലി അങ്ങനെ ഒരു മിസ്റ്റേക്ക് ഉണ്ടാക്കാനുള്ള ഒരു സാധനം നമ്മുടെ ഉള്ളിലുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് ജസ്റ്റ് ഉദ്ദേശിക്കുന്നത്. അപ്പം നിങ്ങൾ എന്തായാലും കളക്റ്റീവ് അൺകോൺഷ്യസ് എടുക്കുക, പിന്നെ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നെക്സ്റ്റ് ഒരു സാധനം ആർക്കിടൈപ്സ് ആണ്. യൂങ് പ്രൊപ്പോസ് ചെയ്തിട്ടുള്ള ആർക്കിടൈപ്സ് ആണ്. ആർക്കിടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ 4-5 ആർക്കിടൈപ്സ് ആണ് ഉള്ളത്. ആനിമസ്, പിന്നെ അതുപോലെ തന്നെ പേഴ്സോണ, ഷാഡോ, സെൽഫ് എന്നൊക്കെ പറയുന്ന. പേഴ്സോണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പേഴ്സണാലിറ്റി. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ ഞാൻ പറയാണ് എന്റെ പേഴ്സണാലിറ്റി ഇതാണ്, അല്ലെങ്കിൽ ഞാൻ മറ്റൊരാളെ പറ്റി പറയാണ് നിങ്ങളുടെ പേഴ്സണാലിറ്റി ഇതാണ്. എന്താണ് ഞാൻ ഈ പറയുന്ന പേഴ്സണാലിറ്റി? ഞാനൊരു ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. നമ്മൾ ആളുകളുടെ മുമ്പിലുള്ള നമ്മളും ഒറ്റയ്ക്കുള്ള നമ്മളും സെയിം ആണോ? ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? പീപ്പിൾസ് കാണുന്ന ഞാനും സൊസൈറ്റി കാണുന്ന ഞാനും ഒറ്റയ്ക്കുള്ള, അല്ലെങ്കിൽ എന്താണ് ഞാനും ലൈക്ക് എന്റെ സെൽഫും സെയിം ആണെന്ന് പറയാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ? സെയിം ആയിരിക്കൂല. നമ്മള് പുറത്ത് ഉള്ളില് പറയുന്നതിനല്ലേ പേഴ്സണാലിറ്റി, മറ്റേത് നമ്മുടെ ക്യാരക്ടർ ഒക്കെ മാറൂലേ?
യെസ്, അതാണ് ഈ പേഴ്സോണ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത്. അതായത് പേഴ്സണാലിറ്റി എന്നല്ല കേട്ടോ, പേഴ്സോണ എന്നാണ് ഇതിന്റെ പേര്. നിങ്ങൾ ആ ഒരു നോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. പേഴ്സോണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മാസ്ക് എന്നാണ് പേഴ്സോണയെ പറ്റി പറയുന്നത്. അതായത് നമ്മുടെ ഒരു റിയാലിറ്റി ഉണ്ടാകും, നമ്മുടെ ഒരു പേഴ്സണാലിറ്റി ഉണ്ടാകും. ചിലപ്പോൾ അതൊരു വേണ്ടാത്ത പേഴ്സണാലിറ്റി ആയിരിക്കും. അത് തിരിച്ചറിഞ്ഞ ഒരാൾ എന്ത് ചെയ്യും, സൊസൈറ്റിയിൽ എന്ത് ചെയ്യും, കുറച്ചും കൂടെ മോഡിഫൈ ചെയ്തിട്ട് ഇംപ്രഷനൊക്കെ മാനേജ് ചെയ്തിട്ട് ബാക്കിയുള്ളവരുടെ ബിഹേവിയറിനൊക്കെ മാനിപ്പുലേറ്റ് ചെയ്തിട്ടായിരിക്കും അയാൾ ഡിസ്പ്ലേ ചെയ്യുക. അതിനാണ് ഈ പേഴ്സോണ എന്ന് പറയുന്ന ഒരു ആർക്കിടൈപ്പ്. മനസ്സിലായിട്ടുണ്ട് വിചാരിക്കുന്നു. പിന്നെ ഞാൻ വീണ്ടും ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഭയങ്കര ഓവർലോഡായിട്ട് ഞാൻ ഡാറ്റ പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഭയങ്കര ഫാസ്റ്റ് ആണ്, അല്ലെങ്കിൽ ബോറടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണം. കാരണം അത്രയും ടോപ്പിക്സ് കവർ ചെയ്യാനുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ഒറ്റ ദിവസം കൊണ്ട് കംപ്ലീറ്റ് ഈ ഒരു മെറ്റീരിയൽ നമ്മൾ കവർ ചെയ്യണം. അപ്പൊ അതുകൊണ്ടാണ്. ഓക്കെ, നെക്സ്റ്റ് ഷാഡോ എന്ന് പറയുന്നതാണ്. ഷാഡോ എന്ന് പറഞ്ഞാൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ്. ഏതൊരു മനുഷ്യനും ഷാഡോ എന്ന് പറയുന്ന ഒരു ആർക്കിടൈപ്പ് ഉണ്ടാവും. അതായത് ഹിഡൻ ആയിട്ടുള്ള, ഡാർക്ക് ആയിട്ടുള്ള, ഹിഡൻ ആയിട്ടുള്ള. അപ്പം നമുക്ക് അങ്ങനെ കുറെ ആഗ്രഹങ്ങൾ ഉണ്ടാവും, അതുപോലെ തന്നെ കുറെ സ്വഭാവങ്ങൾ ഉണ്ടാവും പുറത്ത് ആർക്കും അറിയാത്ത. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പുറത്ത് കാണുന്ന ആ ഒരു സാധനം കൊണ്ട് ഒരാളെ നമ്മൾ എന്ത് ചെയ്യരുത്, വിലയിരുത്തരുത് അല്ലെങ്കിൽ മനസ്സിലാക്കരുത് എന്നൊക്കെ പറയുന്ന ആ ഒരു സാധനമാണ്. ഇത്രയാണ് ഇതിൽ മെയിൻ ആയിട്ട് വരുന്നത്, യൂങ്ങിന്റെ ഇതിൽ വരുന്നത്. നെക്സ്റ്റ് യൂങ്ങിന്റെ ഒരു സാധനം ഇൻട്രോവേർഷൻ, എക്സ്ട്രോവേർഷൻ എന്നുള്ളതാണ്. ഇത് എല്ലാവർക്കും അറിയുന്ന സാധനമാണ്, ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അപ്പൊ ഞാൻ വീണ്ടും പറയുന്നു, യൂങ്ങിന്റെ 3 സാധനങ്ങളാണ്. ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ എന്തൊക്കെയാണ് നമ്മൾ യൂങ്ങിൽ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത്? ഞാൻ പേര് വിളിക്കട്ടെ. നിങ്ങൾ ക്ലാസ് കേൾക്കുന്നതോടൊപ്പം നോട്ട് ചെയ്തുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഹലോ, ആരെയിലൊക്കെ പറയൂ, യൂങ്ങും അല്ലെങ്കിൽ അറ്റ്ലറിന്റെ ആയത് മതി. നിങ്ങളിപ്പോ ഈ ക്ലാസ് കേൾക്കുന്ന ഒരു കഥ മനസ്സിലാക്കുന്ന പോലെ നിങ്ങൾ മനസ്സിലാക്കാം, മൈൻഡിലേക്ക് കയറ്റത് എഴുതി വെച്ചിട്ട് പിന്നീട് പഠിക്കണ്ട. നിങ്ങൾ ഇപ്പൊ തന്നെ എന്ത് ചെയ്യാം, മൈൻഡിലേക്ക് എന്ത് ചെയ്യാം, കയറ്റി വെക്കാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് എക്സാം എഴുതാൻ വേണ്ടി പറ്റും. പിന്നെ ഇങ്ങനെ എക്സാം എഴുതുന്ന സമയത്തായിരിക്കും അങ്ങനെ പറഞ്ഞല്ലോ എന്നൊക്കെ ഒരു സാധനം ഓർമ്മ വരും. ഓക്കെ, അപ്പൊ ഓക്കെ അല്ലേ? നമുക്ക് നെക്സ്റ്റ്. ഓൾമോസ്റ്റ് 8:30 ആർക്കെങ്കിലും വിശക്കുന്നുണ്ടോ? ആരെങ്കിലൊക്കെ ഒന്ന് പ്രതികരിക്കടോ. ഞാനിങ്ങനെ പറഞ്ഞിട്ട് എനിക്ക് തൊണ്ടൊക്കെ വേദന ആവുന്നുണ്ട്. CID മൂസ് പ്രതികരിച്ചു. പിന്നെ ആരാള്? വിശക്കുന്നില്ല അല്ലേ? ഓക്കെ, വിശക്കണമൊന്നുമില്ല. നാളത്തെ പരീക്ഷ എങ്ങനെ എഴുതുന്ന ആലോചിച്ചിട്ട് വിശപ്പൊക്കെ പോയിണ്ട്. പറഞ്ഞോളൂ. ഓക്കെ, ഫുൾ സപ്പോർട്ടാണ്. നിങ്ങൾ പറയൂ. അല്ല, ഞാൻ നിങ്ങളോട് ഒരു ജെന്യുവൻ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കും. ഞാനിപ്പോ ഒരു AI യൂണിറ്റ് നമ്മൾ കവർ ചെയ്തു. നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടായോ? ഒരു ഐഡിയ കിട്ടിയോ നിങ്ങൾക്ക്? എനിക്ക് അറിയില്ല നിങ്ങൾ ഏത് ടൈപ്പ് ഓഫ് ആളുകളാണ്. നിങ്ങൾ തീരെ അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയാം. നിങ്ങൾ കുറച്ച് അറിയുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഒരു സ്ട്രാറ്റജിക്കലി പറയാം. ഒരു എന്തൊക്കെയാണ് ഒരു സ്ട്രാറ്റജി പറയാം. ഇങ്ങനെ പോയാൽ മതി സാർ, ഇതുപോലെ പോയാൽ മതി. നാളേക്ക് പഠിക്കാന് ഒരു മൂടുണ്ട്. ഇപ്പൊ എന്താ പഠിക്കേണ്ടത് മനസ്സിലായി. ഓക്കെ, ഇതാണ് നമുക്ക് ലാസ്റ്റ് കിട്ടുന്ന ഒരു എനർജി ഉണ്ട്. നിങ്ങൾ ആലോചിക്കുക, ഏതൊരു എക്സാമും നമുക്ക് ആ ഒരു ലാസ്റ്റ് മൊമെന്റിൽ കിട്ടുന്ന ഒരു എനർജി ഉണ്ട്. ആ എനർജിയിൽ നമ്മൾ ഭയങ്കരമായിട്ട് എന്ത് ചെയ്യും, ഗെയിൻ ചെയ്യും. ആ ഒരു എനർജി, ആ ഒരു ലാസ്റ്റ് മൊമെന്റിലെ എനർജി നമ്മൾ ഒരു മാസമൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വല്ല കളക്ടറോ അങ്ങനെ ആരെയൊക്കെ ആവാം അല്ലെ? അത്രയും ഒരു എനർജി കിട്ടുന്ന ടൈമാണ് ലാസ്റ്റ് ടൈമിൽ ഒരു എനർജി. അപ്പൊ അത് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് നെക്സ്റ്റ്, അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം, നെക്സ്റ്റ് യൂണിറ്റിലേക്ക് പോവാം. നെക്സ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ബിഹേവിയറിസം ആണ്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഈ ഒരു പേപ്പറിനെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഫേസ് ചെയ്യേണ്ടത് ഒരു സ്ട്രക്ചറൈസ്ഡ് ചെയ്തിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഫേസ് ചെയ്യേണ്ടത്. ലൈക്ക് എന്താണ് സ്ട്രക്ചറലിസം, ഫങ്ഷണലിസം, ബിഹേവിയറിസം, സൈക്കോ അനാലിസിസ്, ബിഹേവിയറിസം, ഇങ്ങനെ കൃത്യമായിട്ട് നിങ്ങൾ ഒരു മാപ്പ് ഉണ്ടാക്കുക. ഓക്കെ, എന്നിട്ട് അതിൽ വരുന്ന കുറച്ച് ആളുകൾ തിയറീസ്, അങ്ങനെ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്ത് തരും. അതിന്റെ ക്രിറ്റിസം അങ്ങനെ ഫോക്കസ് ചെയ്യണമെങ്കിൽ ഞാൻ ഷുവർ ആയിട്ട് പറയാണ്, നിങ്ങൾക്കൊരു A4ന്റെ 2 ഭാഗം നിങ്ങൾ ഉപയോഗിക്കലോട് കൂടെ തന്നെ നിങ്ങൾക്ക് ഈ കംപ്ലീറ്റ് ബുക്ക് നിങ്ങൾക്ക് കവർ ചെയ്യാൻ വേണ്ടി പറ്റും. അത്രയും സിമ്പിൾ ആണ് ഈ ഒരു ബുക്ക്. ഓക്കെ, സോറി. പിന്നെ നിങ്ങൾക്ക് ഇത് ടഫായിട്ട് തോന്നുന്നത് നിങ്ങൾ തീരെ നോക്കിയില്ല എന്നുള്ളത് കൊണ്ടാണ്. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ഒരു ബുക്കാണ് ഈ ഒരു പേപ്പറാണ് ഈ ഒരു പേപ്പർ. നിങ്ങൾ ഈ ഒരു രീതിയിലാണ് നിങ്ങൾ അപ്രോച്ച് ചെയ്യേണ്ടത്. ഈച്ച് ആൻഡ് എവരി എക്സാംസ് ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ ആ ഒരു എക്സാമിനെ അപ്രോച്ച് ചെയ്യേണ്ടത് ആ ഒരു എക്സാമിന്റെ രീതി എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് നിങ്ങൾ അത് അപ്രോച്ച് ചെയ്യേണ്ടത്. ഇതിൽ വരുന്ന 8 ക്വസ്റ്റ്യൻസ് ഈ ഒരു വളരെ ബേസിക് ആയിട്ടുള്ള ബ്രോഡ് ആയിട്ടുള്ള ഒരു ജനറൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. നിങ്ങൾക്ക് എന്താണോ അതിൽ അറിയുന്നത് അത് എഴുതാന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങൾ നെറ്റ് എക്സാം അല്ലെങ്കിൽ ഇപ്പൊ CUET എക്സാം ഒക്കെ എഴുതാണെന്നുണ്ടെങ്കിൽ ഉള്ളിന്ന് ചോദിക്കും, വളരെ ഉള്ളിന്ന് ചോദിക്കും, കോൺസെപ്ച്വലായിട്ടും ചോദിക്കും, ഫാക്ച്വലായിട്ടും ചോദിക്കും. അപ്പൊ ആ സാധനം അറിഞ്ഞാലേ നമുക്ക് അതിനെ ഫേസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇവിടെ ആ ഒരു വിഷയം വരുന്നില്ല.
ഇപ്പൊ എന്താണ് ലിബിഡോ അല്ലെങ്കിൽ എന്താണ് കത്താസിസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് അറിഞ്ഞിരിക്കണം. ഇവിടെ ആ ഒരു വിഷയം വരുന്നില്ല. നിങ്ങൾക്കൊരു ജനറൽ ഒരു ഐഡിയ ഉണ്ടാവുക എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾ എഴുതുന്ന സമയത്ത് നന്നായിട്ട് ഷോക്കേസ് ചെയ്ത് എഴുതുക. അപ്പൊ നിങ്ങളുടെ 5-6 പുസ്തകം, ഞാനൊക്കെ ചെയ്യുന്ന കുറച്ച് ട്രിക്സ് ഞാൻ പറഞ്ഞുതരാം. ഞാനൊക്കെ ഒരു 5-6 പുസ്തകങ്ങളുടെ പേര്, ഒരു 2-3 പുസ്തകങ്ങൾ, 2-3 ആളുകളുടെ പേര് എക്സ്ട്രാ പഠിക്കും. എന്നിട്ട് അക്കോർഡിംഗ് ടു എന്നൊക്കെ പറഞ്ഞിട്ട് ആ റെഫറൻസ് ഒക്കെ കൊടുത്തിട്ട് എഴുതും. ആ ഒരു പുസ്തകത്തിലുള്ളത് റിയലി ഉള്ളതായിരിക്കും കേട്ടോ, വെറുതെ എഴുതി വെക്കല്ല. കാരണം നല്ല ഇൻസൈറ്റ് ഉള്ള പ്രൊഫസേഴ്സ് ആയിരിക്കും. അപ്പോ നോക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അയാളൊരു റിയൽ ഡിഗ്രി സ്റ്റുഡന്റ് ആണ്, അല്ലെങ്കിൽ കുറച്ചൊക്കെ റെഫർ ചെയ്ത് വന്ന ഒരാളാണ്. കാരണം ഒരു ഡിഗ്രി മുതൽക്ക് നമ്മൾ എന്താണ് പുസ്തകത്തിലുള്ളത് പഠിക്കുക എന്നതിലപ്പുറം നമ്മൾ ഒരുപാട് റെഫർ ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. പിന്നെ നിങ്ങളുടെ ഇഗ്നോന്റെ ടെക്സ്റ്റ് അത്രയും റെഫറൻസിലും അത്രയും പവർഫുൾ ആയിട്ടുള്ള, അത്രയും ഡാറ്റ ഓറിയന്റഡ് ആയിട്ടുള്ള, ഡാറ്റ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു പുസ്തകമാണ് നിങ്ങളുടെ ഇഗ്നോയുടെ മെറ്റീരിയൽ. സോ നിങ്ങൾ അങ്ങനെ അതിനെന്ത് ചെയ്യുക, ഫേസ് ചെയ്യാൻ വേണ്ടി നോക്കാം. ക്വസ്റ്റ്യൻസ് 2 hours എക്സാമിൻ, അത് നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. ടൈം മാനേജ്മെന്റ്, നിങ്ങൾ എത്ര പഠിച്ചോ ഇല്ല എന്നുള്ളതൊരു വിഷയമല്ല. ടൈം മാനേജ്മെന്റ് ഞാൻ ചെറിയൊരു ട്രിക്ക് പറഞ്ഞുതരാം. 2 മണിക്കൂറാണ് നിങ്ങൾ എക്സാമിന് ഉള്ളതെന്ന് വെക്കാം. 2 മണിക്കൂർ എന്ന് പറയുമ്പോൾ 120 minutes ആണ് ഉള്ളത്. ഓക്കെ, 120 minutes ആണ് ഉള്ളത്. കറക്റ്റ് അല്ലേ? അപ്പം ഒരു ക്വസ്റ്റ്യന് നിങ്ങൾ 20 minute ആണ് നിങ്ങൾ കൊടുക്കുന്നത്. കൃത്യമായിട്ട് ടൈമൊക്കെ വെക്കണം കേട്ടോ. ഇത് നമ്മളിങ്ങനെ ഭയങ്കര സെറ്റപ്പിൽ തന്നെ നിങ്ങൾ ഇത് മുന്നോട്ട് പോകണം. നോട്ട്സ് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്, വേണമെങ്കിൽ ആരെങ്കിലും ഒന്ന് റീഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒരു ക്വസ്റ്റ്യന് നിങ്ങൾ 20 minutes എടുക്കാം. നിങ്ങൾ ഇവിടെ നോക്കേണ്ട ഒരു സാധനം, ഒരു ക്വസ്റ്റ്യന്റെ 3 പേജ് എഴുതി തീരാ എന്നതല്ല നിങ്ങൾ നോക്കേണ്ടത്. 20 minute നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞു എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ പേജ് ഒഴിച്ചിടുക, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമ്മൾ എന്ത് ചെയ്യരുത്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ഭയങ്കര ആലോചിച്ച് ഡീറ്റെയിൽ ആയിട്ട് എഴുതുന്ന സമയത്ത് എനിക്കൊക്കെ ഒരുപാട് സമയം ഞാൻ എൻ്റെ യൂണിവേഴ്സിറ്റിയിലൊക്കെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹരിയാനയിലാണ് ഉള്ളത്. അപ്പോൾ അവിടെയൊക്കെ വരുന്നൊരു വിഷയമാണ്, നമ്മൾ ഫസ്റ്റ് ആൻസർ എഴുതുന്ന സമയത്തിന് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 3/4 മണിക്കൂർ അങ്ങനെ പോകും. അതൊരിക്കലും ഉണ്ടാവരുത്. 20 minutes കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ ആ ഒരു 3 പേജാണ്, നിങ്ങൾ ചിലപ്പോൾ ഒരു 2 പേജ് കവർ ചെയ്തിട്ടുണ്ടാവും. ആ ഒരു പുറം നിങ്ങൾ മാറ്റി വെക്കാം. അങ്ങനെ നിങ്ങൾ 5 ക്വസ്റ്റ്യന് നിങ്ങൾക്ക് വരുന്നത് 100 minutes ആണ് അല്ലെ? 100 മണിക്കൂറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? 5 ക്വസ്റ്റ്യന് നിങ്ങൾക്ക് അഡ്രസ് ചെയ്യാൻ വേണ്ടി പറ്റും. എന്നിട്ട് നെക്സ്റ്റ് 20 minute നിങ്ങൾ എന്ത് ചെയ്യണം? നെക്സ്റ്റ് 20 minute ഈ ഒഴിച്ചിട്ടിട്ടുള്ള ഭാഗങ്ങളുണ്ടല്ലോ, അവിടേക്ക് തിരിച്ചു വരിക. അത് ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് മോഡിഫൈ ചെയ്ത്, ഒന്ന് പൊടി തട്ടിയിട്ട് കുറച്ച് ചിത്രമൊക്കെ വരച്ചിട്ട്, ലൈക്ക് എന്താ പറയാ, ഫ്ലോ ചാർട്ടോ കാര്യങ്ങളൊക്കെ വരച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതി വെക്കുക. ഓക്കെ, മറ്റേത് നിങ്ങൾക്ക് അവസാനം ഒരു ക്വസ്റ്റ്യനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ, ഒരു ക്വസ്റ്റ്യനെ നിങ്ങൾക്ക് എഴുതാൻ പറ്റാത്ത അവസ്ഥ വരും. 1-2 ക്വസ്റ്റ്യൻസ് അങ്ങനെ വരുന്ന സമയത്ത് അതിന്റെ കംപ്ലീറ്റ് 20 മാർക്ക് നിങ്ങൾക്ക് നഷ്ടമാകും. നേരെ മറിച്ച് നിങ്ങൾ 1-2 പേജ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 10 മാർക്കെങ്കിലും കിട്ടും. ഓക്കെ, അത് മനസ്സിലായിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ ഞാൻ വീണ്ടും പറയുന്നു, 5 പേജ് എഴുതണ്ട, 5 പേജ് ഒന്നും എഴുതണ്ട, 3 പേജ് 4 പേജ്, ആ ഒരു 3 പേജ് എഴുതിയാൽ മതി. നിങ്ങൾ എത്ര എഴുതുന്നു എന്നുള്ളതല്ല, നിങ്ങൾ നന്നായിട്ട് കണ്ടന്റ് ഫോക്കസ് ചെയ്തിട്ടുണ്ട്, കണ്ടന്റിനെ നിങ്ങൾക്ക് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. എനിക്കൊന്ന് 5 പേജ് 100 മാർക്കിന്റെ 100 മാർക്കിന്റെ പേപ്പറിലല്ലേ 5 പേജ് എഴുതേണ്ടത്. കാരണം അതൊരു ക്വസ്റ്റ്യന് 20 marks ആയിരിക്കും. ഇവിടെ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യന് 10 marks വരുന്നുള്ളൂ. അപ്പൊ ഓക്കെ അല്ലേ? നെക്സ്റ്റ് പോട്ടെ. യൂണിറ്റ് 8 and 9 ഒരേ രീതിയിലാണ്. ബുക്ക്ലെറ്റ് അതൊക്കെ വെറുതെ ഉണ്ട്. ബുക്ക്ലെറ്റ് കംപ്ലീറ്റ് ഞാൻ പറഞ്ഞല്ലോ, ഒരു ക്വസ്റ്റ്യനെ നിങ്ങൾ 3 പേജ് നിർബന്ധമായിട്ടും എഴുതിയിരിക്കുക എന്നുള്ള ആ ഒരു സാധനം നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. പിന്നെ നിങ്ങളുടെ കണ്ടന്റ് മാക്സിമം, നിങ്ങൾ എന്തെങ്കിലും എഴുതി വെച്ചുകൊണ്ട് കാര്യമില്ലല്ലോ, കണ്ടന്റിന് മാക്സിമം ഹൈലൈറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കംപ്ലീറ്റ് പാസ്സാവുക എന്നതിലപ്പുറം നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, 3 പേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായില്ലേ? അപ്പോ നെക്സ്റ്റ് എന്താണ്? ബിഹേവിയറിസം ആൻഡ് നിയോ ബിഹേവിയറിസം ആണ്. ഞാൻ പറഞ്ഞു നെക്സ്റ്റ് സ്കൂളാണ് ബിഹേവിയറിസം. എന്താണ് ബിഹേവിയറിസം? ബിഹേവിയറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബിഹേവിയറിനെ കുറിച്ച് പഠിക്കാം. അതായത് നമ്മുടെ സൈക്കോളജി, നമ്മുടെ മൈൻഡിന്റെ ഉള്ളിനെ കുറിച്ച് പഠിക്കുക എന്ന് പറയുമ്പോൾ അത് നമുക്ക് കാണാൻ കഴിയുന്ന സാധനമല്ല. അതുകൊണ്ട് നമുക്ക് സയന്റിഫിക്കലി പഠിക്കാൻ പറ്റില്ല എന്നുള്ള ആ ഒരു സാധനത്തിൽ നിന്നാണ്, ആ ഒരു ക്വസ്റ്റ്യനിൽ നിന്നാണ് ബിഹേവിയറിസം ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പൊ ബിഹേവിയറിസത്തിൽ പറയുന്നത് എന്താണ്? നമ്മുടെ ഒവേർട്ട് ആയിട്ടുള്ള ബിഹേവിയർ, നമ്മളെ കാണാൻ കഴിയുന്ന ബിഹേവിയറിനെ കുറിച്ച് പഠിക്കുക എന്നുള്ളതായിരുന്നു ബിഹേവിയറിസം. അപ്പോൾ ബിഹേവിയറിസം നിങ്ങൾ ഒരു ഹെഡിങ് കൊടുക്കുന്നു, കുറച്ച് സാധനങ്ങളൊക്കെ എഴുതുന്നു, പിന്നെ കോൺട്രിബ്യൂട്ടേഴ്സ് എന്ന് കൊടുത്തിട്ട് ഒരു ഹെഡിങ് കൊടുക്കുന്നു. അതിൽ B.F. സ്കിന്നർ, അതുപോലെ തന്നെ ജോൺ B. വാട്സൺ, ഫാദർ ഓഫ് ബിഹേവിയറിസം, പിന്നെ അതുപോലെ തന്നെ ഡാർവിന് ചെറുതായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, ആനിമൽ സൈക്കോളജി, പിന്നെ ഇവാൻ പാവ്ലോവ്, അങ്ങനെ നമുക്ക് അറിയുന്ന സാധനങ്ങളൊക്കെ ഹെഡിങ്ങിൽ എഴുതി വെക്കാം. പിന്നെ നിങ്ങൾ അതിന്റെ ഫംഗ്ഷൻസിലേക്ക്, അതിന്റെ കോൺട്രിബ്യൂഷൻസിലേക്ക്, തിയറീസിലേക്കൊക്കെ പോവാം. ഓക്കെ, അപ്പൊ ഇത്രയാണ് ബിഹേവിയറിസം. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ക്രിറ്റിസിസം എങ്ങനെയെന്ന് നോക്കുക. ഇതിൽ വരുന്നൊരു സാധനമാണ് ലേണിംഗ്.
അതുപോലെ തന്നെ ഒപ്പാരന്റ് കണ്ടീഷനിങ്, ക്ലാസിക്കൽ കണ്ടീഷനിങ് ഒക്കെ ഈ ഒരു ബിഹേവിയറിസത്തിൽ വരുന്നതാണ്. അപ്പോൾ ടെക്സ്റ്റ് കംപ്ലീറ്റ് വായിക്കാൻ നിങ്ങൾക്ക് ടൈം ഉണ്ടാകില്ല. നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിലോ ചാറ്റ് ജിപിടിയിലൊക്കെ നോക്കിയിട്ട് ഓരോ പോയിന്റ് ഔട്ട് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക നോക്കാം എന്നുള്ളതാണ് ഇതിൽ വരുന്നത്. ഇതിൽ പിന്നെ കുറച്ചൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അത് കഴിഞ്ഞ ഡിസംബറിൽ 2024 ഡിസംബറിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് ലോജിക്കൽ പോസിറ്റിവിസം ആൻഡ് ഓപ്പറേഷനിസം ഇൻ ദ എമർജൻസ് ഓഫ് ബിഹേവിയറിസം, ഡിസ്കസ് ദ റെലവൻസ് ഓഫ് ബിഹേവിയറിസം ഇൻ കണ്ടംപററി ടൈം. ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ കാരണം നമുക്കറിയാം, നമ്മൾ സൈക്കോ അനാലിസിസ് പഠിച്ചു, ഡ്രീം ഇന്റർപ്രിട്ടേഷൻസ്. അത് ഫ്രോയിഡ് എന്ത് ചെയ്യുന്നുണ്ട്, ഡ്രീം ഇന്റർപ്രിട്ടേഷൻസ് ചൈൽഡ്ഹുഡ് ആണ് എല്ലാത്തിനും കാരണം, അൺകോൺഷ്യസ് ആണെന്നൊക്കെ ഒരുപാട് സാധനങ്ങൾ പറയുന്നുണ്ട്. ഇതൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സയന്റിഫിക്കലി പഠിക്കാൻ വേണ്ടി പറ്റില്ല. കാരണം ഈ പറയുന്ന സാധനങ്ങളെല്ലാം എന്താണ്, നമുക്ക് കാണാൻ കഴിയാത്ത സാധനമാണ്. പക്ഷെ നമ്മൾ ഈ ഒരു ഇവിടേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഹൊവേർട്ട് ആയിട്ടുള്ള ബിഹേവിയറിനെ, നമുക്ക് കാണാൻ പറ്റുന്ന ബിഹേവിയറിനെ കുറിച്ച് മാത്രം പഠിക്കുക, അതിനെ കുറിച്ച് പഠിക്കുകയാണ് വേണ്ടത്. അവിടെയാണ് സൈക്കോളജി എന്ന് പറയുന്നതാണ് ബിഹേവിയറിസ്റ്റ് സ്കൂൾ ഓഫ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ലോജിക്കൽ പോസിറ്റിവിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെയിം സാധനമാണ്. ഇതൊരു ഫിലോസഫിക്കൽ ടേമാണ്. അതായത് പോസിറ്റിവിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കാണാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന, മെഷർ ചെയ്യാൻ പറ്റുന്ന സാധനത്തെ കുറിച്ച് മാത്രം പഠിക്കുക എന്നുള്ളതാണ്. ഇപ്പോഴും സ്റ്റിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, മൈൻഡ് എവിടെയാണെന്നുള്ള. ആർക്കെങ്കിലും പറയാൻ പറ്റും എവിടെയാണ് നമ്മുടെ മനസ്സ്? ആർക്കെങ്കിലും ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടി പറ്റുമോ? ഓക്കെ, ഒരു ഇത് ബ്രെയിൻ്റെ ഉള്ളിലാണ്. ഇനി നെസറി PK, അതാരാണ്? നിങ്ങളൊന്ന് പറയൂ. എൻ്റെ ഫസ്റ്റ് വന്ന പേരാണ്. ഓക്കെ, ആർക്കെങ്കിലും ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടി പറ്റുമോ? ഒരു ഇമാജിനറി കൺസെപ്റ്റ്. ഓക്കെ, അങ്ങനെ പറയാം. നിഹാല റനീഫ്, പറയൂ, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? മൈൻഡ് അതേപോലത്തെ ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു ഇമാജിനറി കൺസെപ്റ്റ് അല്ലേ മൈൻഡ്? ഞാൻ ചോദിക്കുന്നതല്ല, അങ്ങനെയാണെങ്കിലും ബോഡിയുടെ എവിടെയൊക്കെ ആവണ്ടേ, എന്നാലല്ലേ ഇപ്പൊ നമുക്ക് ഫീൽ ചെയ്യുന്നില്ലേ? ഇല്ലല്ലോ. ഓക്കെ, JB മാത്യു പറയൂ. ശോഭന ഉണ്ണി, ആർക്കെങ്കിലൊക്കെ പറയാൻ വേണ്ടി പറ്റും? ഞാനിങ്ങനെ എൻ്റെ വിസിബിൾ ആയിട്ടുള്ള നെയിംസ് ഇങ്ങനെ പറയാട്ടോ. ഓക്കെ, അപ്പൊ ഇതൊരു എന്താ പറയാ, ഇത് ഇപ്പോഴും ഡിസ്കഷൻ നടക്കുന്ന ഒരു സാധനമാണ്. നമ്മുടെ ഹേർട്ടിലാണോ നമ്മുടെ ബ്രെയിനിലാണോ? ഇതിലൊരുപാട് ഫിലോസഫി ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ സൈക്കോളജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോൺ വെസ്റ്റേൺ ആയിട്ടുള്ള വേദങ്ങള്, അപ്പൊ അതിലൊരു സാധനമാണ് പറയുന്നത്. പിന്നെ ഇസ്ലാമിക് സൈഡ് നോക്കുകയാണെങ്കിൽ അവിടെ ഒരു സാധനമാണ്. അങ്ങനെ സ്റ്റിൽ എന്താണ്, മനസ്സ് എവിടെയെന്ന് എന്ത് ചെയ്യുന്നില്ല, ഇപ്പോഴും കണ്ടെത്താൻ പറ്റിയിട്ടില്ല. അപ്പൊ അവിടെ വരുന്നൊരു സാധനമാണ്, ഇപ്പൊ ബ്രെയിനിന്റെ ഒരുപാട് പാർട്ടിക്കിൾസ് ഉണ്ട്. ഇപ്പൊ അമിഗ്ഡാല, ലിംബിക് സിസ്റ്റം, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പോൾ തിങ്കിങ് ഇവിടെയാണ് വരുന്നത്, പിന്നെ അതുപോലെ തന്നെ മെമ്മറി ഇവിടെയാണ് വരുന്നത്. അങ്ങനെ പാർട്ടാക്കിയിട്ട് ഇവിടെയാണെന്നൊക്കെ പറയുന്ന ഒരു സാധനമാണ്. ഇപ്പൊ ഈ കട്ട് ആൻഡ് ക്ലിയർ ആയിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. നമ്മുടെ മനസ്സെന്ന് പറയുന്നത്, ചില ആളുകൾ പറയും ഹൃദയത്തിലാണ്. ഇപ്പൊ നമ്മൾ പറയല്ലേ, എന്തൊരു ഹൃദയമാടോ എൻ്റെത്, അല്ലെ എൻ്റെ ഹൃദയത്തിലേക്ക് നോക്കുന്നൊക്കെ നമ്മൾ പറയുന്നത് എന്ത് വെച്ചിട്ടാണ്, നമ്മുടെ മനസ്സ് ഹൃദയത്തിലാണെന്നുള്ള ആ ഒരു സാധനമാണ്. അപ്പോ ഇതാണ് ഒരു ഇമ്പോർട്ടൻറ്റ് സാധനം. നമുക്ക് ഒബ്സർവബിൾ ആയിട്ടില്ലെങ്കിൽ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റണം ഒരു സാധനം നോളജാണ്. ഇപ്പൊ ഞാൻ പെട്ടെന്ന് പറയാണ് മനസ്സെന്താണ്, കയ്യിലാന്ന് പറയാണ്. ഓക്കെ, അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കാലത്ത് ചിലപ്പോൾ അത് ഫോളോ ചെയ്യാൻ ആളുകൾ ഉണ്ടാകും. പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് അത് ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്കത് പ്രൂവ് ചെയ്യാൻ പറ്റണം. അതാണ് പോസിറ്റിവിസം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഓപ്പറേഷനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഏകദേശം ആ ഒരു സെയിം സാധനം, പറഞ്ഞ സാധനത്തെ നമുക്കിങ്ങനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റണം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സ്കൂളുകളുടെ കാര്യം നമ്മൾ നോക്കുന്ന സമയത്ത്, അതായത് സ്കൂൾസ് ഓഫ് സൈക്കോളജി നോക്കുന്ന സമയത്ത്, സ്ട്രക്ചറലിസ്റ്റ് ആയാലും ഫങ്ഷണലിസ്റ്റ് ആയാലും നമുക്ക് അങ്ങനെ കാണിച്ചെടുക്കാൻ പറ്റുന്നതിൽ അല്ല. പക്ഷെ ബിഹേവിയറിസം എന്ന് പറയുന്നത് നമുക്ക് കാണാൻ പറ്റുന്ന ബിഹേവിയറിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കേണ്ടത് എന്ന് പറയുന്ന സമയത്ത് കാണാൻ പറ്റുക, അത് ഓവേർട്ട് ആയിട്ടുള്ള ബിഹേവിയർ ആണ്, ഒബ്സർവബിൾ ആയിട്ടുള്ള ബിഹേവിയർ ആണ്. അപ്പൊ അവിടെ അത് കുറച്ചും കൂടെ എന്തെങ്കിലും ഒരു സയന്റിഫിക്കൽ സാധനം കിട്ടി. അപ്പൊ ഇന്നും സൈക്കോളജിയിൽ നിലനിൽക്കുന്ന ഒരു സാധനം, കുറച്ചും കൂടെ നിലനിൽക്കുന്ന ഒരു സാധനം ബിഹേവിയറിസം ആണ്. പിന്നെ നമ്മൾ സ്ട്രക്ചറലിസത്തിലെയും ഫങ്ഷണലിസത്തിലൊക്കെ ചെറിയ ചെറിയ തിയറീസ് യൂസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പൊ അതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ റെലവൻസ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ലാസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, പറയാം. ഓക്കെ, അപ്പം അത് ഓക്കെ അല്ലേ? പിന്നെ ഇതിൽ വരുന്ന കുറച്ച് ആളുകളുടെ പേര്, ഫാദർ ആരാണ്? ജോൺ B. വാട്സൺ ആണ്. പിന്നെ ഇതിൽ ഒരുപാട് തിയറീസ് വരുന്നുണ്ട്. അപ്പം തൊണ്ടൈക്കിന്റെ തിയറി വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആൽബർട്ട് ബന്ദൂറയുടെ ലേണിംഗ് മൊത്തം ഇതിലാണ് വരുന്നത്. ലേണിംഗ് തിയറി, അതായത് സോഷ്യൽ ലേണിംഗ് തിയറി, ആൽബർട്ട് ബന്ദൂറയുടെ സോഷ്യൽ ലേണിംഗ് തിയറി, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു ബിഹേവിയറിസത്തിൽ തന്നെ വരുന്നുണ്ട്. ബിഹേവിയറിസം തന്നെ രണ്ട് രീതിയിലുണ്ട്. മെത്തഡോളജിക്കൽ ബിഹേവിയറിസം ഉണ്ട്, റാഡിക്കൽ ബിഹേവിയറിസം ഉണ്ട്. മെത്തഡോളജിക്കൽ ബിഹേവിയറിസം ആണ് JB വാട്സൺ, റാഡിക്കൽ ആണ് നമ്മുടെ BF സ്കിന്നർ.
പിന്നെ ലിറ്റിൽ ആൽബർട്ട് എക്സ്പെരിമെന്റ് വരുന്നുണ്ട്. അപ്പൊ അതെന്താന്നൊക്കെ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്ത് നോക്കുക. അതൊക്കെ ഫസ്റ്റ് ഇയറിൽ നമ്മൾ പഠിച്ച സാധനം ആയതുകൊണ്ടാണ് ഞാൻ ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി 101 നിങ്ങൾ പഠിച്ചിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ജസ്റ്റ് പോയിന്റ് ഔട്ട് ചെയ്ത് ഇതൊക്കെ ഉണ്ട് എന്ന് മാത്രം പറയുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ അഡ്രസ് ചെയ്യാം. നിങ്ങൾക്ക് ജസ്റ്റ് ഗൂഗിളിലോ ChatGPTയിലോ എന്താണ് ബിഹേവിയറിസം, ആരൊക്കെയാണ്, എന്തൊക്കെയാണ് തിയറീസ്, ഏതൊക്കെയാണ് മെത്തേഡ്സ്, അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഫോക്കസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ വേണ്ടി പറ്റും. അപ്പം നമ്മൾ 9 യൂണിറ്റ് കവർ ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് യൂണിറ്റ് ഗസ്റ്റാൾട്ട് സൈക്കോളജി ആണ്. ഇനി ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, ആരാണ് ഗസ്റ്റാൾട്ട് സൈക്കോളജിയുടെ ഫാദർ? മാക്സ് വർത്തിമറ. യെസ്, ആൻസർ കറക്റ്റ് ആണ്. അപ്പോൾ എന്താണ് ഗസ്റ്റാൾട്ട് സൈക്കോളജി എന്ന് ആർക്കെങ്കിലും പറയാൻ വേണ്ടി പറ്റുമോ? നാളത്തെ എക്സാം ആണല്ലോ, അപ്പൊ നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവുമല്ലോ. ഹോൾ ഈസ് ഡിഫറെന്റ് ഫ്രം സം. ഓക്കെ, അതായത് അതിന്റെ ഒരു ബേസിക് കോൺസെപ്റ്റ് എന്താണ് പറഞ്ഞുതരാം. നമ്മള് നേരത്തെ സ്ട്രക്ചറലിസത്തിന്റെ കേസിൽ ഞാൻ പറയുന്നത്, നമ്മൾ ഒരു ആപ്പിൾ കാണുന്ന സമയത്ത് നമ്മളതിനെ ഒരു ആപ്പിൾ ആയിട്ടല്ല നമ്മളതിനെ മൈൻഡിനെ പഠിക്കേണ്ടത്, നമ്മളതിന്റെ കളറ് അങ്ങനെ ഓരോ ഡിഫറെന്റ് ആയിട്ട്. അപ്പൊ ഇവിടെ വരുന്ന സമയത്ത് നമ്മൾ ഏതൊരു സാധനം പെർസീവ് ചെയ്യുന്ന സമയത്ത്, ഇപ്പൊ ഞാനൊരു മൊബൈൽ ഫോൺ കാണാം, ഞാനൊരു കാറ് കാണുന്ന സമയത്ത് ഞാൻ അതിന്റെ ഷേപ്പ് വേറെ, അതിന്റെ കളർ വേറെ, അതിന്റെ ഡോറ് വേറെ, അതിന്റെ ടയർ വേറെ, അതുപോലെ തന്നെ അതിന്റെ സ്റ്റിയറിംഗ് വീല് വേറെ, അങ്ങനെയല്ലല്ലോ ഞാൻ അതിനെ കാണുന്നത്. അതിനൊരു വോളായിട്ടാണ് കാണുന്നത്. അപ്പൊ നമ്മുടെ പെർസെപ്ഷനെ നമ്മൾ പെർസീവ് ചെയ്യുന്നത് എപ്പോഴും വോളായിട്ടാണ് നമ്മൾ പെർസീവ് ചെയ്യുക. ഓക്കെ, അതാണ് പറഞ്ഞിരുന്നത്. അതായത് ഞാൻ സെൻസ് ചെയ്യുന്നത് ഇവൻ ഏത് മോഡലാണ് ഞാൻ സെൻസ് ചെയ്യുന്നത്. ചിലപ്പം ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആരെങ്കിലും ആ ഒരു നോട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ലോ ഓഫ് പെർസെപ്ഷൻ ലോസിൽ കുറെ സാധനങ്ങളുണ്ട്, പ്രോക്സിമിറ്റി, ക്ലോഷർ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ അതിനെ കാണുന്നത് എന്താണ്, യഥാർത്ഥത്തിൽ എന്താണ്, വേറൊരു ഫോമുല. പക്ഷെ ഞാൻ അതിനെ പെർസീവ് ചെയ്യുന്നത് എന്താണ്, ഇതിനൊരു വോളായിട്ടാണ് പെർസീവ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. ഇപ്പൊ ഒരു കുറച്ചും കൂടി ഒരു എക്സാമ്പിൾ, നമ്മളൊരു ബസ് കാണുന്ന സമയത്ത് നമ്മൾ അതിന്റെ ടയർ മാത്രമല്ലല്ലോ കാണുന്നത്, ആ ഒരു വോൾ പാർട്ടിനെ നമ്മൾ കാണുന്നു എന്നുള്ളതാണ്. അപ്പൊ വോൾ ഈസ് ദ ഗ്രേറ്റർ ദാൻ ഓഫ് സം ഓഫ് ഇറ്റ്സ് പാർട്ട് എന്നുള്ളതാണ് ബേസിക് ആയിട്ടുള്ള ഗസ്റ്റാൾട്ട് ലോ എന്ന് പറയുന്നത്. ഗസ്റ്റാൾട്ട് ലോ അല്ല, ഗസ്റ്റാൾട്ട് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇതിൽ വരുന്ന 3 ആളുകൾ കോഫ്ക, പിന്നെ അതുപോലെ തന്നെ കോഹ്ലർ, നെക്സ്റ്റ് വേർത്തീമർ, മാക്സ് വേർത്തീമർ ആണ്. മാക്സ് വേർത്തീമർ ആണ് ഇതിന്റെ ഫാദർ എന്നറിയപ്പെടുന്നത്. അപ്പൊ ഇത് പെർസെപ്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എന്ത് ഗസ്റ്റാൾട്ട് സൈക്കോളജി എന്ന് പറയുന്നത്. മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതിൽ വരുന്ന കുറച്ച് സാധനങ്ങളാണ് ലേണിംഗ്. കാരണം നമ്മളൊരു കാര്യത്തെ പഠിക്കുക അല്ലെങ്കിൽ നമ്മളൊരു കാര്യത്തെ കാണുന്ന സമയത്ത് കുറച്ച് തിയറീസ്, അതായത് വോളായിട്ടാണ് നമ്മൾ അതിനെ പെർസീവ് ചെയ്യുക എന്നുള്ളത് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് തിയറീസ്, അതുപോലെ തന്നെ മെമ്മറിയും തിങ്കിങ്ങുമായിട്ട്. അപ്പൊ എങ്ങനെയാണ് ഗസ്റ്റാൾട്ട് സൈക്കോളജി ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഞാൻ നേരത്തെ പറഞ്ഞ കോഹ്ലർ. കോഹ്ലറിന്റെ കുറച്ച് തിയറീസ് ഉണ്ട്. കോഹ്ലറിന്റെ തിയറിയാണ് ഇത് നമ്മളെ ഇൻസൈറ്റ് ലേണിംഗ് എന്ന് പറയുന്നത്. സുൽത്താൻ എന്ന് പറയുന്ന ഒരു ചിമ്പാൻസിനെ വെച്ചിട്ട് നടത്തിയ ഒരു എക്സ്പെരിമെന്റ് നിങ്ങൾക്ക് അറിയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ ആ വക കുറച്ച് സാധനങ്ങളാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നത് ഗസ്റ്റാൾട്ടിൽ വരുന്നത്. ഇനി നെക്സ്റ്റ് വരുന്ന ഒരു സാധനം ഗസ്റ്റാൾട്ടിലെ ലോ ഓഫ് പെർസെപ്ഷൻ പ്രിൻസിപ്പിൾസ് ആണ്. കുറച്ച് ലോസ് പറയുന്നുണ്ട്, ലോ ഓഫ് പ്രോക്സിമിറ്റി, ലോ ഓഫ് ക്ലോഷർ, അങ്ങനെ കുറച്ച് ലോസ് പറയുന്നുണ്ട്. അപ്പൊ അത് ഏതൊക്കെയാണെന്ന് നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യാം ഒന്ന് നോക്കുക. ഞാൻ ആ ഷെയർ ചെയ്തിട്ടുള്ള നോട്ടിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഇമേജ് ബേസിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യാം, അത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് ആ ഒരു ലോ തിയററ്റിക്കലി എഴുതാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ആ ഒരു 10 ലോ, ലൈക്ക് ഒരു 8-9 ലോസ് ആണുള്ളത്, അത് നിങ്ങളിങ്ങനെ വരിക്ക് എഴുതാണെങ്കിൽ നിങ്ങൾക്ക് അത്രയും പേജ് എന്ത് ചെയ്യാൻ പറ്റും, ഫില്ല് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഓക്കെ അല്ലേ? സിമിലാരിറ്റി, പ്രോക്സിമിറ്റി, ക്ലോഷർ, ഫിഗർ ഗ്രൗണ്ട്, ഇതൊക്കെ എന്താണെന്ന് കുറച്ചും കൂടി രസകരമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട സാധനം കേട്ടോ. ബട്ട് എന്താണ്, നമുക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തില്ല, അങ്ങനെ പഠിക്കുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, സമയമില്ല. അപ്പം ഇതാണ് ഗസ്റ്റാൾട്ട്. ഇതിൽ വരുന്ന, ഞാൻ വീണ്ടും പറയുന്നു, 3 ആളുകളാണ്, മാക്സ് വേർത്തീമർ, കോഫ്ക, കോഹ്ലർ. പിന്നെ ഇതിൽ വരുന്ന കുറച്ച് തിയറീസ് ആണ്. നെക്സ്റ്റ് ഒരു സാധനം എന്ന് പറയുന്നത് നമ്മുടെ പെർസെപ്ഷൻ, ലോ ഓഫ് പെർസെപ്ഷൻസ് ആണ്. അതിൽ കുറച്ച് ലോസ് വരുന്നുണ്ട്. പിന്നെ വേറെ കുറച്ച് സാധനം ഉണ്ട്, ഐസോമോർഫിസം. അത് എന്ത് ചെയ്തിട്ടുണ്ട്, ക്വസ്റ്റ്യനിൽ എന്ത് ചെയ്തിട്ടുണ്ട്, സ്പെസിഫിക് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. പിന്നെ നമുക്കറിയാം, ഇപ്പൊ നമ്മൾ പണ്ട് ഫ്ലിപ്പ് ബുക്ക് ചെയ്യാറുണ്ട്, അറിയില്ലേ ഫ്ലിപ്പ് ബുക്ക്? അതായത് നമ്മൾ എന്ത് ചെയ്യും, ഒരു പേപ്പറിൽ നമ്മളൊരു നോട്ട് മൊത്തം വേസ്റ്റ് ആക്കുന്ന ഒരു രീതിയാണ്. അതായത് ഒരു പേപ്പറിൽ ഒരു ഇമേജ് വരക്കും, നെക്സ്റ്റ് പേപ്പറിൽ ഒരു ഇമേജ്, അങ്ങനെ ഒരു പേപ്പറിന്റെ ആ ഒരു തലത്തിൽ ഒരുപാട് ഇമേജ് വരച്ചിട്ട് നമ്മളിങ്ങനെ ഫ്ലിപ്പ് ചെയ്യുന്ന സമയത്ത് അതിങ്ങനെ മൂവ് ചെയ്യുന്നൊരു സാധനം, അറിയില്ലേ? അതൊന്നും നിങ്ങളെ ചൈൽഡ്ഹുഡിൽ അതൊന്നും ഇല്ലായിരുന്നോ? ഓക്കെ, എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ ഒരു സാധനം യഥാർത്ഥത്തിൽ എന്താണ്, ലോ ഓഫ് മോഷൻ എന്നാണ് നമ്മൾ പറയുക. അതായത് ഇതിന് പറയുന്നത്, ഇപ്പൊ നമ്മളൊരു കല്യാണ വീട്ടിലൊക്കെ പോകുന്ന സമയത്ത് ഈ പാമ്പൊക്കെ പോകുന്ന പോലെ ലൈറ്റ് ഇങ്ങനെ പോകുമല്ലോ.
യഥാർത്ഥത്തിൽ പാമ്പ് പോകുന്ന പോലെ ലൈറ്റ് പോകുന്നില്ല, ഒന്ന് കത്തിയിട്ട് ഒന്ന് കത്തുക. അപ്പൊ അതിങ്ങനെ അതിന്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള സാധനമാണ് നമ്മളെ അങ്ങനെ ഫീൽ ചെയ്യിപ്പിക്കണം. അപ്പൊ നമ്മൾ യഥാർത്ഥത്തിൽ കാണുന്നത് എന്താണ്, കുറെ ലൈറ്റ് ഇങ്ങനെ മിന്നി മിന്നി പോകുന്നതാണ്. പക്ഷെ നമുക്ക് അതിനെ പെർസീവ് ചെയ്യുന്നത് ഒരു മൂവ്മെന്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, പെർസീവ് ചെയ്യാൻ പറ്റുന്നത്. അതാണ് ലോ ഓഫ് മോഷൻ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ ആ വക സാധനങ്ങളൊക്കെയാണ് ഇതിലുള്ളത്. ഇതിൽ നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പോകുന്ന സമയത്ത് പഠിക്കുന്ന സാധനമാണ് സ്ട്രോബോസ്കോപ്പിക് എഫക്റ്റ് എന്നാണ് പറയാ. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലാപ്ടോപ്പ് അല്ലെങ്കിൽ നമ്മുടെ ലോഡിങ്ങിന്റെ ഒരു ചിഹ്നം ഉണ്ടല്ലോ, ഒരു ഇങ്ങനെ കറങ്ങുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ലോഡിങ് അറിയില്ലേ? ലൈക്ക് നമ്മള് വിൻഡോസ് ഒക്കെ ലോഡ് ആവുന്ന സമയത്ത് നിങ്ങൾ ആരെയൊക്കെ ഒന്ന് മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് പറയടോ, അറിയാന്നോ അല്ലെങ്കിൽ അറിയില്ല? പിന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറയാം. അപ്പൊ ആ സാധനം എന്താണ് യഥാർത്ഥത്തില് കുറെ ലൈറ്റ് ഇങ്ങനെ മിന്നും. ഇപ്പൊ നമ്മളൊരു ഒരു വീഡിയോ നമ്മൾ സ്ക്രീനിൽ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്താണ്, ലൈറ്റിന്റെ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിലുള്ള ലൈറ്റിന്റെ മൊമെന്റ് നമുക്ക് ഒരു മോഷൻ ആക്കിയിട്ട് തരാണ്. ആ ഒരു സെയിം സാധനമാണ്. ഇപ്പൊ നിങ്ങൾ ലൈറ്റ് വേൾഡ് എന്നൊക്കെ പറയുന്ന അങ്ങനത്തെ കുറച്ച് സാധനങ്ങളുണ്ട്. അതായത് നമ്മൾ എന്താ പറയാ, മാളിലൊക്കെ പോയി കഴിഞ്ഞാൽ ലൈറ്റോണ്ട് ഒരു കളിയുള്ള സാധനം ഉണ്ടല്ലോ, അവിടെ നമ്മൾ പോയി ചിലപ്പോൾ നമ്മളെ തല കറങ്ങും. പിന്നെ ഇമേജസ് ഒക്കെ കുറെ കണ്ടിട്ട് നമുക്ക് ഒരുപാട് മോഷൻസ് ഒക്കെ തോന്നുമല്ലോ. അപ്പോൾ ആ വക സാധനങ്ങൾ അതിന്റെ തിയറീസ് ഒക്കെ പറഞ്ഞ ടീമാണ് ഗസ്റ്റാൾട്ട് സൈക്കോളജി. ഇത് മെയിൻ ആയിട്ട് വരുന്നത് പെർസെപ്ഷൻ ലോസ് ആണ്, പിന്നെ ലേണിംഗ്. ഓക്കെ, അപ്പൊ അത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതിൽ വരുന്ന നെക്സ്റ്റ് ഒരു സാധനമാണ് കുട്ട് ലെവിൻ അല്ലെങ്കിൽ കേർട്ട് ലെവിൻ. ആരാണ് കേർട്ട് ലെവിൻ എന്ന് പറയൂ? കേർട്ട് ലെവിൻ ആരാന്നറിയില്ലേ? ഫീൽഡ് തിയറി കൊണ്ടുവന്ന ആളല്ലേ? ഫീൽഡ് തിയറി കൊണ്ടുവന്ന ആളാണ് കേർട്ട് ലെവിൻ. കേർട്ട് ലെവിൻ എന്തിന്റെ ഫാദറാണ്? ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മളെ ടൈം ഇങ്ങനെ പോകട്ടെ, പെട്ടെന്ന് പറയൂ. അതായത് സോഷ്യൽ സൈക്കോളജിയുടെ ഫാദറാണ് കേർട്ട് ലെവിൻ. ഓക്കെ, മറക്കരുത് കേട്ടോ. അപ്പം അതിലാണ് ഈ ഫീൽഡ് തിയറിയും വെക്ടർ സൈക്കോളജിയും വരുന്നത്. ഓൾമോസ്റ്റ് ഈ ഫീൽഡ് തിയറിയും വെക്ടർ സൈക്കോളജി സിമ്പിൾ ആണ്, ഞാൻ പെട്ടെന്ന് പറഞ്ഞുതരാം. അതിലൊരു ഇക്വേഷൻ ഉണ്ട്. ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്, ബി ഈസ് ഈക്വൽ ടു, അതായത് നമ്മുടെ ബിഹേവിയർ ഈസ് ഈക്വൽ ടു പേഴ്സണാലിറ്റി പ്ലസ് എൻവിറോൺമെന്റ്. ഓക്കെ, യെസ്, അതായത് നമ്മുടെ പേഴ്സണാലിറ്റി പ്ലസ് എൻവിറോൺമെന്റ് ആണ് നമ്മുടെ ബിഹേവിയർ എന്ന് പറയുന്നത്. അതാണ് ആ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്. അതായത് ഫീൽഡ് തിയറി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ എൻവിറോൺമെന്റ് ആണ് നമ്മളെ എങ്ങനെ സംസാരിക്കണം, എങ്ങനെ പറയണം, എങ്ങനെ ചിന്തിക്കണം എന്നുള്ളത് ഡീൽ ചെയ്യുന്നത്. അതായത് നമ്മുടെ എൻവിറോൺമെന്റ് എങ്ങനെയാണ് നമ്മളെ എഫക്ട് ചെയ്തത്, അതനുസരിച്ചാണ് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ സൈക്കോളജിക്കൽ എൻവിറോൺമെന്റ് ആണ് നമ്മൾ. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുന്നത്, നിങ്ങൾ വീട്ടിലുള്ള സമയത്ത് നിങ്ങൾ ഒരു കോമഡി പറയുന്ന പോലെ ആവില്ല നിങ്ങൾ അതിന് നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ചിലപ്പോൾ പ്രസന്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കുറച്ച് മസാല ഒക്കെ ആഡ് ചെയ്യും. അപ്പൊ ആ ഒരു സാധനം, അതായത് നമ്മുടെ സൈക്കോളജിക്കൽ എൻവിറോൺമെന്റ് അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളെ ബാധിക്കുന്നത് എന്നതാണ് ഫീൽഡ് തിയറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങൾ ആ ഒരു ഞാൻ ഷെയർ ചെയ്തിട്ടുള്ള ഒരു സ്ലൈഡിൽ ഒരു ഇമേജ് ഒക്കെ ഉണ്ട്, അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ആ ഇക്വേഷൻ മറക്കരുത്. എന്താണ്, നമ്മുടെ എൻവിറോൺമെന്റ് ആൻഡ് പേഴ്സണാലിറ്റി ആണ്, നമ്മുടെ ഇൻഡിവിജ്വൽ ആണ് നമ്മുടെ ബിഹേവിയറിനെ നിർണ്ണയിക്കുന്നത്. അതാണ് ഫീൽഡ് തിയറി. അത് തന്നെയാണ് യഥാർത്ഥത്തിൽ വെക്ടർ സൈക്കോളജി പറയുന്നത്. ഓക്കെ, പിന്നെ ക്രിറ്റിസിസം ഓഫ് ഗസ്റ്റാൾട്ട് സൈക്കോളജി ആണ് ഇവിടെ വരുന്ന ഈ ഒരു ക്വസ്റ്റ്യന്റെ പ്രത്യേകത. ഇത് നിങ്ങൾക്ക് എന്താണ് സെക്കൻഡ് പാർട്ട്, അതായത് പാർട്ട് ബിയിൽ വരുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. അതായത് എ ബി ക്വസ്റ്റ്യൻ, ഇത് രണ്ടും അറിയാന്നുണ്ടെങ്കിലാണ് ഇത് നിങ്ങൾ എഴുതേണ്ടത്. ഹാഫ് ആയിട്ടാണ് എഴുതേണ്ടത്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് രണ്ടും അറിഞ്ഞത് മാത്രം നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഗസ്റ്റാൾട്ട് സൈക്കോളജി ഏകദേശം മനസ്സിലായിട്ടുണ്ട്. അതിന്റെ ബേസിക് തിയറി എന്താണ്, ആരൊക്കെയാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി നെക്സ്റ്റ് സാധനം വെക്ടർ സൈക്കോളജി എക്സ്പ്ലെയിൻ ചെയ്യോ? ഓക്കെ, വെക്ടർ സൈക്കോളജി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ സെയിം തിയറി തന്നെയാണ്. ഓക്കെ, അതായത് അതിൽ പറയുന്നത് സോഷ്യൽ സൈക്കോളജിയുമായി റിലേറ്റ് ചെയ്തിട്ടാണ് യഥാർത്ഥത്തിൽ ഈ വെക്ടർ സൈക്കോളജി ആൻഡ് നമ്മുടെ ഫീൽഡ് തിയറി വരുന്നത്. ജസ്റ്റ് ഒരു മിനിറ്റ്. യെസ്, അതായത് ഈ വെക്ടർ സൈക്കോളജിയിൽ വരുന്ന ഒരു സാധനമാണ് യഥാർത്ഥത്തിൽ എന്ത്, നമ്മുടെ ഫീൽഡ് തിയറി എന്ന് പറയുന്നത്. വെക്ടർ സൈക്കോളജിയിൽ വരുന്ന ഒരു തിയറിയാണ് ഫീൽഡ് തിയറി എന്ന് പറയുന്നത്. വെക്ടർ സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സാധനങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളെങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ളതിനെ പറ്റി പറയുന്നത് എന്ന് പ്രൊപ്പോസ് ചെയ്യുന്നതാണ് വെക്ടർ സൈക്കോളജി എന്ന് പറയുന്നത്. അതായത് ഇതിൽ മെയിൻ ആയിട്ട് വരുന്ന സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താണ്, നമ്മുടെ ഡയറക്ഷൻ, നമ്മുടെ ഫോഴ്സ്, നമ്മുടെ ഗോളാണ് യഥാർത്ഥത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹ്യൂമൻ ബിഹേവിയറിനെ പറ്റി പറയുന്നത്. അതായത് നിങ്ങൾ മെയിൻ ആയിട്ട് നോക്കേണ്ടത്, ഞാൻ അതിനാണ് ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത്, ആരാണ് കൊട്ട് ലെവിൻ എന്ന്
പറയുന്ന ആ ഒരു ക്വസ്റ്റ്യനിലുണ്ട് ഫാദർ ഓഫ് സോഷ്യൽ സൈക്കോളജി. അപ്പോൾ സോഷ്യൽ സൈക്കോളജിയുമായി ബന്ധപ്പെട്ടിട്ടാണ് കെട്ട്ലെവിനുള്ളത്. അപ്പോൾ എന്താണ്, എങ്ങനെയാണ് നമ്മളെ സോഷ്യൽ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളതാണ് മെയിൻലി ഇതിൽ വരുന്നത്. അതിൽ വരുന്ന ഒരു തിയറിയാണ്, വെക്ടർ സൈക്കോളജിയിൽ വരുന്ന ഒരു തിയറിയാണ് എന്ത്, നമ്മുടെ ഫീൽഡ് തിയറി എന്ന് പറയുന്നത്. അതായത് നമ്മുടെ സൈക്കോളജിക്കൽ എൻവിറോൺമെന്റും നമ്മുടെ ഇൻഡിവിജ്വലും ആയിരിക്കും നമ്മുടെ ബിഹേവിയർ അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതെല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ള സാധനത്തിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വെക്ടർ സൈക്കോളജി എന്ന് പറയുന്നത്. വെക്ടർ സൈക്കോളജി ഇസ് എ സൈക്കോളജിക്കൽ അപ്രോച്ച് ദാറ്റ് എക്സ്പ്ലെയിൻ ഹ്യൂമൻ ബിഹേവിയർ ഇൻ ടേംസ് ഓഫ് ഡയറക്ഷൻ, ഫോഴ്സ്, ഗോൾ ഓറിയന്റേഷൻ. ഓക്കെ, അതായത് നമ്മൾ ഫിസിക്സിലൊക്കെ പറയുന്ന പോലത്തെ സാധനം. അതായത് നമ്മൾ ഫിസിക്സിൽ എന്താണ്, നമ്മളൊരു സാധനത്തെ പറ്റി പറയാം, അവിടുത്തെ ഫിസിക്കൽ ആയിട്ടുള്ള സാധനങ്ങൾ എങ്ങനെയാണ് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, ആ ഒരു സെയിം സാധനമാണ് ഇവിടെ പറയുന്നത്. നമ്മുടെ ഹ്യൂമൻ ബിഹേവിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ നമ്മുടെ ഫിസിക്കൽ എൻവിറോൺമെന്റ് നമ്മളെ എങ്ങനെ ബാധിക്കുന്നു, ആ രീതിയിലാണ് നമ്മുടെ ബിഹേവിയർ ഉണ്ടാവുക എന്നുള്ളതാണ് വെക്ടർ സൈക്കോളജിയിൽ പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഐസോമോർഫിസം അതുപോലെ തന്നെ വെക്ടർ സൈക്കോളജി ഫീൽഡ് തിയറി നിങ്ങൾ സ്പെസിഫിക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് അതിന്റെ ഒരു നോട്ട് നോക്കുക, ടെക്സ്റ്റിൽ നോക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിൽ അവിടെ നോക്കാം. ഓക്കെ, ഇനി ഹ്യൂമനിസ്റ്റിക് ആൻഡ് എക്സിസ്റ്റൻഷ്യൽ സൈക്കോളജിയാണ് തേർഡ് ഫോഴ്സ് ഇൻ സൈക്കോളജി എന്നറിയപ്പെടുന്നതാണ്. ഹ്യൂമനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ വരുന്ന കുറച്ച് ആളുകൾ നമുക്കറിയാം, കാൾ റോജേഴ്സ്, അതുപോലെ തന്നെ അബ്രഹാം മാസ്ലോ, ഇങ്ങനെ കുറച്ച് ആളുകളാണ്. ഈ എക്സിസ്റ്റൻഷ്യലും ഹ്യൂമനിസ്റ്റിക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഫ്രോയിഡ് പറഞ്ഞ എന്താണ്, മനുഷ്യന്മാരെല്ലാം ഇങ്ങനെയാണ്, സെക്ഷൽ ഡ്രൈവ് ഉള്ളവരാണ്, അങ്ങനത്തെ കുറച്ച് സാധനം നെഗറ്റീവ് ആയിട്ടുള്ള ഒരു വ്യൂ ആണ് മനുഷ്യന്മാരെ പറ്റി. നിങ്ങൾക്ക് വേണമെങ്കിൽ നെഗറ്റീവ് വ്യൂ ഓഫ് ഹ്യൂമൻസ് എന്നുള്ള ഒരു പോയിന്റ് ക്രിറ്റിസം ഓഫ് സിഗ്മണ്ട് ഫ്രോയിഡിൽ നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ സൈക്കോ അനാലിസിസിൽ എഴുതാൻ വേണ്ടി പറ്റും. ഇങ്ങനെ ഓരോ സാധനങ്ങൾ നോട്ട് ചെയ്ത് വെക്കട്ടോ. നമ്മളിവിടെ വരുന്ന സമയത്ത് മനുഷ്യന്മാരെല്ലാം നല്ലവരാണ്, മനുഷ്യന്മാരുടെ ഉള്ളിൽ ഒരു ഗുഡ് പൊട്ടൻഷ്യൽ ഉണ്ട്, അത് പുറത്ത് കൊണ്ടുവന്നാൽ എല്ലാവരും നല്ലവരാണ്. പണ്ടൊരു ഡയലോഗ് നമ്മൾ പറയലില്ലേ, എതിര് നിൽക്കുന്നവന്റെ ഉള്ളറിഞ്ഞാൽ തീരാവുന്നുള്ളതൊക്കെ. അപ്പൊ ആ ഒരു ടൈപ്പ് ഓഫ് സാധനങ്ങളാണ് ഇവർ രണ്ടാളും പറയുന്നത്. ഓക്കെ, മെയിൻലി ഹ്യൂമനിസ്റ്റിക് പറയുന്നത്. അപ്പം തേർഡ് ഫോഴ്സ് എന്ന് പറയും. ഇതിൽ വരുന്ന ഒരാളാണ് അബ്രഹാം മാസ്ലോ. അബ്രഹാം മാസ്ലോ നമുക്ക് എല്ലാവർക്കും അറിയുന്ന സാധനമാണ്, സൈക്കോളജിയിൽ എന്നല്ല എല്ലാവരും പറയുന്ന ഒരു സാധനമാണ് നീഡ് തിയറി, ഹൈറാർക്കി ഓഫ് നീഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ അത് 5-6 സാധനങ്ങൾ എന്തൊക്കെയാണ്, പിന്നെ അത് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ട്രാൻസെൻഡൻസ് പീരിയഡ്, അങ്ങനെ കുറച്ച് സെൽഫ് ആക്ച്വലൈസേഷൻ, ആ വക കുറച്ച് സാധനങ്ങൾ എന്തൊക്കെയാണ് നോട്ട് ചെയ്ത് വെക്കാം. നിങ്ങൾക്ക് അറിയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതൊക്കെ എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു ലൈക്ക് ആ ഒരു പിരമിഡ് ഒക്കെ വരയ്ക്കാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് വരുന്ന ഒരു സാധനമാണ് കാൾ റോജേഴ്സ്. ഇതിൽ വരുന്ന ഒരാളാണ്. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, ലൈക്ക് എന്താണ് ഹ്യൂമനിസ്റ്റിക് സൈക്കോളജി എന്താണെന്നൊരു ക്വസ്റ്റ്യൻ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്ന എല്ലാ സാധനങ്ങളും സൈഡ് ഹെഡിങ് ഇട്ട് എഴുതുക എന്നുള്ളതാണ്. പിന്നെ ഇവിടെ വരുന്ന സാധനം എംപതി എന്താണ്, കോമ്പറ്റൻസ്, അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ്, ഇതൊക്കെയാണ് കാൾ റോജേഴ്സ് പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഐഡിയൽ സെൽഫ്, റിയൽ സെൽഫ്, ആ വക കുറച്ച് സാധനങ്ങൾ. ഞാൻ വീണ്ടും പറയുന്നു, ഞാൻ അയച്ചിട്ടുള്ള ആ ഒരു സാധനം നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി ഈസി ആയിട്ട് പഠിക്കാൻ വേണ്ടി പറ്റും. അടുത്തൊരു സാധനമാണ് എക്സിസ്റ്റൻഷ്യൽ സൈക്കോളജി എന്ന് പറയുന്നത്. ഇവിടെ പറയുന്നത് നമ്മുടെ ലൈഫിൽ എന്താണ്, നമുക്ക് പർപ്പസ് വേണം, മീനിങ് വേണം, മീനിങ് ഉള്ളവർക്ക് മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഈ വക സാധനങ്ങൾ ഇതിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള ഒരു ഫിഗറാണ് വിക്ടർ ഫ്രാങ്കിൾ. വിക്ടർ ഫ്രാങ്കിളിനെ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ മുൻപ്? കേട്ടിട്ടില്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞോളൂ ആരെങ്കിലും ഒരാൾ. ഓക്കെ, വിക്ടർ ഫ്രാങ്കലിന്റെ ഒരു പ്രധാനപ്പെട്ട പുസ്തകമുണ്ട്, നമ്മളെല്ലാവരും നമ്മുടെ ലൈഫിൽ വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് മെൻ സെർച്ച് ഫോർ മീനിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്കറിയാം സൂയിസൈഡ് റേറ്റ് ഒക്കെ ഭയങ്കര കൂടുതലാണ്. ഇതൊക്കെ നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി പറ്റും കേട്ടോ. ഒരു ആപ്ലിക്കേഷൻ ലെവലിൽ നിന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി പറ്റും. അപ്പൊ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഒരുപാട് എന്താണ് വെൽത്ത് ഉള്ള നമ്മളെ സൗഭാഗ്യം എന്ന് പറയുന്ന ഒരുപാട് സാധനമുള്ള ആളുകൾ ഇഷ്ടംപോലെ സൂയിസൈഡ് ചെയ്യുന്നുണ്ട്, പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ. അപ്പൊ അതിനുള്ളൊരു റീസൺ പറയുന്നത് അവർക്ക് ലൈഫിൽ ഒരു മീനിങ് ഇല്ല. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ ഒരു മീനിങ് എന്താ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിന്റെ ഒരു പർപ്പസ് എന്താ? ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അഡ്രസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ ജീവിച്ചിട്ട് കാര്യമില്ല എന്നുള്ളൊരു തോട്ട് നിങ്ങളിൽ വരും. അത് മേ ബി എന്ത് ചെയ്യും, ഡിപ്രഷനിലേക്കും പിന്നീട് അത് സൂയിസൈഡിലേക്കൊക്കെ എത്തിക്കും. അപ്പൊ ഇവിടെയാണ് ഈ വിക്ടർ ഫ്രാങ്കലിന്റെ ഒരു ലൈഫ് കേസ് എന്ന് പറയുന്നത്. അയാൾ എന്തായിരുന്നു, നാസി ക്യാമ്പില്, ഹിറ്റ്ലറിന്റെ ക്യാമ്പിൽ എന്തായിരുന്നു, ഒരു തടവ് പുള്ളിയായിരുന്നു. അങ്ങനെ അയാളെ കൂടെ ഉള്ളവരൊക്കെ മരിച്ചു. പക്ഷെ അയാൾ എന്താണ് മരിച്ചില്ല. ലൈക്ക് ആ ഒരു സിറ്റുവേഷൻ ഒക്കെ പറയുന്നുണ്ട് ആ ഒരു പുസ്തകത്തിൽ. മെൻ സെർച്ച് ഫോർ മീനിങ് എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ നാളെ എക്സാമിന് എഴുതേണ്ട ഒരു സാധനം കൂടെയാണ്. അപ്പോൾ വിൽ ടു മീനിങ് എന്നാണ് അവരുടെ തിയറി. അപ്പൊ ആ തിയറി പറയുന്നത് നമുക്കൊരു മീനിങ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിന് നമുക്കൊരു പർപ്പസ് ഉണ്ട് എന്ന് തോന്നുന്ന സമയത്ത് മാത്രമേ നമുക്ക് എന്തുള്ളൂ, ജീവിതത്തിന് ഒരു അർത്ഥം ഉണ്ടാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എക്സിസ്റ്റ് ചെയ്യും, നമ്മൾ സർവൈവ് ചെയ്യും, ഏത് പ്രശ്നത്തെയും നമ്മൾ തരണം ചെയ്യും എന്നുള്ളതാണ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, എനിക്കൊരു ഫിനാൻഷ്യൽ ഒരു ഡെപ്റ്റ്, ലൈക്ക് ഒരു 10 കോടി എനിക്ക് പെട്ടെന്ന് കടം വന്നു, എന്തെങ്കിലും എൻ്റെ ഒരു ബിസിനസ് പൊട്ടി. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ലൈഫ്, ഇത് തീർന്നു, ഇനി എനിക്ക് ജീവിക്കുന്നതിൽ അർത്ഥമല്ല, ഇനി വേറെ പർപ്പസ് ഒന്നും എനിക്കില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഞാൻ എന്ത് ചെയ്യും, സൂയിസൈഡ് ചെയ്യും. കാരണം എനിക്ക് ഈ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല, വേറെ പർപ്പസ് ഒന്നും എനിക്കില്ല.
ചില ആളുകൾ പറയും ഞാൻ വീട്ടുകാർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്, വീട്ടുകാരുള്ളതുകൊണ്ട് ഞാൻ സൂയിസൈഡ് ചെയ്തില്ല. അവരുടെ ഒരു പർപ്പസ് ആണ്, അവരുടെ ഒരു മീനിങ് ആണ്, വീട്ടുകാരെ സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ള ആ ഒരു സാധനം, ഒരു ഇന്റിമേറ്റ് റിലേഷൻഷിപ്പാണ്. അപ്പോൾ ഇവിടെയാണ് മതങ്ങളുടെ ഒരു പ്രാധാന്യം വരുന്നത്. ഇപ്പൊ മതം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ആഫ്റ്റർ ലൈഫ് ഉണ്ട്, ചില മതം അങ്ങനെ ഡിഫറെന്റ് ഐഡിയോളജീസ് ഉണ്ടാവും. അപ്പൊ ആ ഒരു ഐഡിയോളജി, അതായത് നമുക്ക് എല്ലാവർക്കും എന്ത് വേണം, ലൈഫിൽ ഒരു ഫിലോസഫി വേണം. ആ ഒരു ഫിലോസഫി ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യുന്നത്, മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഫിലോസഫി ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് എന്ത് പ്രശ്നം വന്നാലും ആ ഒരു ഫിലോസഫി എന്ത് ചെയ്യും, അയാൾക്ക് അതൊരു ഷീൽഡ് ആയിരിക്കും. അപ്പൊ ആ വക കുറച്ച് സാധനങ്ങളാണ് ഈ ഒരു വിക്ടർ ഫ്രാങ്കിൾ അതുപോലെ തന്നെ റോളോമെ പറയുന്നത്. എനിക്ക് തോന്നുന്നു റോളോമയാണ് എക്സിസ്റ്റൻസ് സൈക്കോളജിയുടെ ഫാദർ, വിക്ടർ ഫ്രാങ്കിൾ വൺ ഓഫ് ദ മേജർ കോൺട്രിബ്യൂട്ടർ ആണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഏകദേശം സാധനങ്ങളൊക്കെ ഒരു ധാരണ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇവര് മനുഷ്യന്മാരെ കണ്ടത് മനുഷ്യന്മാരെല്ലാം നല്ലവരാണ്, അടിപൊളിയാണ്, ഉള്ളിൽ നല്ല ഗുഡ് പൊട്ടൻഷ്യൽ ഉണ്ട്, അത് നമ്മൾ പുറത്തെടുക്കുക എന്നുള്ളതാണ്. പിന്നെ നേരത്തെ പറഞ്ഞ ഹ്യൂമനിസ്റ്റിക്കിലുള്ള ഒരു സാധനമാണ് കാൾ റോജേഴ്സിന്റെ ഒരു തിയറി. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഹ്യൂമനിസ്റ്റിക്കിൽ ആകെ 2 ആളെ പഠിച്ചാൽ മതി, ആ 2 ആളുടെ കോൺട്രിബ്യൂഷൻ മാത്രം പഠിച്ചാൽ മതി. എക്സിസ്റ്റൻഷ്യൽ അതുപോലെ തന്നെ റോളോമാനും വിക്ടർ ഫ്രാങ്കിളും നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് വായിക്കണമെങ്കിൽ ഒരുപാട് ആളുകളുണ്ട്. അപ്പം അത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ ആണോ? ഇനി നെക്സ്റ്റ് ആരെങ്കിലൊക്കെ ഒന്ന് മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് പറയൂ. ഒരു ഐഡിയ കിട്ടിയില്ല, നമ്മളിപ്പോ ഏകദേശം കംപ്ലീറ്റ് ചെയ്ത്, ഇനി ഒരു യൂണിറ്റും കൂടെ ഉള്ളൂ. എക്സാമ്പിൾ ഇതിന്റെ ഡിഫറൻസ് പോലെയല്ലേ ചോദിക്കുന്നത്, രണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാനല്ലേ വരുന്നത്. അപ്പൊ ജസ്റ്റ് അതിന്റെ രണ്ടിന്റെ ഒരു ഡെഫിനിഷൻ പോലെ എന്ന് പറയും. ഓക്കെ, അതായത് ഹ്യൂമനിസ്റ്റിക് സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഇട്ട ഒരു ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള അതിൽ ഒരു സ്ലൈഡ്, അതിൽ പ്രത്യേകം പറയുന്നുണ്ട്, അതിൽ ഹ്യൂമൻസിന്റെ വ്യൂവും അതിന്റെ ഫോക്കസും രണ്ടാന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇതിൽ പറയുന്നത് നമ്മൾ എന്താണ്, ഹ്യൂമനിസ്റ്റിക്കിൽ പറയാം, നമ്മൾ ജനിക്കണത് തന്നെ നമ്മുടെ ഉള്ളിൽ. അപ്പോൾ ഈ ഫത്രത്ത് എന്ന് പറയുന്ന അറബിക് ഫിലോസഫിയിൽ വരുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. അതായത് നമ്മൾ ജനിക്കുന്നത് തന്നെ ഒരു നല്ല ഒരാളായിട്ടാണ് നമ്മൾ ജനിക്കുന്നത്. അതിനെ നമ്മൾ പുറത്തെടുക്കുക. ഞാൻ ജനിച്ചത് ഒരു ബാഡ് ഫാമിലിയിലാണെങ്കിൽ ഞാൻ ബാഡ് ആകും. ആ സാധനമാണ് ഹ്യൂമനിസ്റ്റിക്കിൽ പറയുന്നത്. നമ്മുടെ ഒരു അൾട്ടിമേറ്റ് നമ്മുടെ നാച്ചർ എന്ന് പറയുന്നത് ഗുഡ് ആണ് എന്നുള്ളൊരു സാധനമാണ് ഇവിടെ പറയുന്നത്. പിന്നെ ഹ്യൂമനിസ്റ്റിക് മൊത്തം ഫോക്കസ് ചെയ്യുന്നത് എന്താണ്, നമ്മുടെ പേഴ്സണൽ ഗ്രോത്ത്, നമ്മളെ സെൽഫ് ആക്ച്വലൈസേഷൻ. അതായത് നമുക്ക് ഒരുപാട് നീഡ്സ് ഉണ്ട്, ഓരോ നീഡ്സും നമ്മളിങ്ങനെ കവർ ചെയ്യാം. നമുക്ക് നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാവുക, നല്ലൊരു ഫാമിലി ഉണ്ടാവുക, പിന്നെ അതുപോലെ തന്നെ നല്ലൊരു ജോബ് ഉണ്ടാകുക. ഇതൊക്കെ കവർ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് നന്നായിട്ട് ഞാൻ വായിക്കണം, ഞാനൊന്നും കൂടെ ഒരു സമൂഹത്തിന് ഉപകാരം. ഇപ്പൊ ഈ ഒരുപാട് റിച്ച് ആയിട്ടുള്ള ആളുകൾ നന്നായിട്ട് ദാനധർമ്മം ചെയ്യുന്നത് എന്തുകൊണ്ടാണ്, അവർക്കൊരു മീനിങ് തോന്നണം. അതായത് ഞാൻ ജീവിക്കുന്നതിൽ സമൂഹത്തിന് എന്തെങ്കിലും ഒരു ഗുണം വേണം. ആ വക സാധനം നല്ല രസമായിട്ട്. അതായത് നമ്മൾ സൈക്കോളജിയിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ റീഡിങ് നടത്തേണ്ട ഒരു ഫീൽഡാണ് ഹ്യൂമനിസ്റ്റിക്കും എക്സിസ്റ്റൻഷ്യലും. അതുപോലെ തന്നെ അങ്ങനെ നമുക്ക് എന്താണ് ഒരു പേഴ്സണൽ ഗ്രോത്ത്, ചിലപ്പോൾ നമുക്ക് ഇതുവരെ ഉണ്ടായിരുന്ന ഒരു കോൺസെപ്റ്റ് ആവില്ല നമ്മുടെ ലൈഫിനെ പറ്റി, നമ്മുടെ ആ ഒരു കംപ്ലീറ്റ് നമ്മുടെ ഒരു സ്റ്റിഗ്മ മാറും. ഓക്കെ, അപ്പൊ അങ്ങനെ മാറുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടെ നമുക്ക് പ്രശ്നങ്ങളൊന്നും ഒന്നുമല്ല, കാരണം ഇതൊന്നും ഒരു പ്രശ്നമല്ല, ഇതിനേക്കാൾ പ്രശ്നമുള്ള ആളുകളുണ്ട്, ഇതിലൊന്നും യഥാർത്ഥത്തിൽ ഞാൻ സങ്കടപ്പെടേണ്ടതില്ല. ആ ഒരു ഡെപ്ത് ലെവൽ, ഒരു ഡീപ്പ് ലെവലിൽ നമ്മുടെ ഉള്ളിൽ ഒരു എനർജി തരുന്ന രണ്ട് ഫീൽഡുകളാണ് എക്സിസ്റ്റൻഷ്യലും ഹ്യൂമനിസ്റ്റിക് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ഹ്യൂമനിസ്റ്റിക്കിൽ മെയിൻ ആയിട്ട് വരുന്നത്. അപ്പൊ എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹ്യൂമനിസ്റ്റിക്കിന്റെ ഫോക്കസ് ചെയ്താം, അതുപോലെ തന്നെ എക്സിസ്റ്റൻഷ്യൽ ചെയ്താം. ഒരിക്കലും ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടിനെയും ഒരേ പേപ്പറിൽ തന്നെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഇതിന് ഇന്ന ഡിഫറൻസ് ഉണ്ട്, ഇത് ഇങ്ങനെയാണ് വ്യത്യസ്തം, അങ്ങനെയൊന്നും നിങ്ങൾ എഴുതണമെന്നില്ല. ജസ്റ്റ് അതിലെന്താ വരുന്നതെന്ന് മൊത്തം എഴുതാം, മറ്റേതിൽ എന്താ വരുന്നതെന്ന് അപ്പുറത്ത് എഴുതാം, അത്ര മതി. ഓക്കെ, അതിൽ തന്നെ ഡിഫറൻസ് വന്നു. നമ്മൾ ഈ ഒരു 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ ആകുമ്പോഴാണ് ഡിഫറൻസ് എന്താണെന്ന് കൃത്യമായിട്ട് എഴുതി വെക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഒന്നിന്റെ ഫോക്കസ് ഞാൻ പറഞ്ഞു. നെക്സ്റ്റിന്റെ ഫോക്കസ്, എക്സിസ്റ്റൻഷ്യലിന്റെ ഫോക്കസ്, നമ്മൾ ജനിച്ചത് നല്ല ആളാവട്ടെ ചീത്ത ആളാവട്ടെ, നമ്മൾ എന്ത് ചെയ്യണം, എക്സിസ്റ്റ് ചെയ്യണം. നമ്മൾ ജീവിക്കുന്നതിന് നമുക്കൊരു മീനിങ് വേണം, അല്ലെങ്കിൽ എന്താണ് ഒരു ഫ്രീഡം വേണം എന്നുള്ള സാധനമാണ് എക്സിസ്റ്റൻഷ്യൽ സൈക്കോളജിയിൽ പറയുന്നത്. ഓക്കെ, നമുക്കൊരു പർപ്പസ് വേണം. പർപ്പസ് ആണ് നമ്മുടെ ഫ്രീഡം എന്ന് പറയുന്നത്. ഇപ്പൊ എനിക്ക് ലൈഫിൽ പർപ്പസ് ഇല്ലെങ്കിൽ എനിക്ക് ഫ്രീഡം അല്ല. എനിക്ക് ഒരുപാട് പൈസ ഉണ്ട്, ലൈക്ക് നല്ല ഫാമിലി എല്ലാം ഉണ്ട്, പക്ഷെ ഞാനിങ്ങനെ ആലോചിക്കാം, ഞാനിപ്പോ എന്തിനാ ജീവിക്കുന്നത്, ഒരു കാര്യമില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ, അതായത് ഫിലോസഫി, എന്റെ ജീവിതത്തിൽ എനിക്കൊരു ഫിലോസഫി ഇല്ലാന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എനിക്കവിടെ ഫ്രീഡം അല്ല. അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക, സൂയിസൈഡ് ചെയ്യുക, ലൈഫിനൊരു എൻഡിലേക്ക് എത്തിക്കുന്നത്. ഓക്കെ, ഈ 2 സാധനമാണ് ഹ്യൂമനിസ്റ്റിക് ആൻഡ് എക്സിസ്റ്റൻഷ്യൽ. നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ടൈം ഒരുപാട് വൈകിട്ടുണ്ട്, ഞാൻ പെട്ടെന്ന് പറഞ്ഞു തീർക്കാണ്. ഓക്കെ, അപ്പൊ ഏകദേശം കഴിഞ്ഞു. പിന്നെ വില്ല് ടു മീനിങ് എന്ന് പറയുന്നത് വിക്ടർ ഫ്രാങ്കിളുടെ ഒരു സാധനമാണ്. അതായത് നമുക്ക് എന്തുണ്ടാവുക, ജീവിതത്തിന് ഒരു അർത്ഥം ഉണ്ടാവുക, ജീവിതത്തിന് ഒരു പർപ്പസ് ഉണ്ടാവുക എന്നുള്ളതാണ്.
അപ്പോൾ അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ കഴിയും. എന്നാൽ മാത്രമേ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ, എന്നാൽ മാത്രമേ നമുക്ക് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു വേർഡ് ആട്ടോ എക്സിസ്റ്റൻഷ്യൽ എന്ന് പറഞ്ഞാൽ എക്സിസ്റ്റ് ചെയ്യുക, അതായത് നമ്മൾ നിലനിൽക്കുക എന്നുള്ള ഒരു സാധനമാണ്. അപ്പം ഇയാളുടെ ലൈഫ് അനുഭവത്തിൽ എന്ന് പറയുന്നത്, ലൈഫ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, ഇയാളെ കൂടെയുള്ള കുറെ ആളുകൾ ഭയങ്കര എന്താ പറയാ ഹാർഷായിട്ടുള്ള പണികളൊക്കെ ആയിരുന്നു അവർക്ക് കിട്ടിയത്. നിങ്ങൾക്കറിയാം, നിങ്ങൾ മെയിൻ കാംഫ് ഒക്കെ വായിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റു പുസ്തകങ്ങളും ഒരുപാട് ഡോക്യുമെന്റ്സും ഫിലിംസ് ഒക്കെ ഉണ്ട്. നാസി ക്യാമ്പിലൊക്കെ എങ്ങനെയായിരുന്നു. അപ്പോൾ ഒരുപാട് ആളുകൾ വെറുതെ മരിക്കുമായിരുന്നു. വെറുതെ മരിക്കും മീൻസ് അവർക്ക് എന്താണ് സഹിക്കാൻ കഴിയാൻ, ഇപ്പോൾ ഡെയിലി 14 മണിക്കൂറും 16 മണിക്കൂറും 20 മണിക്കൂർ, ഈവൻ ചെറിയ കുട്ടികൾ പോലും കോൾ ഫാക്ടറിയിലൊക്കെ വർക്ക് ചെയ്യാം. അപ്പൊ അങ്ങനെ ആളുകൾ എന്ത് ചെയ്യും, വെറുതെ മരിക്കുമായിരുന്നു. അപ്പോൾ അതിനുള്ളൊരു കാരണം മെന്റലി അവരെന്ത് ചെയ്തു, ഡെഡായി എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഡെഡ് എങ്ങനെ വിക്ടർ ഫ്രാങ്കൽ അതിജീവിച്ചു. അപ്പൊ അയാൾക്കൊരു പർപ്പസ് ഉണ്ടായിരുന്നു, അയാൾക്കൊരു മീനിങ് ഉണ്ടായിരുന്നു എന്നുള്ള കുറച്ച് സാധനങ്ങൾ. അപ്പോൾ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് മെൻ സെർച്ച് ഫോർ മീനിങ് എന്നുള്ള പുസ്തകം നിങ്ങൾ എന്ത് ചെയ്യുക, പരീക്ഷ കഴിഞ്ഞിട്ട് ഇന്ന് ഞാൻ വായിക്കണ്ട, എക്സാം കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, വായിക്കാൻ വേണ്ടി നോക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ഞാൻ കറന്റ് ട്രെൻഡ്സ്, അതായത് കറന്റ് ട്രെൻഡ്സ് ഇൻ സൈക്കോളജി എന്നുള്ളതാണ്. സൈക്കോളജിയിലുള്ള കറന്റ് ട്രെൻഡ് എന്തൊക്കെയാന്നുള്ളതാണ്. ആൻഡ് അടുത്ത യൂണിറ്റ് എന്ന് പറയുന്നത് ഇഷ്യൂസ് ആൻഡ് ഡിബേറ്റ് ഇൻ സൈക്കോളജി. ഞാൻ എന്തായിരുന്നില്ല അത് ഈ ഒരു യൂണിറ്റ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, നിങ്ങൾ ജസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ഇത് യഥാർത്ഥത്തിൽ നമ്മളിങ്ങനെ പുസ്തകങ്ങളിലൂടെ പഠിക്കേണ്ട ഒരു സാധനമല്ല. നമുക്കറിയാം ഈച്ച് ആൻഡ് എവരി സാധനങ്ങൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ് നേരിടുന്നത്, ലൈക്ക് ഒരു ഡിസിപ്ലിൻ എന്തൊക്കെ പ്രശ്നങ്ങളാണ് നേരിടുന്നത്, അല്ലെങ്കിൽ സൈക്കോളജിയിൽ എന്തൊക്കെ ഡിബേറ്റ്സ് ആണ് ഉള്ളത്, ആ ഒരു ബേസിക് സാധനമാണ്. അപ്പോൾ ഞാൻ വീണ്ടും പറയാം, നിങ്ങൾ ഇനിയിപ്പോൾ ഈ ഒരു ചാപ്റ്റർ നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു ക്വസ്റ്റ്യനെ നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള 5 ക്വസ്റ്റ്യൻസ് നല്ല രീതിയിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫോക്കസ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഞാൻ ആ ഷെയർ ചെയ്തിട്ടുള്ള നോട്ട് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. അതിൽ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യൻസിനൊക്കെ അഡ്രസ് ചെയ്തിട്ടാണ് അതിൽ പറയുന്നത്. അത് നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കുറച്ച് പ്രോബ്ലംസ് ആണ്. ഇനി നിങ്ങളത് നോക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും അതിനെ എലിമിനേറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള 5 ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരിക എന്ന് കൃത്യമായിട്ട് നോക്കിയിട്ട് നല്ല രീതിയിൽ എക്സാം എഴുതാൻ വേണ്ടി പഠിക്കാം. അപ്പം ഇത്രയേ ഉള്ളൂ. നമ്മൾ ടൈം ഓവർ ആയിട്ടുണ്ട്. എല്ലാവർക്കും എല്ലാം മനസ്സിലായിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതിൽ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് വൈൻഡപ്പ് ചെയ്യാം. പിന്നെ ഞാൻ ജെന്യൂൻ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കണം, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു സെഷൻ ഉപകാരപ്പെട്ടോ, അതോ 1.5 മണിക്കൂർ ഞാൻ എന്തെല്ലോ പറഞ്ഞ് തൊണ്ട കീറി സംസാരിക്കാണ് ഉണ്ടായത്? ആരെങ്കിലും അൺമ്യൂട്ട് ചെയ്തിട്ട് പറയും. നല്ല ഉപകാരം. നാളെ ഒരു ഐഡിയ കിട്ടിയത്. ഓക്കെ, അത് ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു നാവിഗേഷൻ എന്തൊക്കെയാണ് ഇതിൽ. വലിയൊരു പുസ്തകമാണ്, ഇതിലൊരു 30-40 ആളുകളുടെ പേരുണ്ട്, അവരുടെ ഒക്കെ കോൺട്രിബ്യൂഷൻ ഉണ്ട്, അവരൊക്കെ പല ഹെഡിങ്ങിലാണ് അവരെ കാറ്റഗറി ചെയ്തിട്ടുള്ളത്. നേരത്തെ ചോദിച്ചതുപോലെ തന്നെ ബ്രിട്ടീഷ് എംപിരിസിസ്റ്റ്, സ്ട്രക്ചറലിസ്റ്റ്, ഫങ്ഷണലിസ്റ്റ്, മോഡേൺ, ഗ്രീക്ക്, അങ്ങനെ പല ഒരു എന്താ പറയുക കൂട്ടിക്കുവച്ചിട്ടാണ് ഉള്ളത്. അതുപോലെ തന്നെ ഒരു ക്രോണോളജിക്കൽ ബേസും ഉണ്ട്. അപ്പൊ അങ്ങനെ എന്ത് പഠിക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാകും. കുറേ സാധനം ഉണ്ട്, ഞാൻ എന്ത് പഠിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, സ്ട്രക്ചറലിസം എന്താണ്, ഫങ്ഷണലിസം എന്താണ്, സൈക്കോ അനാലിസിസ് എന്താണ്, ബിഹേവിയറിസം എന്താണ്. ഈ ഒരു 4 സാധനം പഠിച്ചാൽ തന്നെ നിങ്ങൾ പാർട്ട് 1 കഴിഞ്ഞു. ഇതാരാണ് എന്തൊക്കെയാണെന്നുള്ളത് മാത്രം നോക്കി വെക്കാം. നെക്സ്റ്റ് വരുന്ന സമയത്ത് പിന്നെ വരുന്ന കുറച്ച് സ്കൂൾസ്, ഗസ്റ്റാൾട്ട് സൈക്കോളജി, ഹ്യൂമനിസ്റ്റിക്, എക്സിസ്റ്റൻഷ്യൽ, ഈ 7 സാധനങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി പോയാൽ തന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ, ഞാൻ പറയുന്ന 5 ക്വസ്റ്റ്യൻ എന്തായാലും നിങ്ങൾക്ക് അഡ്രസ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ വരുന്നൊരു മറ്റൊരു സാധനം എന്ന് പറയുന്നത് ഹിസ്റ്ററിയാണ്, സൈക്കോളജി. അത് ഫിലോസഫിയിൽ നിന്നാണ്. നിങ്ങളൊരു 5-6 ആളുകളുടെ പേരും കാര്യങ്ങളൊക്കെ പഠിക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു 7 or 8 തീംസ് അല്ലെങ്കിൽ 7 or 8 ഒരു യൂണിറ്റ് മാത്രം നിങ്ങൾ നന്നായിട്ട് ഫോക്കസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഞാൻ വീണ്ടും പറയുന്നത്, നിങ്ങൾ എക്സാം എഴുതുന്ന സമയത്ത് നിങ്ങൾ നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്ത് എഴുതാം. നിങ്ങൾക്ക് പോയിന്റ് ആണെന്ന് തോന്നുന്ന ഈച്ച് ആൻഡ് എവരി സാധനങ്ങൾ അടിവരെ ഇടാം. അതിന് നിങ്ങൾ ടൈം കണ്ടെത്താം. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ അണ്ടർലൈൻ ഒക്കെ ചെയ്തിട്ടാണ് എഴുതിയെന്നുണ്ടെങ്കിൽ നോക്കുന്ന ആൾ വിചാരിക്കും ഇത് അത്യാവശ്യം പഠിക്കുന്ന കുട്ടിയാണ്, അല്ലെങ്കിൽ എന്ത് ചെയ്തിട്ട് നല്ല രീതിയിലാണ് എഴുതിയത്. പിന്നെ വൃത്തി, ഇപ്പൊ എനിക്കൊന്നും അധികം ആളുകൾ ഗേൾസ് ആണ്, അപ്പൊ വൃത്തിനെ പറ്റി പറയണ്ട, എല്ലാവർക്കും നല്ല ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ അടിപൊളിയായിരിക്കും. സോ ഇത്രയാണ് ഉള്ളത്. ഞാൻ വീണ്ടും പറയുന്നത്, നിങ്ങൾ സ്ട്രാറ്റജിക്കലി പഠിക്കുക. എല്ലാം പഠിക്കുക എന്നതിനപ്പുറം എക്സാമിന്റെ രീതി നോക്കിയിട്ട് സ്ട്രാറ്റജിക്കലി എന്ത് ചെയ്യുക, പഠിക്കുക. എഴുതുന്ന സമയത്ത് നിങ്ങൾ നന്നായിട്ട് നിങ്ങളുടെ കണ്ടന്റ് നിങ്ങൾ നന്നായിട്ട് ഷോക്കേസ് ചെയ്യാൻ വേണ്ടി നോക്കുക. പിന്നെ ഞാൻ നമ്മുടെ ലെക്ചർ സ്ലൈഡ് ഇട്ടിട്ടുണ്ട്, അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് നന്നായിട്ട് റെഫർ ചെയ്യാം. ഇനി ആർക്കെങ്കിലും റെക്കോർഡഡ് ക്ലാസ് കംപ്ലീറ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. അതൊരു വലിയൊരു മിസ്റ്റേക്കാണ്. നമ്മൾ അങ്ങനെ ആയിരുന്നു ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. എല്ലാ എക്സാമിന് 2 ദിവസം മുമ്പ് എന്നായിരുന്നു. ബട്ട് എനിക്ക് തോന്നുന്നു ഇന്നലെയും ഇന്നൊക്കെ ആയിട്ട് വേറെ എക്സാംസ് ഒക്കെ ഉള്ളത് കൊണ്ടാണ് തലേ ദിവസം ആയിട്ടുള്ളത്. അതിൽ എന്ത് ചെയ്യുന്നു, സോറി ചോദിക്കുന്നു. ഞാൻ വീണ്ടും പറയുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ഞാൻ അയച്ചിട്ടുള്ള ആ നോട്ട് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. പിന്നെ ഡീറ്റെയിൽ ആയിട്ട് എഴുതാന്നുള്ളത് നിങ്ങളെ കഴിവാണ്.
പിന്നെ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ നന്നായിട്ട് തള്ളുക. നിങ്ങൾക്ക് ഇനി ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഒന്നും അറിയില്ല, നിങ്ങൾക്ക് 20 മിനിറ്റ് ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും എഴുതി തുടങ്ങാം. ഓക്കെ, ഇപ്പോൾ ചോദിക്കുകയാണ് ഗസ്റ്റാൾട്ട് സ്കൂൾ ഓഫ് സൈക്കോളജി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ അതൊരു സൈക്കോളജിയിലെ ഒരു സ്കൂളാണെന്ന് അറിയാലോ. അപ്പൊ അതന്നെ നിങ്ങൾ എഴുതാം, ഇതൊരു സൈക്കോളജിയിലെ സ്കൂളാണ്, ഇത് ഒരുപാട് സാധനങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് എഴുതുക. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് 2-3 മാർക്ക് കിട്ടും, അല്ലെങ്കിൽ ഒരു 5 മാർക്ക് കിട്ടും. ഓക്കെ, അപ്പൊ നിങ്ങൾ എഴുതുക, അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഇത്രയാണ്. ക്ലാസ് ഉപകാരപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യല്ലേ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിൽ ചോദിക്കാം. നമ്മൾ ടൈം ഓവർ ആയിട്ടുണ്ട്, വിശക്കുന്നുണ്ട്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. ഓക്കെ, ഞാൻ പറയും ഇതിന്റെ റെക്കോർഡഡ് ക്ലാസ് മേ ബി ഉണ്ടാകും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് അത് ഉപകാരപ്പെടും. എല്ലാ ക്ലാസ്സും ഇതുപോലെ ഉണ്ടാകും. ഓക്കെ, ഇനി ഫുൾ ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അഡ്മിനുമായിട്ട് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് റെക്കോർഡിന്റെ ആക്സസ് കിട്ടും. സോ ദാറ്റ്സ് ഓൾ. എല്ലാവരും എന്ത് ചെയ്യുക, നല്ല മട്ടത്തിൽ എക്സാം എഴുതുക.